സൗമേശ്വരയുടെ കർത്താവിനെ എങ്ങനെ കാണിക്കുന്നത്? നിങ്ങളെടുത്ത ചില തീരുമാനങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന സമയങ്ങൾ കഴിക്കുക. ഹല്ലേലൂയ. അനേക ഒരുക്കിയെടുക്കുന്ന ഒരു ശുശ്രൂഷ, അനേകർക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷ യേശുവിന്റെ നാമത്തെ ചിലത് കർത്താവ് കാണുകയാണ്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ ഇപ്പോൾ സന്തോഷിക്കുന്ന കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. പ്രശ്നങ്ങളുടെ മധ്യ സന്തോഷിക്കുന്നുവെങ്കിൽ അത് നിങ്ങളാണ്. അത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് രാത്രി ഇതുവരെ കണ്ടതല്ല, ഇതുവരെ കേട്ടതല്ല, ചില വ്യക്തികളെ ക്രിസ്തുവിലേക്ക് നേടത്തക്കവണ്ണം ദൈവം വീണ്ടും ചില കൃപകളെ പകർന്നിട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ചിലത് ചെയ്യാൻ പോവുകയാണ്. ചില ദൈവത്തിന്റെ വിളി കിടക്കുമ്പോൾ പലരും വിടുവിക്കപ്പെടാനുള്ളത് കൊണ്ട് പലവിധമായ തന്ത്രങ്ങൾ പിശാച് അയക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടരുത്. ചില വേദനകൾ ശരീരത്തിൽ അനുഭവിക്കാറുണ്ട്. കൈയുടെ കൊലയോടുകൂടിയും ശരീരത്തിന്റെ പുറകു ഭാഗത്തൊക്കെയുള്ള പ്രാർത്ഥിച്ച് ഉണരാതിരിക്കാൻ വേണ്ടി പിശാചിടുന്ന ആമേ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥനയിൽ വിടുതലുണ്ട്. പ്രവർത്തിക്കരുത്, പ്രവർത്തിയിൽ വിടുതലുണ്ട്. ഇത് മനസ്സിലാക്കി പിശാച് ശരീരത്തിൽ പോലും ചില ബലഹീനതകൾ ആത്മാവിനെ കാണിക്കുകയാണ്. ചില കൊയ്ത്ത് പോലെ ചിലതിനൊക്കെ കൊയ്തെടുക്കത്തക്കവണ്ണം, ചില അരിവാള് കൈ തന്നിരിക്കുന്ന പോലെ ചില കൃപകളെ ദൈവം തന്നുകൊണ്ട് ചില ആത്മാക്കളെ കൊയ്തെടുക്കുന്ന നിലവാരത്തിൽ ഇനിയും കർത്താവ് ചിലത് ചെയ്യാൻ പോവുകയാണ്. നിനക്ക് വിരുദ്ധമായി വരുന്ന പല ദോഷങ്ങളുണ്ട്, നിനക്ക് വിരുദ്ധമായി എഴുതുന്ന ചില ദോഷങ്ങളുണ്ട്. ഒരു ആയുധവും നിന്റെ കുടുംബത്തിനകത്ത് ഫലിക്കത്തില്ല. നിനക്ക് വിരുദ്ധമായി ഒരു കൈയെഴുത്തോ ഫലിക്കത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശു പറയാണ്, ഇതാ ഞാൻ പുതിയതായിട്ടൊന്ന് ചെയ്യാൻ പോകുന്നു, ഇതാ ഞാൻ പുതിയതായിട്ടൊന്ന് ചെയ്യാൻ പോകുന്നു. പഴയതിനെ ഓർക്കുകയും വേണ്ട, പഴയതിനെ ഓർക്കുകയും വേണ്ട, പഴയതിനെ ഓർക്കുകയും വേണ്ട. കർത്താവ് ചിലത് പുതിയതായിട്ട് ചെയ്യാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആരും അനുഭവിക്കാത്ത സന്തോഷം പലപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് യേശുവിന്റെ കൃപയാണ്, അത് യേശുവിന്റെ കൃപയാണ്. നിങ്ങളെ പലർക്കും പിടികിട്ടിയിട്ടില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പിടികിട്ടുന്ന ലെവലിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കണ്ണുനീരുകൾ ദൈവത്തിൽ എത്തിയിട്ടുണ്ട്. ചില വേദനകളും കഷ്ടങ്ങളും ദൈവം കണ്ടിട്ടുണ്ട്. ഒരു ഗതയോനെ പോലെ ഈ ദിവസങ്ങളിൽ പലരും നശിച്ചു പോകുമ്പോൾ, പലരുടെ നന്മ നശിക്കുമ്പോൾ, ആമെ മുന്തിരിച്ചക്കിനകത്ത് ബന്ധിക്കുന്നത് പോലെ പ്രാർത്ഥനയുടെ കണ്ണുനീര് വീഴുമ്പോൾ, ആമെ ദൂതൻ അടുത്ത് വന്ന് ധൈര്യപ്പെടുത്തുന്നത് പോലെ ചില ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. തലമുറയുടെ മേലിൽ ആമെ പകർന്നിരിക്കുന്നത് ആമെ കണ്ണുനീരും പ്രാർത്ഥനയുടെ പ്രതിഫലമായിട്ടാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് ഇടപെടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചെയ്യപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചെയ്യപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചെയ്യപ്പെടുകയാണ്. നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്ന ചില ഈ ലോകത്തിലെ കാര്യങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അത് നഷ്ടപ്പെടുത്താൻ ശ്രമിച്ച സമയങ്ങളുണ്ട്. പക്ഷെ അതിനോർത്ത് വിചാരപ്പെടേണ്ട, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകൾ പൊട്ടാൻ പോവുകയാണ്. ചില കെട്ടുകൾ, ചില കെട്ടുകൾ, ശത്രുവെടികൾ, ചില കെട്ടുകൾ പൊട്ടി വരാൻ പോകുന്നു. പണ്ട് ನಮ್ಮ ಊರುಗಳಲ್ಲೆಲ್ಲ ಮುಂಚೆ ಉಪವಾಸ ಪ್ರಾರ್ಥನೆಯ ಲಾಸ್ಟ್ ಸೆಷನ್ ಆಗಿ ಶನಿಯಾഴ്ച ರಾತ್ರಿ ಉಪವಾಸ ಪ್ರಾರ್ಥನೆಯ ಕೊನೆಯ ಸೆಷನ್ ಆದಂತ ಶನಿವಾರ ರಾತ್ರಿ ഏറ്റവും കൂടുതൽ അഭിഷേകം പ്രാപിക്കുന്ന രാത്രി, ಬಹಳ ಹೆಚ್ಚಾಗಿ ಅಭಿಷೇಕವನ್ನು ಹೊಂದುವಂತದ್ದು ಆ ಒಂದು ರಾತ್ರಿ ಆಗಿರುತ್ತದೆ. ಅನೇಕ ಬಿಡುಗಡೆಗಳು ನಡೆಯುವಂತದ್ದು ಆ ರಾತ್ರಿ ಆಗಿದೆ. തലേദിവസം മുതൽ ഒരുക്കമാണ്. ಯಾಕಂದ್ರೆ ಹಿಂದಿನ ದಿನದಿಂದಲೇ ಒಂದು ಸಿದ್ಧತೆ ಅವರೊಳಗಡೆ ಇರ್ತದೆ. ഈ വചനം കേൾക്കുമ്പോൾ ഒരുക്കം വരുന്നില്ലെങ്കിൽ, ಈ ವಾಕ್ಯವನ್ನ ಕೇಳುವಾಗ ಒಂದು ಸಿದ್ಧತೆ ನಮ್ಮಲ್ಲಿ ಬರದೇ ಇದ್ರೆ, ഹല്ലേലൂയ, ഒരുക്കം വരുന്നതാണ് വിടുതലിന്റെ ലക്ഷണം. ಆ ಸಿದ್ಧತೆ ಬರುವಂತದ್ದು ಬಿಡುಗಡೆ ಲಕ್ಷಣವಾಗಿದೆ. ശരിക്കും പറഞ്ഞ ചില വചനങ്ങൾ ಸರಿಯಾಗಿ ಹೇಳ್ಬೇಕಂದ್ರೆ ಕೆಲವು ವಾಕ್ಯಗಳು ഒരുക്കം വരുന്ന ലക്ഷണം
ನಮ್ಮನ್ನ ಸಿದ್ಧ ಮಾಡುವುದಕ್ಕಾಗಿ ಬರುತ್ತಿರುವುದರ ಲಕ್ಷಣ എന്തോ ഒക്കെ വിടുതലിന് വേണ്ടിയാണ്. ಏನೋ ಕೆಲವು ಬಿಡುಗಡೆಗೋಸ್ಕರವಾಗಿದೆ. ನಮ್ಮನ್ನ ಸಿದ್ಧಪಡಿಸುವ ವಾಕ್ಯಗಳನ್ನ ದೇವರು ನಮಗೆ എന്തോ വഴി ಕೊಡುತ್ತಾನೆ. തുറക്കാൻ ಯಾವುದೋ ಕೆಲವು ದಾರಿಗಳು ತೆರೆಯುವುದಕ್ಕೆ, എവിടെയോ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ಎಲ್ಲೋ ಕೆಲವು ತಡೆಗಳಿತ್ತು. ആ തടസ്സങ്ങളെ നീക്കുവാനാണ് ಆ ತಡೆಗಳನ್ನ ನೀಗಿಸುವುದಕ್ಕಾಗಿದೆ ഒരുക്കുന്ന വചനങ്ങൾ ദൈവം തരുന്നത്. ನಮ್ಮನ್ನ ಸಿದ್ಧಪಡಿಸುವ ಅಥವಾ ಸರಿಪಡಿಸುವ ವಾಕ್ಯಗಳನ್ನ ದೇವರು ನಮಗೆ ಕೊಡುವಂತದ್ದು. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. ഒരു കാര്യം, ആത്മാവിൽ ഒരുക്കത്തിന്റെ വചനം വരികയാണെങ്കിൽ, ಹಾಗಾದ್ರೆ ಪವಿತ್ರಾತ್ಮನ ಮೂಲಕವಾಗಿ ಸಿದ್ಧಪಡಿಸುವ ವಾಕ್ಯಗಳು ಬರುವುದಾದರೆ, ഒരുങ്ങാൻ കഴിയുന്നുവെങ്കിൽ, ಅದರ ಮೂಲಕವಾಗಿ ನಾವು ಸಿದ್ಧವಾಗುವುದಕ್ಕಾದ್ರೆ, ആ ഒരുങ്ങി കഴിയുമ്പോൾ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി. ಆ ಸಿದ್ಧವಾಗುವಾಗ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ವಾಗ್ದಾನಗಳನ್ನ ಪ್ರಕಟಪಡಿಸುವುದಕ್ಕೋಸ್ಕರವಾಗಿದೆ. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. രാത്രി യേശുവിന്റെ കരങ്ങളിൽ നമ്മളെ വിട്ടുകൊടുക്കുക എല്ലാവർക്കും. ಯೇಸುವಿನ ಕರಗಳಲ್ಲಿ ನಾವೆಲ್ಲರೂ ಒಪ್ಪಿಸಿಕೊಡೋಣ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കർത്താവ് അത്ഭുതത്തിന്റെ ദൈവം തന്നെ. ಕರ್ತನ ಅದ್ಭುತದ ದೇವರೇ ಆಗಿದ್ದಾರೆ. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತಾರೆ. ഒരു ഏദൻ തോട്ടം നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ಒಂದು ಏದೇನ್ ತೋಟ ನಷ್ಟವಾಗಿದ್ರೆ പലർക്കും അതൊരു ദുഃഖമുണ്ടല്ലേ? ಅನೇಕರಿಗೆ ಆದಾಮನಲ್ಲಿ ಸಂಭವಿಸಿದಂತಹ ನಷ್ಟದ ಬಗ್ಗೆ ಅನೇಕರಿಗೆ ದುಃಖ ಇದೆ ಅಲ್ವಾ? ആ ഏദൻ തോട്ടം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ട്. ಆ ಏದೇನ್ ತೋಟ ನಮಗೂ ಸಿಕ್ಕಿದ್ರೆ ಎಂಬುದಾಗಿ ಆಸೆ ಪಡುವಂತವರಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. അതിനുവേണ്ടി എല്ലാവരും കൈവക്കാൻ പറഞ്ഞ് ചാടി പൊക്കിയിരിക്കും. ഹല്ലേലൂയ. ಯಾರಿಗೆಲ್ಲ ಏದೇನ್ ತೋಟ ನೋಡ್ಬೇಕು, ಅದರಲ್ಲಿ ಇರಬೇಕು ಎಂಬುದಾಗಿ ಆಸೆ ಪಡ್ತೀರಾ ಎಂಬುದಾಗಿ ಕೇಳಿದ್ರೆ ಎಲ್ಲರೂ ಕೈ ಎತ್ತುತ್ತಿಲ್ಲ. ആ ഒരു ഏദൻ തോട്ടം നഷ്ടപ്പെട്ടാൽ, ಆ ಒಂದು ಏದೇನ್ ತೋಟ ನಷ್ಟವಾದ್ರೆ അതിനേക്കാൾ ശ്രേഷ്ഠകരമായി ಅದಕ್ಕಿಂತಲೂ ಶ್ರೇಷ್ಠವಾಗಿ ദൈവം ದೇವರು സ്വർഗവും ಪರಲೋಕವನ್ನ, സ്വർഗാദി സ്വർഗവും ಆ ಸ್ವರ್ಗಾದಿ ಸ್ವರ್ಗವನ್ನ നമുക്ക് വേണ്ടി അവിടെ വീടൊരുക്കി. ನಮಗಾಗಿ ಅಲ್ಲಿ ಬಿಡಾರಗಳನ್ನ ಸಿದ್ಧ ಮಾಡಿ, അങ്ങനത്തെ ഒരു സ്ഥലം ഇനി നമുക്ക് ഒരുക്കിയിരിക്കും. ಆ ರೀತಿಯಾದ ಒಂದು ಸ್ಥಳವಾಗಿದೆ ನಮಗಾಗಿ ಸಿದ್ಧವಾಗಿರುವಂತದ್ದು. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ದೇವರ ಕಾರ್ಯಗಳು ಇಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತಾ ಇರುವುದಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ അപ്പോസ്തല ಮಾಡ್ತೇನೆ. പ്രവൃത്തിയുടെ ഒരു ഭാഗം നമ്മൾ വായിക്കാൻ പോകുന്നു. ನಾವು ಈ ರಾತ್ರಿ ಅಪೊಸ್ತಲರ ಕೃತ್ಯದಲ್ಲಿ ಒಂದು ವಾಕ್ಯವನ್ನು ಓದಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದೇವೆ. ഹല്ലേലൂയ. അതിന്റെ 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. ಅದರ 2ನೇ ಅಧ್ಯಾಯದ 24ನೇ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳು 2ನೇ ಅಧ್ಯಾಯ 24ನೇ ವಾಕ್ಯ. ಆತನನ್ನು ದೇವರು ಮರಣ ವೇದನೆಗಳಿಂದ ಬಿಡಿಸಿ ಎಬ್ಬಿಸಿದನು. ಯಾಕಂದರೆ ಮರಣವು ಆತನನ್ನು ಹಿಡುಕೊಂಡಿರುವುದು ಅಸಾಧ್ಯವಾಗಿತ್ತು. ഹല്ലേലൂയ. ಆಮೆನ್. സ്തോത്രം ചെയ്യുന്നു. ദൈവമോ മരണപാശങ്ങൾ അഴിച്ചിട്ട് ದೇವರು ಮರಣ ವೇದನೆಗಳಿಂದ ಬಿಡಿಸಿ അവനെ ഉയർത്തെഴുന്നേൽപ്പി. ಆತನನ್ನು ಎಬ್ಬಿಸಿದನು. ഹല്ലേലൂയ. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ಮರಣವು ಆತನನ್ನು ಹಿಡಿದುಕೊಂಡಿರುವುದು ಅಸಾಧ್ಯವಾಗಿತ್ತು. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. ഇതിനെ മരണത്തിനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ಇದನ್ನ ಮರಣಕ್ಕೆ ಹಿಡಿದಿಡುವುದಕ್ಕಾಗುವುದಿಲ್ಲ. അതിന്റെ സമയം കഴിഞ്ഞുപോയി. ಅದರ ಸಮಯ ಮುಗಿದು ಹೋಯ್ತು. ഹല്ലേലൂയ. എല്ലാവർക്കും ഭയമായതാണ് മരണം. ಎಲ್ಲರಿಗೂ ಭಯ ಇರೋದೇನು ಮರಣ. ചില വലിയ വലിയ രോഗങ്ങൾ വരുമ്പോൾ അപ്പുറം ഒരു മരണം ഉണ്ടെന്ന് പറഞ്ഞ് പേടിക്കാറുണ്ട്. ಕೆಲವು ದೊಡ್ಡ ರೋಗಗಳು ಬರುವಾಗ ಅದರಿಂದ ಆಚೆ ಒಂದು ಮರಣ ಇದೆ ಎಂಬುದಾಗಿ ಅವರು ಭಯಪಡ್ತಾರೆ. ഏദൻ തോട്ടത്തിന് ശേഷം സംഭവിച്ചാണ് മരണം. ಏದೇನ್ ತೋಟದ ನಂತರದಲ್ಲಿ ಸಂಭವಿಸಲಿಕ್ಕೆ ಆರಂಭವಾಗಿದ್ದಾಗಿದೆ ಮರಣ. എല്ലാത്തിന്റെ അവസാനം മരണം. ಎಲ್ಲದರ ಕೊನೆಯು ಮರಣವಾಗಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ಎಲ್ಲರೂ ಭೀತಿ ಉಂಟಾಗುತ್ತಾ ಇರುವಂತ, ಎಲ್ಲರಿಗೂ ಭೀತಿ ಉಂಟಾಗುತ್ತಾ ಇರುವಂತ ಒಂದು ವಿಷಯವಾಗಿದೆ ಮರಣ. എല്ലാവരും സ്റ്റക്ക് ആകുന്ന വിഷയം അവിടെയാണ്. ಎಲ್ಲರೂ ಸ್ಟ್ರಕ್ ಆಗುವಂತದ್ದು ಆ ವಿಷಯದಲ್ಲಿ. എല്ലാവരും അവിടെ നമ്മളെ ചിന്തിക്കുന്നത്. ಎಲ್ಲರೂ ಆ ವಿಷಯ ಬರುವಾಗಿದೆ ಚಿಂತೆ ಮಾಡೋದು. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അവർക്ക് ഭയമുണ്ടാകുന്നത്. ಹಾಗೆ ಸಂಭವಿಸುವಾಗಿದೆ ಅವರಿಗೆ ಭಯ ಉಂಟಾಗುವುದು. എന്നാൽ ഇവിടെ വായിക്കപ്പെടുന്നു, ಅದ್ರಲ್ಲಿ ಓದುತ್ತೇವೆ, ദൈവമോ ದೇವರು മരണപാശങ്ങളെ അഴിച്ചു. ಮರಣದ ವೇದನೆಗಳನ್ನ ಬಿಡಿಸಿದನು. അഴിച്ചിട്ട് ಬಿಚ್ಚಿ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ಬಿಡಿಸಿ ಆತನನ್ನ ಎಬ್ಬಿಸಿದನು. ഹല്ലേലൂയ. ಆಮೆನ್. മരണപാശങ്ങളെ ദൈവം അഴിച്ചു. ಮರಣದ ವೇದನೆಗಳನ್ನ ದೇವರು ಬಿಚ್ಚಿದನು. എന്നിട്ട് തന്റെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ನಂತರ ತನ್ನ ಕುಮಾರನನ್ನ ದೇವರು ಎಬ್ಬಿಸಿದನು. മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്ത വിധത്തിൽ, ಮರಣವು ಹಿಡಿದಿಡತಕ್ಕ ರೀತಿಯಲ್ಲಿ, ಹಿಡಿದಿಡುವುದಕ್ಕೆ ಆಗದ ರೀತಿಯಲ್ಲಿ, മരണം സാധിക്കുകയില്ലെന്ന് ഇവിടെ പറയാൻ തുടങ്ങി. ಮರಣವು ಆಗೋದಿಲ್ಲ ಎಂಬುದಾಗಿ ವಾದಿಸುವುದಕ್ಕೆ ഇതിനെ ಆರಂಭಿಸಿತು. പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ಇನ್ನು ಹಿಡಿದಿಡಕ್ಕಾಗುವುದಿಲ್ಲ. ഒരു ദിവസം തന്നെ മരണം ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാ യേശു കല്ലറിയിരിക്കുന്നത്. ಒಂದು ದಿನವೇ ಮರಣ ಬಹಳ ಕಷ್ಟ ಪಡ್ಕೊಂಡಾಗಿದೆ ಯೇಸುವನ್ನ ಅಲ್ಲಿ ಹಿಡಿದಿಟ್ಟಿರುವ. കാരണം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. ಯಾಕಂದ್ರೆ ಯೇಸುವನ್ನ ಹಿಡಿದು ಆ ಸಮಾಧಿ ಒಳಗಡೆ ಯೇಸುವನ್ನ ಹಿಡಿದಿಟ್ಕೊಳ್ಳಕ್ಕೆ ಮರಣಕ್ಕೇನೆ ಆಗುವುದಿಲ್ಲ. ഉയർത്തു പോകാതിരിക്കാൻ വേണ്ടി ಪುನರುತ್ಥಾನನಾಗಿ ಹೋಗದೆ ಇರಲಿಕ್ಕೆ മുമ്പിൽ കല്ലറ നിൽക്കുന്നു. ಮುಂಭಾಗದಲ್ಲಿ ಒಂದು ಕಲ್ಲು ಉರುಳಿಸಲ್ಪಟ್ಟಿದೆ. കല്ല് നിൽക്കുന്നു. ಕಲ್ಲು ಉರುಳಿಸಲ್ಪಟ್ಟಿದೆ. ആമേ വലിയൊരു കല്ല് വെച്ചിരിക്കുന്നു. അതോടെ എല്ലാം തീർന്നു വിധി എഴുതുമ്പോൾ, ಮರಣಕ್ಕೆ ಎಲ್ಲವೂ ಮುಗಿಯಿತು ಎಂಬುದಾಗಿ ವಿಧಿ ഈ ಬರೆದಾಗ, മിലിಟറി നിൽക്കുമ്പോൾ, ಈ ಸಿಪಾಯಿಗಳು ನಿಂತಿರುವಾಗ, ഈ കല്ല് നിൽക്കുമ്പോൾ, ಈ ಕಲ್ಲು ನಿಂತಿರುವಾಗ, ഗവൺമെന്റിന്റെ സീല് നിൽക്കുമ്പോൾ, ಗವರ್ಮೆಂಟ್ ನ ಮುದ್ರೆ ನಿಂತಿರುವಾಗ, ആമേ ആ മരണം പിടിച്ചു വെച്ച് നിർത്തുമ്പോൾ, ಆ ಮರಣವು ಯೇಸುವನ್ನ ಹಿಡಿದಿಡುವುದಕ್ಕಾಗಿ ನೋಡುವಾಗ, ഇവർക്ക് മൂന്ന് കൂട്ടർക്കും ಈ ಮೂರು ಗುಂಪಿಗೂ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. ಯೇಸುವನ್ನ ಹಿಡಿದಿಟ್ಕೊಳಕ್ಕಾಗ್ತಾ ಇಲ್ಲ.
മരണത്തിന്റെ അധികാരി ಮರಣದ ಅಧಿಕಾರಿ പിശാചാണ്. ಸೈತಾನನಾಗಿದ್ದಾನೆ. പിശാചിനെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. ಸೈತಾನನಿಗೆ ಹಿಡಿದಿಡುವುದಕ್ಕಾಗುತ್ತಾರೆ. കാരണം മരണത്തിന്റെ പാശങ്ങളെ ಯಾಕಂದ್ರೆ ಮರಣ ವೇದನೆಗಳನ್ನು ദൈവം അഴിച്ചു. ದೇವರು ಬಿಡಿಸಿದರು. അഴിക്കുക എന്ന് പറയുന്ന അർത്ഥം ಬಿಚ್ಚುವುದು ಎಂಬ ಮಾತಿನ ಅರ್ಥ അഴിച്ചു കഴിയുമ്പോൾ അവൻ സ്വതന്ത്രനാകുക. ಬಿಚ್ಚುವಾಗ ಅವನು ಸ್ವತಂತ್ರನಾಗುತ್ತಾನೆ. അഴിച്ചു കഴിയുമ്പോൾ അവൻ ഫ്രീ ആകുക. ಒಬ್ಬ ವ್ಯಕ್ತಿ ಬಿಚ್ಚಲ್ಪಡುವಾಗ ಅವನು ಸ್ವತಂತ್ರನಾಗುತ್ತಾನೆ. യേശു ക്രിസ്തുവിന് ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ മരണഭാഷങ്ങൾ അഴിക്കേണ്ട കാര്യമില്ല. ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಮರಣದ ಭಾಷೆಗಳನ್ನ ಬಿಡಿಸುವಂತ ಅಗತ್ಯವಿಲ್ಲ. അവനെ ആമെ ഒതുക്കുവാൻ കഴിയത്തില്ല. ಯಾಕಂದ್ರೆ ಅವನನ್ನು ಅಡಗಿಸುವುದಕ್ಕೆ എന്നാ ಆಗುವುದಿಲ್ಲ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ಆದ್ರೆ ನಮಗಾಗಿ ನಿಮಗಾಗಿ ആമെ ദൈവം ದೇವರು മരണഭാഷകളെ അഴിക്കുകയാണ്. ಮರಣ ವೇದನೆಗಳನ್ನು ಮರಣ ಭಾಷೆಗಳನ್ನು ಬಿಚ್ಚುತ್ತಿದ್ದಾನೆ. അതുകൊണ്ട് പൗലോസ് ಆದ ಕಾರಣ ಪೌಲನು പിശാചിനോട് ചോദിക്കുകയാണ്, ಸೈತಾನನಿಗೆ ಕೇಳ್ತಿದ್ದಾನೆ, മരണമേ നിന്റെ വിഷമുള്ളവിടെ, ಮರಣವೇ ನಿನ್ನ ವಿಷದ ಕೊಂಡಿಯಲ್ಲಿ, മരണമേ നിന്റെ വിഷമുള്ള ഇപ്പോൾ എവിടെ പോയി, ಮರಣವೇ ನಿನ್ನ ವಿಷದ ಕೊಂಡಿ ಇವಾಗ ಎಲ್ಲೋಯ್ತು. ആത്മാവിൽ വീണിച്ച ദൈവമക്കൾക്ക് ದೇವರ ಆತ್ಮದಿಂದ ಹೊಸದಾಗಿ ಹುಟ್ಟಿದ ದೇವರ ಮಕ್ಕಳಿಗೆ അവർക്ക് ഇനി മരണമില്ല. ಅವರಿಗಿನ್ನು ಮರಣವಿಲ್ಲ. ഒരിക്കലായിട്ട് മരണം നീങ്ങി. ಒಮ್ಮೆ ಮರಣವು ನೀಗಿತ್ತು. എന്റെയും നിങ്ങളുടെയും മരണം ನಿಮ್ಮ ಮರಣ ഒരിക്കലായിട്ട് ಒಮ್ಮೆಗೆ യേശു ಕ್ರಿಸ್ತುവിലൂടെ ಒಮ್ಮೆ ಒಂದು ಸಾರಿ ಯೇಸು ಕ್ರಿಸ್ತನ ಮೂಲಕ നീങ്ങിപ്പോയി. ನೀಗಿ ಹೋಯಿತು. ഇനി ആ മരണത്തോട് ആരും പേടിക്കണ്ട. ಇನ್ನು ಆ ಮರಣವನ್ನ ನೆನೆಸಿ ಯಾರು ಭಯಪಡೋದು ಬೇಡ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറ, ഇനി മരണത്തെ നിങ്ങൾ പേടിക്കേണ്ട ಪಕ್ಕದಲ್ಲಿ കാര്യമില്ല. ನಿಮಗೆ ಕೈ ಕೊಟ್ಟರೆ ನೀವಿನ್ನು ಮರಣಕ್ಕೆ ಭಯಪಡೋದು കാരണം ಅಗತ್ಯವಿಲ್ಲ. മരണഭാഷകളെ ദൈവം അഴിച്ചു മാറ്റി കഴിഞ്ഞു. ಯಾಕಂದ್ರೆ ಮರಣದ ಭಾಷೆಗಳನ್ನ ಯೇಸು ആ ಬಿಚ್ಚಿದ್ದಾನೆ. ഭയം പലരും മാറുന്ന ആത്മാവിൽ ഞാൻ കാണുന്നു. ಆ ಭಯವು ಅನೇಕರಿಂದ ಬಿಚ್ಚಲ್ಪಡುವುದನ್ನ ನಾನು ಆತ್ಮದಲ್ಲಿ ഇനി ಕಾಣ್ತಿದ್ದೇನೆ. വരാൻ പോകുന്നത് പ്രമോഷനാണ്. ಇನ್ನು ನೀವು ಬರ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇರೋದು ಪ್ರಮೋಷನ್ ಆಗಿದೆ. ഇനി മരണമല്ല, ಇದು ಮರಣವಲ್ಲ. ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ട് ಅದನ್ನ ಶರೀರದಿಂದ ನೀಗಿಸಿ ഒരു സ്വർഗീയ ഭവനത്തിലേക്ക് ಒಂದು ಪರಲೋಕದ ಭವನಕ್ಕೆ ഒരു പ്രമോഷൻ തരാൻ പോകുന്നത്. ಒಂದು ಪ್ರಮೋಷನ್ ಆಗಿದೆ ನಿಮಗೆ ಬರ್ಲಿಕ್ಕೆ കാരണം ಹೋಗ್ತಿರೋದು. മരണം മുമ്പിൽ ഉണ്ടായിരുന്നു. ಯಾಕಂದ್ರೆ ಮರಣ ಮುಂಚೆ ನಿಮಗಿತ್ತು. പലരും അത് പിടിച്ചു വെച്ചു. ಅನೇಕರು ನಾವು ಹಿಡಿದಿಟ್ಟಿತ್ತು. ഇനി പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. ಇನ್ನು ಮರಣವು ಹಿಡಿದಿಡುವಂತದ್ದು ಅಸಾಧ್ಯ. ഇനി അസാധ്യമാണ്. ಇನ್ನದು ಅಸಾಧ್ಯ. ദൈവം അതിനെ അഴിച്ചു മാറ്റി. ದೇವರನ್ನ ಬಿಚ್ಚಿ ಬಿಸಾಡಿದನು. യേശു ആമേ കാൽവരി ക്രൂശിലൂടെ ಕಲ್ವಾರಿ ಶಿಲುಬೆ ಮೂಲಕ അവൻ മരിച്ചു. ಆತನು ಸತ್ತನು. അവസാന മരണം. ಕೊನೆಯ ಮರಣವದು. അവസാന മരണം. ಅದೊಂದು ಕೊನೆಯ ಮರಣ. ഇതെന്താ ഇങ്ങനെ പറയാൻ ചിന്തിക്കും അല്ലേ? ಇದು ಯಾಕೆ ಈ ರೀತಿ ಹೇಳ್ತಿದ್ದೀರಾ ಎಂಬುದಾಗಿ ನೀವು ಕೇಳಬಹುದು. ന്യായപ്രമാണം സംബന്ധിച്ച്, ಧರ್ಮಶಾಸ್ತ್ರಕ್ಕೆ ಅನುಗುಣವಾಗಿ, പഴയ നിയമം സംബന്ധിച്ച്, ಹಳೆ ಉಡಂಬಡಿಕೆ ಸಂಬಂಧಪಟ್ಟದ್ದು, ഏദൻ തോട്ടത്തിൽ ಏದೇನ್ ತೋಟದಲ್ಲಿ മനുഷ്യൻ മുഖാന്തരം മരണമുണ്ടായി. ಮನುಷ್ಯನ ಮೂಲಕ, ಒಬ್ಬ ಮನುಷ್ಯನ ಮೂಲಕ ಮರಣ ആ ಉಂಟಾಯಿತು. മരണം വെല്ലുവിളിച്ചു. ಆ ಮರಣವು ಸವಾಲನ್ನ ಎರಗಿತು. അതിനെ മരണത്തിലേക്ക് കൊണ്ടുപോയി. ಅನೇಕರನ್ನ ಆ ಮರಣವು ಮರಣಕ್ಕೆ ಎಳಕೊಂಡೋಯಿತು. അതിനെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ಅನೇಕರನ್ನ ಅದು ಆ ಮರಣಕ್ಕೆ ಎಳಕೊಂಡೋಯಿತು. അവസാനം ಕೊನೆದಾಗಿ യേശുവിന്റെ മേൽ അത് വന്നു. ಯೇಸುವಿನ ಮೇಲೂ ಅದು ಬಂತು. പക്ഷേ ಆದರೆ യേശുവിനെ പിടിച്ചു വെക്കുന്നത്, മരണം പിടിച്ചു വെക്കുന്നത്, ಆದ್ರೆ ಯೇಸುವನ್ನ ಮರಣವು ಹಿಡಿದಿಟ್ಟಿರೋದು, മരണം പിടിച്ചു വെക്കുന്നത് ಮರಣ ಹಿಡಿದಿಟ್ಟಿರೋದು അസാധ്യമായിരുന്നു. ಅಸಾಧ್ಯವಾಗಿತ್ತು. ദൈവമോ ದೇವರು മരണത്തിന്റെ പാശങ്ങളെ അഴിച്ചു. ದೇವರು ಮರಣದ ವೇದನೆಗಳಿಂದ ಬಿಡಿಸಿದನು. അവനെ ಅವನನ್ನು ഉയർത്തെഴുന്നേൽപ്പിച്ചു. ಎಬ್ಬಿಸಿದನು, ಪುನರುತ್ಥಾನಗೊಳಿಸಿದನು. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ಆತನನ್ನು ಪುನರುತ್ಥಾನಗೊಳಿಸಿದನು. മിലിಟറികൾ എവിടെ പോയെന്ന് അറിയത്തില്ല. ಸಿಪಾಯಿಗಳು ಎಲ್ಲ ಓಡೋದ್ರು ಗೊತ್ತಿಲ್ಲ. കല്ലുരുണ്ടി മാറി എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ಕಲ್ಲು ಉರುಳಿಸಲ್ಪಟ್ಟು ಎಲ್ಲಿಗೆ ಹೋಯ್ತು ഇന്ന് ಗೊತ್ತಿಲ್ಲ. രാത്രി ചില ആഭിചാര കെട്ടുകൾ അഴിയുക. ಇವತ್ತು ರಾತ್ರಿ ಆ ರೀತಿಯಾದ ಕಟ್ಟುಗಳು ವಿಚಾರಪಡುತ್ತವೆ. ആഭിചാരത്തില മിലിಟറികൾ വിട്ടുപോകാൻ പോകുന്നു. ಮಾಟ ಸಿಪಾಯಿಗಳು ಓಡುತ್ತಾ ಇದ್ದಾರೆ. ചില ആഭിചാര കല്ലുകൾ ഉരുണ്ടുപോകാൻ പോകുന്നു. ಮಾಟ ಮಂತ್ರದ ಕಲ್ಲುಗಳು ചില ಉರುಳಿಸಲ್ಪಡುತ್ತವೆ. കുടുംബത്തിന് വിരുദ്ധമായി, ಕೆಲವು ಕುಟುಂಬಕ್ಕೆ ചില ವಿರುದ್ಧ, തലമുറയ്ക്ക് വിരുദ്ധമായി ಮಕ್ಕಳಿಗೆ ವಿರುದ್ಧವಾಗಿ ചെയ്തു വെച്ചിരിക്കുന്ന ആഭിചാര ശക്തികൾ ಮಾಡಿಟ್ಟಿರುವ ಕೆಲವು ಮಾಟ ಶಕ್ತಿಗಳು ആമെ കല്ലുരുണ്ട് മാറിയതുപോലെ, ಆ ಸಮಾಧಿಯ ಕಲ್ಲು ಉರುಳಿಸಲ್ಪಟ್ಟ ആമെ മരണ പാശങ്ങളെ അഴിച്ചു നീക്കിയതുപോലെ ಮರಣ ಭಾಷೆಗಳನ್ನ ಬಿಚ್ಚಿ ചിലതിന്ന് ಬಿಸಾಡಿದ രാത്രി അഴുകി മാറുകയാണ്. ಕೆಲವೆಲ್ಲ ಈ ರಾತ್ರಿ ಬಿಚ್ಚಲ್ಪಡುತ್ತಾ ಇದೆ. ചിലതിന്ന് രാത്രി അഴുകി മാറുകയാണ്. ಕೆಲವು ತಂತ್ರಗಳು ಈ ರಾತ್ರಿ ಬಿಚ್ಚಲ್ಪಡುತ್ತಾ ഓ, ಇದೆ. നിനക്ക് വിരുദ്ധമായി, ನಿನಗೆ ವಿರುದ್ಧವಾಗಿ, നിന്റെ തലമുറയ്ക്ക് വിരുദ്ധമായി, ಸಂತತಿಗೆ ವಿರುದ್ಧವಾಗಿ, നിനക്ക് വിരുദ്ധമായി, ನಿನಗೆ ವಿರುದ್ಧವಾಗಿ, നിങ്ങളറിയാതെ ನಿಮಗೆ ತಿಳಿಯದೆ നിനക്ക് വിരുദ്ധമായി ചെയ്തിരിക്കുന്ന ನಿಮಗೆ ವಿರುದ್ಧವಾಗಿ ಮಾಡಿರುವ ചില ശത്രുവിന്റെ ഗൂഢ പദ്ധതികൾ പൊളിയാൻ പോവുകയാണ്. ಕೆಲವು ವೈರ್ಯ ನಿಗೂಢವಾದ ಯೋಜನೆಗಳು ಒಡೆಯಲ್ಪಡುವುದಕ್ಕೆ പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ ತಂದೆಗಳ ಕಾಲದಿಂದ മരണം വെല്ലുവിളിച്ചു നിൽക്കുന്ന മരണത്തെ, ಸವಾಲೊಟ್ಟು ನಿಂತಿರುವಂತ ಈ ಮರಣವನ್ನ, ചില മരണത്തെ, ಕೆಲವು ಮರಣವನ್ನ ആമെ ഇവിടെ ആമെ അഴിച്ചു മാറ്റുക. ಇಲ್ಲಿ ಕರ್ತನು ಬಿಚ್ಚಿ ಬಿಸಾಡುತ್ತಿದ್ದಾರೆ. അവസാന മരണം യേശുവിന്റെ. ಕೊನೆಯ ಮರಣ ಯೇಸುವಿನದಾಗಿತ್ತು. പലർക്കും ഇത് മനസ്സിലായിട്ടില്ല. ಅನೇಕರಿಗೆ ಈ ಮಾತಿನ ಅರ್ಥ ಆಗ್ತಾ ಇಲ್ಲ. അവസാന മരണം യേശുവിന്റെ. ಕೊನೆಯ ಮರಣ ಯೇಸುವಿನದು. ഇനി പല ഭക്തന്മാരുടെയും ಅನೇಕ ಭಕ್ತರುಗಳ, പലരുടെയും ಅನೇಕರ, മുമ്പുണ്ടായ പലരുടെയും ಅದಕ್ಕಿಂತ ಮುಂಚೆ ಇದ್ದ ಅನೇಕರ അവസാന മരണത്തിലേക്ക് ಕೊನೆಯ ಆ ಮರಣಕ್ಕೆ യേശുവിന്റെ മേൽ വന്നപ്പോൾ ಯೇಸು ಆ ಎಲ್ಲ ಪಿತೃಗಳನ್ನ ದಾಟಿ ಇനി ಈಗ ಯಾರೆയും, ಆ ಮರಣವು ಯೇಸುವಿನ ಮೇಲೆ ಬಂದಿರುವಾಗ ഇനി ആരെയും ദൈവമക്കളെ ആരുടെയും, ಇನ್ನು ದೇವರ ಮಕ್ಕಳಲ್ಲಿ ಯಾರನ್ನು ಕೂಡ ആമെ വീണ്ടെടുക്കപ്പെട്ട ആരുടെയും ವಿಮೋಚಿಸಲ್ಪಟ್ಟ ಹೊಸದಾಗಿ അവർക്ക് ഇനി മരണമില്ല. ಅವರಿಗೆ ಇನ್ನು ಮರಣವಿಲ್ಲ. മരണം ഒരിക്കലായിട്ട് നീങ്ങി. ಮರಣ ಒಂದೇ ಸಾರಿ ನೀಗಿತು. എവിടെ വെച്ച്? ಎಲ್ಲಿ? കാൽവരി ക്രൂശിൽ ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ യേശു മരിക്കേണ്ട കാര്യമില്ല. ಯೇಸು ಮರಣಿಸಬೇಕಾದ ಅಗತ್ಯವಿಲ್ಲ. എന്റെയും നിങ്ങളുടെയും ನಮ್ಮ ಮತ್ತು ನಿಮ್ಮ മരണത്തെ ಮರಣವನ್ನ യേശു നീക്കി ಯೇಸು ഒരു ನೀಗಿಸಿದರು. പുതിയ വെളിപ്പാട് ಅದು ಹೊಸ എന്റെ ಪ್ರಕಟಣೆ അകത്ത് ನನ್ನ ಒಳಗಡೆ കർത്താവ് ഇന്ന് രാത്രി ಕರ್ತನ ಈ ರಾತ್ರಿ പകരുകയാണ്. ಹರಡುತ್ತಾ
ಹೇಳುತ್ತಿದ್ದಾನೆ. 3 ವಿಷಯವೇ, 3 ವಿಷಯವೇ ಮರಣത്തിലൂടെ ಮರಣದ ಮೂಲಕ ഞാൻ മെസ്സേജ് പറഞ്ഞിട്ടുള്ളൂ. ನಾನು ಹಲ್ಲೆಲೂಯಾ ಹಲ್ಲೆಲೂಯಾ ನಾನು ಸಂದೇಶವನ್ನು ಕೊಟ್ಟಿರುವುದು. ഒന്നാമത്തേത് ಒಂದನೇ ಸಾರಿ പാപത്തിന്റെ വിമോചനം, ಪಾಪದ ವಿಮೋಚನೆ, 2 രോഗശാന്തി മരണത്തോടെ, ಎರಡನೇದು ರೋಗದ ಸೌಖ್ಯ ಆ ಮರಣದ ಮೂಲಕ, 3 ശാപത്തിനുള്ള വിടുതൽ, ಮೂರನೇದು ಆ ಮರಣದ ಪ್ರತಿಫಲವಾಗಿರುವ ಶಾಪದಿಂದಿರುವ ಬಿಡುಗಡೆ, 4ാമത് നമ്മുടെ ആത്മാവ് പറയുന്നു 4ನೇದಾಗಿ ದೇವರಾತ್ಮ ಹೇಳ್ತಿದ್ದಾನೆ മരണപാശത്തിനുള്ള വിടുതൽ. ಮರಣ ಪಾಶಗಳಿಗಿರುವಂತ ಬಿಡುಗಡೆ. യേശു അടിപ്പിടരെ ശരീരത്തിലേറ്റത് ಪಾಸುಂಡೆಗಳನ್ನ ಶರೀರದಲ್ಲಿ രോഗ ತೆಗೆದುಕೊಂಡು സൗഖ്യത്തിനാണെങ്കിൽ, ರೋಗ ಸೌಖ್ಯಕ್ಕಾಗಿದ್ರೆ, യേശു ക്രൂശിൽ കയറിയത് ಯೇಸು ಶಿಲುಬೆಗೆ ಏರಿತು ശാപമോചനത്തിനാണെങ്കിൽ, ಶಾಪ ವಿಮೋಚನೆಗಾಗಿದೆ, യേശു മരിച്ചത് ಯೇಸು ಸತ್ತಿದ್ದು പാപമോചനത്തിനാണെങ്കിൽ, ಪಾಪದ ವಿಮೋಚನೆಗಾಗಿದೆ, എല്ലാവരുടെ മേലുള്ള മരണം, ಎಲ್ಲರ ಮೇಲಿರುವ ಮರಣ, പാപ സംബന്ധമായി വന്ന മരണം, ಪಾಪದ ಸಂಬಂಧವಾಗಿ ಬಂದ ಮರಣ, പാപം ചെയ്ത ദേഹി മരിക്കണം. ಪಾಪ ಮಾಡಿದ ದೇಹವು ಸಾಯಬೇಕು. എവിടെയാ കൊടുത്തിരിക്കുന്നത്? ಎಲ್ಲ ಎಲ್ಲಿ ಬರೆದಿದೆ? യെഹെസ്കേൽ പ്രവാചകൻ ಯೆಹೆಜ್ಕೇಲನು ಬರೆದ ഇങ്ങനെ ಪ್ರವಾದನೆ പറയുന്നു, ಈ ರೀತಿ ಹೇಳ್ತಾರೆ, പാപം ചെയ്ത ദേഹി ಪಾಪ ಮಾಡಿದ ದೇಹ മരിക്കണം. ಸಾಯಬೇಕು. കാരണം ഏദൻ തോട്ടത്തിൽ വെച്ച് ಏದೇನ್ ತೋಟದಲ್ಲಿ പാപ മരണത്തിലേക്ക് കൊണ്ടുവന്നു. ಪಾಪವು ಮರಣವನ್ನೇ ಎಸಗಿತು. ആ പാപമെല്ലാം ಆ ಪಾಪವೆಲ್ಲ ദൈവം ದೇವರು തന്റെ സ്വന്തം പുത്രന്റെ മേൽ ತನ್ನ ಸ್ವಂತ ಪುತ್ರನ ആക്കി വെച്ചിട്ട് ಮೇಲಿಟ್ಟು എല്ലാ ಮೇಲೊಡಿಸಿ എല്ലാ മാനവരാശിയുടെ ಎಲ್ಲಾ ಮಾನವ ಸಂತತಿಯ മുഴുവൻ പാപവും ಎಲ್ಲಾ ಪಾಪವು യേശുവിന്റെ മേൽ വന്നിട്ട് ಯೇಸುವಿನ ಮೇಲೆ ಹೊರಿಸಿ യേശു കാൽവരിയിൽ മരിച്ചു. ಯೇಸು ಕಲ್ವಾರಿಯಲ್ಲಿ ಸತ್ತರು. എല്ലാവരും യേശുവിലുണ്ട് ಎಲ್ಲರೂ ಯೇಸುವಿನಲ್ಲಿದ್ದಾರೆ എന്ന് വിശ്വസിക്കുന്ന, ಎಂಬುದಾಗಿ ನಂಬುವ, പാപം ഏറ്റവർക്ക് ഉപേക്ഷിച്ച ಪಾಪವನ್ನು ಅರಿಕೆ ಮಾಡಿ ಬಿಟ್ಟು ಬಿಡುವ, ഞാനും നിങ്ങളും ನಾನು ನೀವು യേശുവിനെ ಯೇಸುವನ್ನ എനിക്ക് വേണ്ടി മരിച്ചു. യേശു ನಮಗಾಗಿ ಸತ್ತನು. ಯೇಸು എനിക്ക് വേണ്ടി യേശു മരിച്ചു. ಯೇಸು ನಮಗಾಗಿ ಸತ್ತನು. ഞാൻ പാപങ്ങളെ ഏറ്റു പറഞ്ഞു. ನಾನು ಪಾಪವನ್ನು ಅರಿಕೆ എന്റെ ಮಾಡಿದೆ. പാപം യേശുവിലേക്ക് നീങ്ങി. ನನ್ನ ಪಾಪವು ಯೇಸುವಿನ ಮೇಲೆ ഇനി ഞാൻ മരിക്കേണ്ട കാര്യമില്ല. ನಾನು ಸಾಯಬೇಕಾಗಿಲ್ಲ. യേശു മരിച്ചു. ಯೇಸು ಸತ್ತನು. എന്നാൽ യേശു മരിച്ചപ്പോൾ ಆದ್ರೆ ಯೇಸು ಸತ್ತಾಗ ഒരു പ്രത്യേകത ഉണ്ടായി. ಒಂದು ವಿಶೇಷತೆ ಉಂಟಾಯಿತು. ആമേ പിശാചിന് ಸೈತಾನನಿಗೆ യേശുവിനെ ಯೇಸುವನ್ನ മരണത്തിൽ ಮರಣದಲ್ಲಿ പിടിച്ചു വെക്കാൻ കഴിയില്ല. ಹಿಡಿದಿಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗಲಿಲ್ಲ. അസാധ്യമായി. ಅದು ಅಸಾಧ್ಯವಾಗಿತ್ತು. യേശു ഉയർത്തെഴുന്നേറ്റോടി ಯೇಸು ಪುನರುತ್ಥಾನನಾದದರ ನಿಮಿತ್ತ അവനോടി ನಾವು ಆತನೊಂದಿಗೆ മരണത്തിന്റെ പങ്കാളിയായി. ಮರಣದಲ್ಲಿ ಪಾಲುಗಾರರಾದ യേശു ഉയർത്തതുപോലെ, ಯೇಸು ಎಬ್ಬಿಸಲ್ಪಟ್ಟ ಹಾಗೆ, മരണത്തിൽ നിന്ന് ജയിച്ചു ഉയർത്തതുപോലെ ಮರಣದಿಂದ ಜಯಿಸಿ ಎಬ್ಬಿಸಲ್ಪಟ್ಟ ಹಾಗೆ നമ്മുടെ പാപം യേശുവിലേക്കെപ്പോൾ ನಮ್ಮ ಪಾಪ ಯೇಸುವಿನ ಮೇಲೆ യേശു ಹೊರಿಸಲ್ಪಟ್ಟಾಗ, ഉയർത്തെഴുന്നേറ്റതുപോലെ ಯೇಸು ಎಬ್ಬಿಸಲ್ಪಟ್ಟ ಹಾಗೆ ആത്മാവിനാലും ಆತ್ಮದಿಂದಲೂ വചനത്താലും ವಾಕ್ಯದಿಂದಲೂ വെള്ളത്താലും ನೀರಿನಿಂದಲೂ വീണ്ടും ജനിക്കുമ്പോൾ ಹೊಸದಾಗಿ ಹುಟ್ಟುವಾಗ മരണം നമ്മൾ നീങ്ങിപ്പോയി. ಮರಣವು ನಮ್ಮಿಂದ ನೀಗಿತು. അതാണ് യേശു പറഞ്ഞത്. ಅದನ್ನಾಗಲೇ ಯೇಸು ಹೇಳಿತು, എന്നിൽ വിശ്വസിക്കുന്നവൻ ನನ್ನ ನಂಬುವನು ഒരു നാളും മരിക്കത്തില്ല. ಎಂದಿಗೂ ಸಾಯುವುದಿಲ್ಲ. ജീവിച്ചിരുന്നാലും വിശ്വസിക്കുന്നവൻ ಜೀವಂತವಾಗಿರುವಾಗ ಯಾರು ಯೇಸುವನ್ನ ನಂಬುತ್ತಾರೋ അവൻ ഒരു നാളും മരിക്കത്തില്ല. ಅವರು ಎಂದಿಗೂ ಸಾಯಲ್ಲ. കാരണം എന്നിൽ വിശ്വസിക്കുന്ന പറഞ്ഞ അർത്ഥം ನನ್ನ ನಂಬುವನು ಅಂದ್ರೆ ಆ ಮಾತಿನ ಅರ್ಥ വീണ്ടും ജനിച്ചവൻ, ಹೊಸದಾಗಿ ಹುಟ್ಟಿದವನು, ആത്മാവിൽ ജനിച്ചവൻ, ಆತ್ಮದಿಂದ ಹುಟ್ಟಿದವನು, വെള്ളത്തിൽ ജനിച്ചവൻ, ನೀರಿನಿಂದ ಹುಟ್ಟಿದವನು, വചനത്തിൽ ജനിച്ചവൻ, ವಾಕ್ಯದಿಂದ ಹುಟ್ಟಿದವನು, അവനാണ് എന്നിൽ വസിക്കുന്നത്. ಅವನಾಗಿದ್ದಾನೆ ನನ್ನಲ್ಲಿ ವಾಸ അവൻ ಮಾಡುವನು. എന്റെ വിത്തിലെ വസിക്കുന്നത്. ಅವನು ನನ್ನ ಬೀಜದಲ್ಲಿ ವಾಸ എന്റെ ಮಾಡ್ತಿದ್ದಾನೆ. ആത്മാവിലാണ് വസിക്കുന്നത്. ನನ್ನ ಆತ್ಮದಲ್ಲಾಗಿದೆ ಅವನು ವಾಸ ಮಾಡೋದು. മരിക്കുന്നവന്റെ മേൽ ಸಾಯುವವನ ಮೇಲೆ ആത്മാവിനെ ഞാൻ പകരത്തില്ല. ದೇವರ ಆತ್ಮನ ನಾನು ಸುರಿಸುವುದಿಲ್ಲ. മരണം നീങ്ങിയവന്റെ മേൽ ಆದ್ರೆ ಮರಣವು ಯಾರಿಂದ ನೀಗಲ್ಪಟ್ಟಿತೋ ആത്മാവിനെ ദൈവം പകരും. ಅವರ ಮೇಲೆ ತನ್ನ ಆತ್ಮವನ್ನ ದೇವರು ಸುರಿಸ್ತಾರೆ. അർത്ഥം പിടികിട്ടിയിട്ടില്ല. ನಿಮಗೆ ಅರ್ಥ ಆಗ್ತಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೇಲೆ ഹല്ലേലൂയ. പറഞ്ഞുതരാം. ಹೇಳ್ಕೊಡ್ತೇನೆ. അങ്ങനെ നിങ്ങൾ ചോദിക്കും, ಹಾಗಾದ್ರೆ ನೀವು ಕೇಳ್ತೀರಾ, ആമേ അല്ലെ അപ്പോസ്തലന്മാരോ? ಅಪೊಸ್ತಲರು അപ്പോസ്തലൻ മരിച്ചിട്ടില്ല. ಅಪೊಸ್ತಲರಾಗಾದ್ರೆ ಸತ್ತಿಲ್ವಾ? ಅಪೊಸ್ತಲರು ಮರಿಸಿಲ್ಲ. ಸತ್ತಿಲ್ಲ. അപ്പോസ്തലന്മാർ മരിച്ചിട്ടില്ല. ಅಪೊಸ್ತಲರು ಸತ್ತಿಲ್ಲ. അപ്പോസ്തലന്മാർ ജീവിക്കുന്നു. ಅಪೊಸ್ತಲರು ಇವತ್ತು പക്ഷേ ಜೀವಿಸಿದ್ದಾರೆ. പഴയ ശരീരത്തിലല്ല, ಆದ್ರೆ ಮುಂಚೆ ಇದ್ದಂತ ಅದೇ ಹಳೆ ಶರೀರದಲ್ಲಿ ಅಲ್ಲ, മറ്റൊരു ഭവനത്തിൽ അവർ ജീവിക്കുന്നു. ಮತ್ತೊಂದು ಭವನದಲ್ಲಿ ಅವರು ಜೀವಿಸಿದ್ದಾರೆ. കാരണം മരണം ഇതിനെ പിടിച്ചു പറ്റിയ അസാധ്യമായിരുന്നു. ಯಾಕಂದ್ರೆ ಮರಣವು ಆತನನ್ನ ಹಿಡಿದಿಡುವುದು ಅಸಾಧ್ಯವಾಗಿತ್ತು. ആ ശരീരം ಆ ಶರೀರ ആ ശരീരത്തിലൂടെ ಆ ಶರೀರದ ഈ ಮೂಲಕ ലോകത്തിൽ വരാൻ കഴിയത്തില്ല. ಆ ಶರೀರದ ಮೂಲಕ ಈಗ ಅವರಿಗಿರುವ ಆ ಶರೀರದ ಮೂಲಕ ಈ ಲೋಕಕ್ಕೆ ಅವರು ಬರ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. അവർ സ്വർഗീയ പരദീസയിലുണ്ട്. ಅವರು ಪರಲೋಕದ അപ്പോൾ ಪರದೈಸಿನಲ್ಲಿದ್ದಾರೆ. നിങ്ങൾ ചോദിക്കും, ಹಾಗೆ ನೀವು ಕೇಳಬಹುದು, പഴയ നിയമത്തിലെ ಹಳೆ ಒಡಂಬಡಿಕೆ യേശു കാൽവരിയിൽ മരിക്കുന്നതിന് മുമ്പ് ಯೇಸು ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ಸಾಯೋದಕ್ಕಿಂತ ಮುಂಚೆ ഏലിയാവോ, ಹಾಗಾದ್ರೆ ಎಲಿಯನ ಬಗ್ಗೆ ಏನ್ ಹೇಳ್ತೀರಾ? ಮೋಶೆಯೋ, ಮೋಶೆ ಬಗ್ಗೆ ಏನ್ ಹೇಳ್ತೀರಾ? ಅಬ್ರಹಾಮೋ, ಅಬ್ರಾಮನ ಬಗ್ಗೆ ಏನ್ ಹೇಳ್ತೀರಾ? ಇಸಾಕನ ಬಗ್ಗೆ ಏನ್ ಹೇಳ್ತೀರಾ? ಯಾಕೋಬೋ, ಯಾಕೋಬನ ಬಗ್ಗೆ ಏನ್ ಹೇಳ್ತೀರಾ? ಯೆಶಾಯನ ಬಗ್ಗೆ ಏನ್ ಹೇಳ್ತೀರಾ? ಇರ್ಮಿಯಾವೋ, ಯೆರೆಮೀಯನ ಬಗ್ಗೆ ಏನ್ ಹೇಳ್ತೀರಾ? ದಾನಿಯೇಲೋ, ದಾನಿಯೇಲನ ಬಗ್ಗೆ, ಹೋಶೇಯವೋ, ಹೋಶೇಯನ ಬಗ್ಗೆ, ಆಮೋಸೋ, ಆಮೋಸನ ಬಗ್ಗೆ ನೀವೇನ್ ಹೇಳ್ತೀರಾ? പല അഭിഷക്തന്മാർ, ಅನೇಕ ಅಭಿಷಿಕ್ತರು, അഭിഷക്തികൾ ಅನೇಕ അവർ ಅಭಿಷಿಕ್ತರು മരിച്ചിട്ടില്ലേ? ಅವರು ಸತ್ತಿರುವಾಗ ഇല്ല ഇല്ല, അവരെ മരണത്തെ യേശു അഴിച്ചു. ಇಲ್ಲ ಇಲ್ಲ ಅವರ ಮರಣವನ್ನು ಕೂಡ ಯೇಸು ಬಿಚ್ಚಿದ್ರು. അഴിച്ചിട്ടുണ്ടോ? ಬಿಚ್ಚಿದ್ದಾರಾ? അഴിച്ചിട്ടുണ്ടോ? ಬಿಚ್ಚಿದ್ದಾರೋ? ആയിക്ക മത്തായിയുടെ സുവിശേഷം. ಓದೋಣ ಮತ್ತೆ ಅನ್ಬಿಟ್ಟು ಸುವಾರ್ತೆ. ഹല്ലേലൂയ. ಮತ್ತೆ ಅನ್ಬಿಟ್ಟು ಸುವಾರ್ತೆ. എന്നിട്ട് വായിച്ച് തെളിവിനെ വേണോ അത്? ಹಲ್ಲೆಲೂಯ. ಅದು ನಿಮ್ಮ ಪುರಾವೆಗೋಸ್ಕರವಾಗಿ ಅಥವಾ ನಿಮ್ಮ ಒಳಗಡೆ ಪುರುವಾಗುವುದಕ್ಕಾಗಿ ಅದನ್ನು ಓದೋಣ. 28ನೇ ಅಧ್ಯಾಯ ಅದರ 27ನೇ ಅಧ್ಯಾಯ 51 52 ವಾಕ್ಯಗಳನ್ನು ಓದಿ. ಆಗ ಈಗ ದೇವಾಲಯದ ತೆರೆಯು ಮೇಲಿಂದ ಕೆಳಗಿನವರೆಗೂ ಹರಿದು 2 ಭಾಗವಾಯಿತು.
ಭೂಮಿಯು ಅದರಿತು, ಬಂಡೆಗಳು ಸೀಳಿ ಹೋದವು, ಸಮಾಧಿಗಳು ತೆರೆದವು, ನಿದ್ದೆ ಹೋಗಿದ್ದ ಅನೇಕ ಭಕ್ತರ ದೇಹಗಳು ಎದ್ದವು. ನಿದ್ದೆ ಹೋಗಿದ್ದ ಅನೇಕ ಭಕ್ತರ ದೇಹಗಳು ಎದ್ದವು. ಇದು ಆರನೇ ದೇಹವ. ಇದು ಯಾರ ದೇಹಗಳು? ಇದು ಆರನೇ ದೇಹವ. ಇದು ಯಾರ ದೇಹಗಳು? ಓ, ತಾಯಿ ಹಾಬೇಲಿನ ಕೊಂದು ಆಮೇಲೆ ಕಾಯಿನನು ಹೇಬೇಲನನ್ನ ಕೊಂದನು. ಆಮೇಲೆ ನಿತ್ಯ ಪ್ರಪಂಚ ಅಭಿಷೇಕನ ಶರೀರ ಉಯರ್ತಾ ಇದ್ದಿತು. ನಿದ್ದೆ ಹೋಗಿದ್ದ ಪರಿಶುದ್ಧರುಗಳ ಅಥವಾ ಭಕ್ತರುಗಳ ಆ ದೇಹವೆಲ್ಲ ಎಬ್ಬಿಸಲ್ಪಟ್ಟವು. ಆಮೇಲೆ ಹಾಬೇಲ್ ಇರ್ದಿತ್ತು. ಅದರ ಅರ್ಥ ಬೇರೆ ಏನು ಅಲ್ಲ, ಹೇಬೇಲನ ಎದ್ದು ಬಂದನು. ಆಮೇಲೆ ಸಕಲ ಪ್ರವಾದಕ ಎಲ್ಲ ಪ್ರವಾದಿಗಳು, ಸಕಲ ಅಭಿಷೇಕರು, ಎಲ್ಲ ಅಭಿಷಿಕ್ತರುಗಳು, ಸಕಲ ದೈವ ಭಕ್ತರು, ಎಲ್ಲ ದೈವ ಭಕ್ತರುಗಳು 3 ದಿವಸಗೊಂಡು 3 ದಿನದಲ್ಲಿ ಯೇಸು ಕಲ್ಲರಿರಿಕೆಂಬಾಳು 3 ದಿನ ಯೇಸು ಸ್ವಾಮಿ ಸಮಾಧಿಯಲ್ಲಿರುವಾಗ ಯೇಸು ಉಯರ್ತಾನೆ ಬೋಲೆ ಯೇಸು ಪುನರುತ್ಥಾನನಾದ ಹಾಗೆ ಪಾದ ಕಲ್ಲರಗಳ ತೊರೆದು ಅನೇಕ ಸಮಾಧಿಗಳು ತೆರೆದವು. ಯೇಸು ಉಯರ್ತಾ ಇದ್ದರು. ಆ ಯೇಸು ಪುನರುತ್ಥಾನನಾದ ಜೊತೆಯಲ್ಲಿ ಹಳೆ ಒಡಂಬಡಿಕೆ ಅನೇಕ ಭಕ್ತರುಗಳು ಕೂಡ ಎದ್ದು ಬಂದರು. ಯೇಸು ಮಾತ್ರ ಕೂಡ ಪ್ರತ್ಯಕ್ಷನಾಗಿದ್ದು, ಆದ್ರೆ ಅವರ ಮುಂಭಾಗದಲ್ಲಿ, ಜನಗಳ ಮುಂಭಾಗದಲ್ಲಿ ಪ್ರತ್ಯಕ್ಷನಾಗಿದ್ದು ಯೇಸು ಮಾತ್ರ. ಅವರಿರುವ ಕ್ರಿಸ್ತು, ಆದ್ರೆ ಆತನಲ್ಲಿದ್ದ ಕ್ರಿಸ್ತನು, ಪಳೆಯ ನಿಯಮದಲ್ಲಿ ಹಳೆ ಒಡಂಬಡಿಕೆ ಅವರಿರುವ ಕ್ರಿಸ್ತು, ಅವರಲ್ಲಿದ್ದ ಕ್ರಿಸ್ತನು ಅವರ ಕಲ್ಲರಿലേക്ക് ಇറങ്ങി, ಅವರ ಸಮಾಧಿಗೆ ಇಳಿದು ಬಂದನು. ಅವರ ಮರಣತೆ, ಅವರ ಮರಣವನ್ನ, ಮರಣ ಭಾಷೆಗಳೇ ಅಳಿಸಿಟ್ಟು ಬಿಡಿಸಿ ದೇವರು ಕ್ರಿಸ್ತುವಿನೊಡನೆ ಕ್ರಿಸ್ತನೊಂದಿಗೆ ಅವರ ಉಯರ್ತಾ ಇದ್ದರು. ಅವರನ್ನ ಎಬ್ಬಿಸಿದನು. ಅವರ ಸ್ವರ್ಗೀಯ ಪರದೇಶದಲ್ಲಿ ಅವರು ಇವಾಗ ಪರಲೋಕದ ಪರದೇಶದಲ್ಲಿದ್ದಾರೆ. അവർക്ക് ഒരു പ്രൊമോഷൻ കിട്ടി. അവർക്ക് പ്രൊമോഷൻ അവർ ಸಿಕ್ಕಿದೆ. ഒരുമിച്ച് അവരെಲ್ಲರೂ ಒಟ್ಟಾಗಿ സ്വർഗീയ പരദീസയിൽ ഇരിക്കുന്നു. പരലോകದ ಪರದೇಶದಲ್ಲಿ ಕುಳಿತಿದ್ದಾರೆ. അബ്രഹാമിനോട് കൂടെ ഇരിക്കുന്നു. ಅಬ್ರಾಮನ ಸಂಗಡ ಕುಳಿತಿದ್ದಾರೆ. അബ്രഹാമിന്റെ കൂടെ ഇരിക്കുന്നു. ಅಬ್ರಾಮನ ಸಂಗಡ ಕುಳಿತಿದ್ದಾರೆ. യേശു ക്രിസ്തുവിലൂടെ ಯೇಸು ಕ್ರಿಸ್ತನ ಮೂಲಕ മരണം നീങ്ങി ಮರಣ ನೀಗಿತು. പുതിയ നിയമത്തിൽ വരുമ്പോൾ ಹೊಸ ಒಡಂಬಡಿಕೆ വീണ്ടും ಬರುವಾಗ ജനിച്ചവർക്ക് മരണമില്ല. ಹೊಸದಾಗಿ ಹುಟ್ಟಿದವರಿಗೆ ಮರಣವೇ ಇಲ್ಲ. പ്രൊമോഷനാണ്. ಅದೊಂದು ഈ ശരീരത്തിലുള്ള ಈ ಶರೀರದಿಂದ എനിക്കൊരു പ്രൊമോഷൻ ഉണ്ട്. ಈ ಶರೀರವನ್ನ ಬಿಡುವಾಗ ನನಗೊಂದು ಪ್ರಮೋಷನ್ ಇದೆ. എനിക്കൊരു പ്രൊമോഷൻ വരാൻ പോവുകയാണ്. ನನಗೊಂದು ಪ್ರಮೋಷನ್ ಬರ್ಲಿಕ್ಕೆ ഈ ಹೋಗ್ತಾ ಇದೆ. ശരീരത്തിൽ എനിക്കൊരു പ്രൊമോഷനാണ്. ಈ ಶರೀರದಲ್ಲಿ ನನಗೊಂದು ಮುಂಬಡ್ತಿ ಇದೆ. യേശു എന്റെയും നിങ്ങളുടെയും ಯಾಕಂದ್ರೆ ಯೇಸು ನನ್ನ ಮತ್ತು ನಿಮ್ಮ മരണ പാശങ്ങളെ ಮರಣ ಭಾಷೆಗಳ അഴിച്ചു നീക്കി ಬಿಚ್ಚಿ ಬಿಡಿಸಿ ഒന്നുകൂടി പറയാം. ನಾನು ಮತ್ತೆ ಹೇಳ್ತೇನೆ, പഴയ നിയമത്തിലെ ಹಳೆ ಒಡಂಬಡಿಕೆ സകല വിശുദ്ധന്മാരുടെ ಎಲ್ಲಾ ಭಕ್ತರುಗಳ സകല ಭಕ್ತರುಗಳ മരണത്തെ ಮರಣವನ್ನ യേശു ഉയർപ്പിച്ചു. ಯೇಸು ಆ ಮರಣದಿಂದ ಅವರನ್ನ ಎಬ್ಬಿಸಿದ್ರು. ഉയർപ്പിച്ചു. ಎಬ್ಬಿಸಿದ್ರು. അവർ സ്വർഗീയ പരദീസയിലാണ്. ಅವರು ಇವಾಗ ಪರಲೋಕದ ಪರದೀಸದಲ್ಲಿ ಜೀವಂತವಾಗಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. പ്രൊമോഷൻ കിട്ടി. ಪ್ರಮೋಷನ್ ಸಿಗ್ತದೆ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ಆದ್ರೆ ಹೊಸ ಒಡಂಬಡಿಕೆಗೆ ಬರುವಾಗ യേശു ക്രിസ്തു വീണ്ടെടുക്കപ്പെട്ട ಯೇಸು ಕ್ರಿಸ್ತನಿಂದ ವಿಮೋಚಿಸಲ್ಪಟ್ಟ എല്ലാ ദൈവമക്കളെയും ಎಲ್ಲಾ ದೇವರ ಮಕ್ಕಳು ഉള്ള മരണത്തെ ಎಲ್ಲಾ ದೇವರ ಮಕ್ಕಳಲ್ಲೂ ಇದ್ದ ಮರಣವನ್ನ യേശു കാൽവരിയിൽ ಯೇಸು ಕಲ್ವಾರಿ മരണത്തെ നീക്കി ಮರಣವನ್ನ ನೀಗಿಸಿದರು. അതിനെ പൗലോസ് ഇങ്ങനെ ಆದ ಕಾರಣವೇ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಪೌಲನು ಈ ರೀತಿಯಲ್ಲಿ മരണമേ ಸವಾಲೊಡ್ಡುತ್ತಾ ಇರುವುದು, ಮರಣವೇ നിന്റെ വിഷമുള്ള എവിടെ? ನಿನ್ನ ವಿಷದ ಕೊಂಡಿ ಎಲ್ಲೋಯ್ತು? നിന്റെ വിഷമുള്ള എവിടെ? ನಿನ್ನ ವಿಷದ ಕೊಂಡಿ ಎಲ್ಲಿವಾಗ? ഹല്ലേലൂയ. നിങ്ങൾ ഒരു പക്ഷേ ഇതുവരെ കേൾക്കാത്ത കാര്യം ಈ ಒಂದು ಪಕ್ಷ ಇದುವರೆಗೂ ಕೇಳದೇ ಇರುವಂತಹ ಸಂಗತಿ ಆಗಿರ್ಬೋದು ಇವತ್ತು ನೀವು ಕೇಳ್ತಿರೋದು. യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಒಬ್ಬ ವ್ಯಕ್ತಿ ಇದ್ರೆ അവന്റെ മേൽ മരണമില്ല. ಅವನಲ್ಲಿ ಮರಣವಿಲ್ಲ. മരണത്തെ ദൈവം അഴിച്ചു ಆ മാറ്റിയതാണ്. ಮರಣವನ್ನ ಯೇಸು ಬಿಚ್ಚಿದ್ದಾರೆ. മരണത്തെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ನಂತರದಲ್ಲೂ ನೀವು ಮರಣಕ್ಕೆ ಭಯಪಡಬೇಕಾಗಿಲ್ಲ. പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ಮುಂಬಡ್ತಿಗಾಗಿ ಅಥವಾ ಪ್ರಮೋಷನ್ಗಾಗಿ ಆಗ್ರಹಿಸುವಂತ ದೇವರ ಮಕ್ಕಳಿಗಾಗಿ പ്രൊമോഷനിലേക്ക് പോകുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ಪ್ರಮೋಷನ್ಗಾಗಿ ಹೋಗುವವರಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾರೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൊമോഷനിലേക്ക് പോവുകയാണ്. ಪ್ರಮೋಷನ್ಗೆ ನೀವು ಹೋಗುತ್ತಿದ್ದೀರಿ. പ്രൊമോഷനിലേക്ക് പോകണമെങ്കിൽ ನೀವೊಂದು ಪ್ರಮೋಷನ್ಗೆ ಹೋಗ್ಬೇಕಂದ್ರೆ ആമേ പഴയത് രാജിവെക്കുന്നത് പോലെ ಹಳೇದಕ್ಕೆ ರಾಜೀನಾಮೆ ಕೊಡೋ ರೀತಿ പഴയതിനെ വിട്ട് കളയണം. ಹಳೇದನ್ನ ಬಿಟ್ಟು ಬಿಡಬೇಕು. വിടേണ്ട കാര്യമില്ല. ನೀವು ಬಿಡಬೇಕಾಗಿಲ್ಲ. യേശു ശരീരത്തെ വേർപെടുത്തിക്കൊള്ളും. ಯೇಸು ನಿಮ್ಮ ಶರೀರವನ್ನು ಬೇರ್ಪಡಿಸ್ತಾರೆ. ഈ ആത്മാവിനെ ತಿರುಗಿ ನಿಮ್ಮೊಳಗಿನ ಆತ್ಮವನ್ನು മറ്റൊന്നിലേക്ക് കൊണ്ടുപോകും. ಮತ್ತೊಂದು ಸ್ಥಾನಕ್ಕೆ പ്രൊമോഷൻ ആണ് ತೆಗೆದುಕೊಳ್ಳುತ್ತಾರೆ. ഇനി. ಅದಾಗಿದೆ ಪ್ರಮೋಷನ್. മരണഭാഷകൾ അഴിച്ചു കഴിഞ്ഞു. ಯಾಕಂದ್ರೆ ಮರಣ ಭಾಷೆಗಳನ್ನು ಬಿಚ್ಚಿ ಆಯಿತು. എന്നിട്ട് സംശയം തീർന്നില്ലേ? ಆದ್ರೂ ನೀವು ಸಂದೇಹ ಹೋಗ್ತಾ ಇಲ್ಲ. സംശയം തീർന്നില്ലെങ്കിൽ ಸಂದೇಹ ತೀರದೇ ಇದ್ದರೆ നിങ്ങൾ എബ്രായ ലേഖനത്തിൽ വേഗത്തിൽ വരേണ്ടത് ആവശ്യമാണ്. ನೀವು ಬೇಗ ನಿಮಗೆ ಬರಬೇಕಾದ ಅಗತ್ಯವಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എബ്രായർക്ക് രണ്ടാം അധ്യായം 14-15 വായിച്ചാൽ. ಇಬ್ರಿಯ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯ 14-15 ವಾಕ್ಯಗಳನ್ನು ಓದೋಣ. ഹല്ലേലൂയ. വായിച്ചാൽ. ಇಬ್ರಿಯ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯ 14-15 ವಾಕ್ಯ. ಇದಲ್ಲದೆ ಮಕ್ಕಳು ರಕ್ತಧಾರಿಗಳಾಗಿರುವುದರಿಂದ ಆತನು ಅವರಂತೆಯೇ ಆದನು. ತನ್ನ ಮರಣದಿಂದಲೇ ಮರಣಾಧಿಕಾರಿಯನ್ನು ಅಂದರೆ ಸೈತಾನನನ್ನು ಅಡಗಿಸಿ ಬಿಡುವುದಕ್ಕೂ ಮರಣದ ದೆಸೆಯಿಂದ ತಮ್ಮ ಜೀವಮಾನದಲ್ಲೆಲ್ಲ ಮರಣ ಭಯದ ದೆಸೆಯಿಂದ ತಮ್ಮ ಜೀವಮಾನದಲ್ಲೆಲ್ಲ ದಾಸತ್ವದೊಳಗೆ ಇದ್ದವರನ್ನು ಬಿಡಿಸುವುದಕ್ಕೂ ಅವರಂತೆ ರಕ್ತ ಮಾಂಸಧಾರಿಯಾದನು. ಆತನು ದೇವದೂತರನ್ನು ജീവപര്യന്തം
ಜೀವಮಾನವೆಲ್ಲ. ജീവപര്യന്തം പറഞ്ഞ അർത്ഥം എന്തുവാ? ಜೀವಮಾನವೆಲ್ಲ ಅಂದ್ರೆ ಮಾತಿನ ಅರ್ಥ ಏನು? നമ്മുടെ ഈ ലോകത്തിലെ ചില ശിക്ഷാവിധി ഉണ്ട് അല്ലെ? ജീവപര്യന്തം ശിക്ഷ. ಈ ಲೋಕದಲ್ಲಿ ಜೀವಮಾನ ಕಾಲಾವಧಿ ಶಿಕ್ಷೆ ಕೊಡ್ತಾರೆ, ജയിലിൽ കിടക്കേണ്ടി വരും. ಅಂದ್ರೆ ಪರಿಪೂರ್ಣ ಜೀವ ಇರೋವರೆಗೂ ಜೈಲಲ್ಲಿ ಇರಬೇಕು. ജീവപര്യന്തം ಅಂದ್ರೆ ಜೀವಮಾನವೆಲ್ಲ. ഏതൻ തോട്ടത്തിൽ വെച്ച്, ಏದೇನ್ ತೋಟದಲ್ಲಿ ആമേ ಮರಣ, ആമേ മരണത്തിന്റെ അടിമകളായിരിക്കും. ಮರಣದ ದಾಸರಾಗಿದ್ದಾರೆ. അവരെ ഒക്കെയും ಅವರನ್ನೆಲ್ಲ യേശുവിന്റെ മരണ മുഖാന്തരം ಯೇಸುವಿನ ಮರಣದ ಮೂಲಕ വിടുവിച്ചെന്ന് ಬಿಡುಗಡೆ ಮಾಡಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಬರೆದಿದೆ. ഇനി ഉറപ്പ് വന്നിട്ടില്ലേ? ಇನ್ನು ನಿಮಗೆ ഇനി ದೃಢವಾಗಿರುವ, ഉറപ്പ് വന്നിട്ടില്ലേ? ಇನ್ನು ನಿಮಗೆ ದೃಢವಾಗಿರುವ ഇനി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ಇನ್ನು ಪೌಲನ ಭಾಷೆಯಲ್ಲಿ ಇದ್ದಾರೆ. ഞാനിങ്ങനെ ആത്മാവിൽ വരുന്നത് പറയുന്നുണ്ട്. വചനം ആമേ കിട്ടിയവരെ എടുത്തോ. മരണമന്ദിര വിശ്രമുള്ള അവിടെ. ನಾನು ಈ ರೀತಿಯಲ್ಲಿ ಆತ್ಮದಲ್ಲಿ ಹೇಳ್ತಾ ಹೋಗುತ್ತಾ ಇರೋದರಿಂದಾಗಿದೆ ಹೀಗೆ ಹೋಗುತ್ತಾ ಇರುವಂತದ್ದು. ಪೌಲನ ಭಾಷೆಯಲ್ಲಿ ಹೇಳುವುದಾದ್ರೆ ಪೌಲನ ಹೇಳ್ತಾನೆ, ಏ ಮರಣವೇ ನಿನ್ನ ವಿಷದ ಕೊಂಡಿಯಲ್ಲಿ. കാരണം ഇതാണ്. ಅದಕ್ಕೆ ಕಾರಣ ಇದಾಗಿದೆ. ದೇವರು ತನ್ನ ಪುತ್ರನ ಮುಖಾಂತರ ತನ್ನ ಪುತ್ರನ ಮುಖಾಂತರ ഭാഷകൾ അഴിച്ചു. ಮರಣದ ಭಾಷೆಗಳನ್ನು ಬಿಚ್ಚಿದನು. എബ്രായലേഖനത്തിൽ വരുമ്പോൾ ಇಬ್ರಿಯ ಪತ್ರಿಕೆಗೆ ಬರುವಾಗ ആമേ ജീവപര്യന്തം ಜೀವ ಮಾನವೆಲ್ಲ മരണ ഭീതിയിലായിരുന്നവരെ ಮರಣದ ಭಯದಲ್ಲಿ ದಾಸರಾಗಿದ್ದವರನ್ನ ಅವರನ್ನೆಲ್ಲ ദൈവം വിടുവിച്ചു. ದೇವರು ಬಿಡುಗಡೆ ಮಾಡಿದರು. മരണത്തിന്റെ ഭയം വേണ്ട. ಇನ್ನು ನಮಗೆ ಮರಣದ ಭಯ ಬೇಡ. ദൈവം വിടുവിച്ചു. ಯಾಕಂದ್ರೆ ದೇವರು ಬಿಡುಗಡೆ ಮಾಡಿದನು. ഇനിയിപ്പോ ഞാൻ പഴയ വ്യക്തിയല്ല. ಇನ್ನು ನಾನು ಹಳೆಯ ವ್ಯಕ್ತಿಯಲ್ಲ. പഴയത് മരിച്ചു കാൽവരിയിൽ. ಹಳೆಯದು ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ತೀರಿಹೋಯಿತು. ഒരുവൻ ക്രിസ്തുവിലാകാൻ ಒಬ್ಬನ ಕ್ರಿಸ್ತನಲ್ಲಿ പുതിയ സൃഷ്ടി. ಅವನು ಹೊಸ ಸೃಷ್ಟಿ. മരണ ഭീതി നീങ്ങിപ്പോയി. ಮರಣದ ಭೀತಿ ನೀಗಿ ಹೋಯಿತು. മരണത്തിന് അവന്റെ മേലെ അധികാരമില്ല. ಇನ್ನು ಮರಣವು ಅವನ ಮೇಲೆ ಅಧಿಕಾರವಿಲ್ಲ. ഇനി പ്രൊമോഷൻ വരാൻ പോകുന്നു. ಇನ್ನು ಬರಲಿಕ್ಕೆ ಹೋಗ್ತಿರೋ ಪ್ರಮೋಷನ್ ಆಗಿದೆ. പിശാച് ഇവിടെയാണ് ഞെട്ടുന്നത്. ಸೈತಾನನು ನಡುಗೋದು ಅಲ್ಲಾಗಿದೆ. മരണത്തിന്റെ അധികാരിയായ പിശാച്. ಮರಣದ ಅಧಿಕಾರಿಯಾದ ಸೈತಾನನು. മരണത്തിന്റെ അധികാരിയായ പിശാച്. ಮರಣದ ಅಧಿಕಾರಿಯಾದ ಸೈತಾನನು. യേശുവിന്റെ മരണത്താൽ ಯೇಸುವಿನ ಮರಣದಿಂದ അവനെ നീക്കിയിട്ട് ಅವನ ನೀಗಿಸಿ അവന്റെ അധികാരത്തിൽ നിന്ന് ಅವನ ಅಧಿಕಾರದಿಂದ വിടുവിച്ചു. ಬಿಡುಗಡೆ ಮಾಡಲಾಯಿತು. ക്രൂശിലൂടെ ಶಿಲುಬೆ ಮೂಲಕ അവൻ വിടുവിച്ചു. ಅವನು ಬಿಡುಗಡೆ ഇത് ಮಾಡಿದನು. വായിക്കപ്പെടുമ്പോൾ ಇದನ್ನು ಓದುವಾಗ കൊലോസ്യർ 2:15 ചേർത്ത് വായിച്ചാൽ ಕೊಲೊಸೆ ಪತ್ರಿಕೆ 2:15 ಕೂಡ ನೀವು ಸೇರಿಸಿ ಓದಿರಿ. വായിച്ചോട്ടെ. ಕೊಲೊಸೆ 2:15 2:15 14 മുതൽ 14ನೇ ವಾಕ್ಯದಿಂದ ಓದಿರಿ. ಆತನು ನಮ್ಮ ಪಾಪಾಪರಾಧಗಳನ್ನು ಗಳನ್ನೆಲ್ಲ ಕ್ಷಮಿಸಿ ನಮ್ಮ ಮೇಲೆ ದೋಷಾರೋಪಣೆ ಮಾಡಿದಂತ ಆಜ್ಞಾರೂಪವಾಗಿದ್ದಂತ ಪತ್ರವನ್ನು ಕೆಡಿಸಿ ಅದನ್ನು ಶಿಲುಬೆಗೆ ಜಡಿದು ಇಲ್ಲದಂತಾಗ ಮಾಡಿದನು. ಆತನು നോക്കിക്കേ, ನೋಡ್ರಿ, എനിക്കും നിങ്ങൾക്കുമായിട്ട് വിരോധമായി എഴുതി വെച്ചിരിക്കുന്നത് ആരാണ്? ನಮಗೆ ನಿಮಗೆ ವಿರೋಧವಾಗಿ ಬರೆದಿಟ್ಟಿರೋದು ಯಾರು? നിന്റെ നാളിനെ വിരോധമായി എഴുതിയത് ആരാ? ನಿಮ್ಮ ದಿನಗಳಿಗೆ ವಿರುದ್ಧವಾಗಿ ಬರೆದಿಟ್ಟವರು ಯಾರು? സമയത്തെ വിരോധമായി എഴുതി വെച്ചത് ആരാ? ನಿನ್ನ ಸಮಯಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಬರೆದಿಟ್ಟಿರೋರು ಯಾರು? അവനെ ഇതുകൊണ്ട് തീരുമെന്ന് പറഞ്ഞ് വിധി എഴുതിയത് ആരാ? ಇವನ್ ಇಲ್ಲಿಗೆ ಮುಗಿದೋಗ್ತಾನೆ ಎಂಬುದಾಗಿ ನಿನ್ನ ಬಗ್ಗೆ ಬರೆದಿಟ್ಟಿರೋದು ಯಾರು? ഇവനെ ഇവിടുന്ന് ഓടിപ്പോകുന്ന വിധി എഴുതിയത് ആരാ? ಇವನ್ ಇಲ್ಲಿಂದ ಓಡಿ ಹೋಗುತ್ತಾನೆ ಎಂಬುದಾಗಿ ಬರೆದಿಟ್ಟಿರೋದು ಯಾರು? വീട്ടിൽ താമസിക്കാൻ കൊള്ളത്തുന്ന വിധി എഴുതിയത് ആരാ? ಇವನ್ ಈ ಮನೆಯಲ್ಲಿ ವಾಸ ಮಾಡಲ್ಲ ಎಂಬುದಾಗಿ ನಿನ್ನ ಬಗ್ಗೆ ಬರೆದಿಟ್ಟಿರೋದು ಯಾರು? വീട് ഒരു ശോഭമായിരിക്കുന്ന വിധി എഴുതിയത് ആരാ? ನಿನ್ನ ಮನೆ ಒಂದು ಶಾಪವಾಗಿ ಉಳಿತದೆ ಎಂಬುದಾಗಿ ನಿನ್ನ ಬಗ್ಗೆ ഭാവിയെ വിധി എഴുതിയത് ആരാ? ನಿನ್ನ ಭವಿಷ್ಯತ್ತಿನ ಕುರಿತಾಗಿ ವಿಧಿ ಬರೆದವರು ಯಾರು? എവിടെയൊക്കെ ഭാവിക്ക് വിധി എഴുതി. ಎಲ್ಲೋ ಕೆಲವರ ಭವಿಷ್ಯತ್ತಿಗೆ ವಿರುದ್ಧವಾಗಿ ವಿಧಿ ಬರೆಯಲಾಗಿದೆ. രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ്, ರಕ್ಷಣೆಗೆ ಬರುವುದಕ್ಕಿಂತ പല ಮುಂಚೆ വിധി എഴുതിയവരുടെ മുമ്പിൽ ಆ ರೀತಿಯಲ್ಲಿ ಅನೇಕ ವಿಧಿ ಬರೆದವರ ಮುಂದೆ പിതാക്കന്മാർ ಪಿತೃಗಳು പോയിട്ട് ಆ ರೀತಿಯ ಜಾತಕ ಬರೆದುಕೊಡೋರ ಮುಂದೆ ಪಿತೃಗಳೆಲ್ಲರೂ ಹೋಗಿ പിശാചിനെ വിധി എഴുതി വെച്ചത് ಸೈತಾನನ ಮೂಲಕವಾಗಿ ಬರೆದಿಟ್ಟ ಆ ವಿಧಿಯೇ, ಆ ವಿಧಿಯನ್ನ, കൈയെഴുത്തിനെ ಆ ಕೈ ಬರಹವನ್ನ ക്രൂശിലൂടെ മായ്ച്ചു കളഞ്ഞു. ಶಿಲುಬೆಯಲ್ಲಿ ಅವನು ಕೆಡಿಸಿ ಬಿಟ್ಟನು. ക്രൂശിലൂടെ മായ്ച്ചു കളഞ്ഞു. ಶಿಲುಬೆಯ ಮೂಲಕವಾಗಿ ಆ ಪತ್ರವನ್ನ ಕೆಡಿಸಿ ಬಿಟ್ಟನು. പാരമ്പര്യമായിട്ട് ಇನ್ನು ಪಾರಂಪರ್ಯವಾಗಿ പിന്തുടർന്ന ಹಿಂಬಾಲಿಸುವ 100 മരണങ്ങളുടെ വിധികൾ ದುರ್ಮರಣ ಇವರ ಕುಟುಂಬದಲ್ಲಿ ನಡೀತಲೇ ಇರಬೇಕು ಎಂಬುದಾಗಿ ಬರೆದಿಟ್ಟಿರುವ ವಿಧಿಗಳನ್ನ ക്രൂശിലൂടെ മായ്ച്ചു കളഞ്ഞു. ಶಿಲುಬೆಯ ಮೂಲಕವಾಗಿ ആ ಅಳಿಸಲಾಗಿದೆ. വിധി കാണാനില്ല. ಅದನ್ನು ಕಾಣುವುದಿಲ್ಲ. പാരമ്പര്യമായി തുടരുന്ന ശാപങ്ങൾ, ಪಾರಂಪರ್ಯವಾಗಿ ಹಿಂಬಾಲಿಸುವ ಶಾಪಗಳು ക്രൂശിലൂടെ ಶಿಲುಬೆ ಮೂಲಕ ആ കൈയെഴുത്ത മായ്ച്ചു. ಆ ಕೈ ಬರಹವನ್ನ ಅವನು ಬರೆದಂತ ಪತ್ರಗಳನ್ನ ಕೆಡಿಸಲಾಯಿತು. പാരമ്പര്യമായി പിന്തുടരുന്ന ಪಾರಂಪರ್ಯವಾಗಿ ಹಿಂಬಾಲಿಸುವ ആത്മാവിനെ ರೋಗದ ಆತ್ಮವನ್ನ ക്രൂശിൽ വെച്ച് മായ്ച്ചു കളഞ്ഞു. ಶಿಲುಬೆಯಲ್ಲಿ ಯೇಸು ಅಳಿಸಿ ಬಿಟ್ಟನು. പാരമ്പര്യമായി പിന്തുടരുന്ന ಪಾರಂಪರ್ಯವಾಗಿ ಹಿಂಬಾಲಿಸುವ പാപ സ്വഭാവങ്ങളെ ಪಾಪ ಸ್ವಭಾವಗಳನ್ನು ക്രൂശിലൂടെ ಶಿಲುಬೆ ಮೂಲಕ ആ കൈയെഴുത്ത മായ്ച്ചു. ಆ ಕೈ ಬರಹವನ್ನ ಅಳಿಸಲಾಯಿತು. തകർന്നു പോകണമെന്ന് ಇವರು ನಾಶವಾಗಿ ಹೋಗ್ಬೇಕು വിധി എഴുതിയ ವಿಧಿ ಬರೆದ ആഭിചാര ശക്തികൾ ಮಾನವಂತರ ಶಕ್ತಿಗಳು ക്രൂശിൽ വെച്ച് മായ്ച്ചു കളഞ്ഞു. ಶಿಲುಬೆಯ ಮೂಲಕವಾಗಿ ಅಳಿಸಲಾಯಿತು. ക്രൂശിൽ വെച്ച് തറച്ചു. ಶಿಲುಬೆಯ ಮೂಲಕವಾಗಿ ಅದನ್ನ അത് കാണാനില്ല. ಕೆಡಿಸಲಾಯಿತು. അത് കാണാനില്ല. ಅದನ್ನು ಕಾಣುವುದಿಲ್ಲ. എന്നിട്ട് പിശാചിന്റെ ആയുധവർഗങ്ങളെ, ನಂತರ ಅದು ಮಾತ್ರವಲ್ಲ, ಸೈತಾನನ ಕೈಯಲ್ಲಿದ್ದ ಆಯುಧಗಳನ್ನ, പിശാചിന്റെ ആയുധവർഗങ്ങളെ മുഴുവൻ ಸೈತಾನನ ಕೈಯಲ್ಲಿದ್ದ ಎಲ್ಲ ಆಯುಧಗಳನ್ನ ആമെ ക്രൂശിന്മേൽ വെപ്പിച്ചു. ಶಿಲುಬೆಯಲ್ಲಿ ಹalleluya ക്രൂശിന്റെ കീഴിൽ വെപ്പിച്ചു. ಶಿಲುಬೆಯ ಕೆಳಗಡೆ ಇಳಿಸಿದನು. ക്രൂശിന്റെ കീഴിൽ വെപ്പിച്ചു. ಶಿಲುಬೆಯ ಕೆಳಗಡೆ ಇರಿಸಿದನು. പിശാചിന് ആയുധമില്ല. ಸೈತಾನನ ಕೈಯಲ್ಲಿ ಆಯುಧವಿಲ್ಲ. പിശാചിന് ആയുധമില്ല. ಸೈತಾನನಿಗೆ ಆಯುಧ ഇപ്പോൾ ആയുധം ആരുടെ കയ്യില? ಇವಾಗ ಆಯುಧ ಯಾರ ಕೈಯಲ್ಲಿ? ആരുടെ കയ്യില? ಯಾರ ಕೈಯಲ್ಲಿ? യേശുവിന്റെ കയ്യിൽ. ಯೇಸುವಿನ ഏത് ಕೈಯಲ್ಲಿ. ആയുധമാണ്? ಯಾವ ಆಯುಧ? മരണത്തിന്റെയും ಮರಣದ പാതാളത്തിന്റെയും ಪಾತಾಳದ താക്കോൽ ಬೀಗದ ಕೈ യേശുവിന്റെ കയ്യിൽ ಈಗ വന്നിരിക്കുന്നു. ಯೇಸುವಿನ ಕೈಯಲ್ಲಿ
ಕೈಯಲ್ಲಾಗಿದೆ ಇರುವುದು. ಮರಣത്തിന്റെ ಪಿಶಾಚಿന്റെ ಮರಣದ ಮತ್ತು ಸೈತಾನ ക്രൂശിലൂടെ ಮರಣವನ್ನ ಮತ್ತು ಸೈತಾನನ ಶಿಲುಬೆಯಲ್ಲಿ ക്രൂശിലൂടെ ಶಿಲುಬೆ ಮೂಲಕ അവന്റെ കൈയെടുത്ത് വായിച്ചിട്ട് ಅವನ ಕೈ ಬರಹಗಳನ್ನು ಅಳಿಸಿ അവന്റെ ആയുധവർഗ്ഗങ്ങളെ ಅವನ ಆಯುಧಗಳನ್ನ ക്രൂശിന്റെ കീഴിൽ വെപ്പിച്ചു. ಶಿಲುಬೆಯ ಕೆಳಗಡೆ ಇಳಿಸಿದರು. എന്നിട്ട് തിരിച്ചു മേടിച്ചു. ನಂತರ ತಿರುಗಿ ತಕೊಂಡನು. എന്റെ മക്കളെ തകർക്കുന്ന, ನನ್ನ ಮಕ್ಕಳನ್ನ ನಾಶ ಮಾಡುವ, എന്റെ ജനത്തെ കൊല്ലുന്ന, ನನ್ನ ಜನಗಳನ್ನ ಕೊಲ್ಲುವ മരണത്തിന്റെ ಮರಣದ അധികാരിയ പിശാചിനെ ಅಧಿಕಾರಿಯ ಸೈತಾನ തലയെ തകർത്തിട്ട് ತಲೆಯನ್ನು ಜಜ್ಜಿ അവന്റെ ആയുധത്തെ ಅವನ ಆಯುಧವನ್ನು യേശു തിരിച്ചു പിടിച്ചു. ಯೇಸು ತಿರುಗಿ ತಕೊಂಡನು. യേശു തിരിച്ചു പിടിച്ചു. ಯೇಸುವನ್ನು ತಿರುಗಿ ഇനി ತಕೊಂಡನು. മരണത്തിന്റെ താക്കോൽ, ಇನ್ನು ಮರಣದ ಬೀಗದ ಕೈ, പാതാളത്തിന്റെ താക്കോൽ ಪಾತಾಳದ ಬೀಗದ എന്റെ ಕೈ കയ്യിലാണ്. ನನ್ನ ಕೈಯಲ್ಲಾಗಿದೆ. എന്തിനാണ് ഈ താക്കോൽ? ಯಾಕೆ ಈ ಬೀಗದ ಕೈ? പാതാളത്തിന്റെയും ಪಾತಾಳದ മരണത്തിന്റെയും ಮರಣದ താക്കോൽ ಬೀಗದ ಕೈ യേശുവിന്റെ കയ്യിൽ എന്തിനാണ്? ಯೇಸುವಿನ ಕೈಯಲ್ಲಿ ಹಾಕಿದೆ. നരകമായിരിക്കുന്ന സ്ഥലത്ത് ನರಕವಾಗಿರುವ ಸ್ಥಳದಲ್ಲಿ പിശാചിനെ ಸೈತಾನನನ್ನ അതിനകത്താക്കുവാൻ വേണ്ടി ಅದರೊಳಗಡೆ ಲಾಕ್ ಅಪ್ ಮಾಡುವುದಕ್ಕಾಗಿ യേശുവിന്റെ കയ്യിലാണ് താക്കോൽ. ಯೇಸುವಿನ ಕೈಯಲ್ಲಾಗಿದೆ ಆ ಬೀಗದ ಕೈ ಇರುವುದು. ಆಮೆನ್. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവിന്റെ കയ്യിൽ മരണത്തിന്റെ താക്കോലിന്റെ കാര്യമില്ല. ಯೇಸುವಿನ ಕೈಯಲ್ಲಿ ಮರಣದ ಮತ್ತು ಪಾತಾಳದ ಬೀಗದ ಕೈ ಹಿಡ್ಕೊಂಡು ನಡೀತಾ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോലാണ് ഉള്ളത്. ಪರಲೋಕ ರಾಜ್ಯದ ಬೀಗದ ಕೈ ഈ താക്കോൽ എന്തിനാണ്? ಆದ್ರೆ ಈ ಮರಣದ ಮತ್ತು ಪಾತಾಳದ ಬೀಗದ ഇത് ಕೈ ಯಾಕೆ? മനുഷ്യന് വേണ്ടിയല്ല. ಇದು ಮನುಷ್ಯರಿಗಾಗಲ್ಲ. ഇത് പിശാചിനെ ಈ ಸೈತಾನನ 1000 ആണ്ട് വാഴ്ച 1000 ವರ್ಷಗಳ ಆಳ್ವಿಕೆಯಲ್ಲಿ അവനെ ബന്ധിക്കും, ಅವನನ್ನ ದೇವರು ಬಂಧಿಸ್ತಾರೆ, അറസ്റ്റ് ചെയ്യും, ಅರೆಸ್ಟ್ അവനെ ಮಾಡ್ತಾರೆ, ലോക്കപ്പിലാക്കും. ಅವನನ್ನ ಲಾಕಪ್ അതിന്റെ താക്കോൽ യേശുവിന്റെ ಅದರ കയ്യിലാണ്. ಬೀಗದ ಕೈ ಯೇಸುವಿನ ಕೈಯಲ್ಲಿ ಇರುತ್ತದೆ. Amen. ഒരിക്കൽ നീ എന്നെ മരണത്തിന് കേൾപ്പിച്ചല്ലേ? ಒಮ್ಮೆ ನೀ ನನ್ನನ್ನು ಮರಣಕ್ಕೆ 2000 ವರ್ಷ ഒരിക്കൽ നീ എന്നെ മരണത്തിന് വിട്ടുകൊടുത്തല്ലേ? ಒಮ್ಮೆ ನನ್ನನ್ನು ಮರಣಕ್ಕೆ ಒಪ್ಪಿಸಿದೆ പക്ഷേ എന്റെ മരണം, ಆದ್ರೆ ನನ್ನ ಮರಣ, എന്റെ മരണത്തെ ನನ್ನ ಮರಣವನ್ನು പിടിച്ചു വെക്കാൻ നിനക്ക് കഴിയത്തില്ല. ನನ್ನ ಮರಣವನ್ನು ಹಿಡಿದಿಡಕ್ಕೆ ನಿನಗೆ ಆಗೋದಿಲ್ಲ, നിനക്ക് കഴിയത്തില്ല. ನಿನಗೆ ಆಗೋದಿಲ್ಲ. ദൈവം അതിനെ അഴിക്കും. ದೇವರು ಅದನ್ನ ಆ ಮರಣ ಪಾಶವನ್ನ ಬಿಡಿಸುತ್ತಾನೆ. ക്രൂശിൽ വെച്ച് ಶಿಲುಬೆಯಲ್ಲಿ അഴിച്ചിട്ട് ಬಿಚ್ಚಿ നിന്റെ കയ്യിലുള്ള താക്കോൽ, ನಿನ್ನ ಕೈಯಲ್ಲಿರುವ ಬೀಗದ ಕೈ, മരണത്തിന്റെ താക്കോൽ ಮರಣದ ಬೀಗದ ಕೈ യേശുവിന്റെ കയ്യില. ಯೇಸುವಿನ ಕೈಯಲ್ಲಿ. നിന്നെ തന്നെ ആ താക്കോല് കൊണ്ട് ನೀನು ನಿನ್ನಿಂದ ತಕೊಂಡಂತ ಅದೇ ಬೀಗದ ಕೈಯಿಂದ അറസ്റ്റ് ചെയ്യാൻ, ನಿನ್ನನ್ನು ಅರೆಸ್ಟ್ ಮಾಡ್ತಾನೆ, ലോക്കപ്പിലാക്കാൻ, ಲಾಕಪ್ ಮಾಡ್ಲಿ, നിന്നെ പാതാളത്തിലേക്ക് ആക്കുക. ನಿನ್ನನ್ನು ಪಾತಾಳದಲ್ಲಿ ಸೇರಿಸಲಿಕ್ಕೆ. Amen. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് യേശുവിന്റെ മരണത്തിന്റെ താക്കോലിന്റെ കയ്യിൽ ആവശ്യമില്ല. ಅಲ್ಲದೆ ಯೇಸುವಿನ ಕೈಯಲ್ಲಿ ಮರಣದ ಮತ್ತು ಪಾತಾಳದ ಬೀಗದ ಕೈ ಹಿಡಿದು ನಡಿಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ಪರಲೋಕದ ಬೀಗದ ಕೈ ಸಾಕು. പലർക്കും പേടിയാ. ಅನೇಕರಿಗೆ ಭಯ. യേശുവിന്റെ മരണത്തിന്റെ താക്കോലുണ്ട്, എന്നെ അതിലേക്ക് ആക്കുമോ? ಯೇಸುವಿನ ಕೈಯಲ್ಲಿ ಮರಣದ ಮತ್ತು ಪಾತಾಳದ ಬೀಗದ ಕೈ ಇದ್ರೆ ನನ್ನನ್ನೇನಾರು ಹಾಕ್ಬಿಡ್ತಾರೆ ಅಂತ ಭಯ ಇರಬಹುದು. ಇಲ್ಲ, ഒരിക്കലുമില്ല. അത് നിനಗೆ അത് അല്ല. പിശാചിനുള്ളതാ. ಅದು ಸೈತಾನಿಗೆ അത് ಇರುವುದು. നേരത്തെ പറഞ്ഞത് എല്ലാ വചനം നീ എടുത്ത് വിശ്വസിക്കും. ಅದಕ್ಕೆ ನಾನು ಮೊದಲೇ ಹೇಳಿದ್ದು ಜ್ಯೋತಿಷದ ಬುಕ್ತಾರ ತೆಗೆದು ಹೋಗ್ಬಿಟ್ಟು ಎಲ್ಲ ವಾಕ್ಯ ನನಗೆ ಅಂತ ನೀವು ಅಂದ್ಕೋಬಾರದು. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്താവിന് സ്തോത്രം. ആത്മാവ് പറയുന്നത് എടുക്കുക. ಆತ್ಮನು ನಿಮಗೆ ಹೇಳುವುದನ್ನ ತಗೊಳ್ರಿ. പരിശുദ്ധം എന്തിനുള്ളതാ? ಪವಿತ್ರಾತ್ಮ ಯಾಕಿರುವ? വചനമെല്ലാം അനുസരിക്കണ പരിശുദ്ധാത്മ എന്തിനാണ്? ವಾಕ್ಯವೆಲ್ಲ അനുസരിക്കണ പരിശുദ്ധ എന്തിനാ? ವಾಕ್ಯವನ್ನೆಲ್ಲ ನಾವೇ ಅನುಸರಿಸೋದಾದ್ರೆ ಪವಿತ್ರಾತ್ಮ ಯಾಕೆ? വചനം അനുസരിക്കണ പരിശുദ്ധാത്മാണ്. ವಾಕ್ಯವನ್ನ ಅನುಸರಿಸಬೇಕಂದ್ರೆ ಪವಿತ್ರಾತ್ಮ ಬೇಕು. അല്ലാതെ ആർക്കും അനുസരിക്കാൻ പറ്റത്തില്ല. ಪವಿತ್ರಾತ್ಮನ ಇಲ್ಲದೆ ಒಂದು ವಾಕ್ಯವನ್ನ ಅನುಸರಿಸುವುದಕ್ಕೆ ಯಾರಿಗೂ ಆಗೋದಿಲ್ಲ. പരിശുദ്ധം തരും, ഏത് ഭാഗം നീ എടുത്ത് വിശ്വസിക്കും. ಪವಿತ್ರಾತ್ಮನ ಕೊಡ್ತಾರೆ, ನೀನು ಯಾವ ವಾಕ್ಯವನ್ನ ತೆಗೆದು ನಂಬಬೇಕು, അതിനെ വിശ്വസിക്കണം. ಅದನ್ನ ನೀನು ನಂಬಬೇಕು. ഹല്ലേലൂയ. അതാ സഹായിക്കുന്നത്. ಅದಾಗಿದೆ ನಿಮಗೆ ಸಹಾಯ ಮಾಡೋದು. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ക്രൂശിന്മേൽ ആയുധവർഗം വെപ്പിച്ചു. ಶಿಲುಬೆಯಲ್ಲಿ ನಿರಾಯುಧನಾಗಿ ಮಾಡುದನು. അപ്പൊ പിശാചിയിൽ ആയുധമില്ല. ಹಾಗಾದ್ರೆ ಸೈತಾನನ ಕೈಯಲ್ಲಿ ಆಯುಧ ಇದೆ. ആയുധം നമുക്ക് തന്നിട്ടുണ്ട്. ಆಯುಧವನ್ನ ದೇವರು ನಮಗೆ ಕೊಟ್ಟಿದ್ದ. നമുക്ക് ആയുധമുണ്ട്. ನಮಗೆ ಆಯುಧ ಇದೆಯಾ? ആയുധമുണ്ട്. ಆಯುಧ ಇದೆ. എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ಎಫೆಸ ಪತ್ರಿಕೆ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ಕಾಣುತ್ತೇವೆ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കയ്യിൽ ആത്മാവിന്റെ വാളുണ്ട്. ನಮ್ಮ ಕೈಯಲ್ಲಿ ಆತ್ಮನ ಕತ್ತಿ ಇದೆ. പിശാചിനെ വെട്ടുന്ന, അവന്റെ പ്രവൃത്തിയെ വെട്ടുന്ന വാളുണ്ട്. ಸೈತಾನನ ಕಾರ್ಯಗಳನ್ನ ಕತ್ತರಿಸುವ ಕತ್ತಿ ಇವಾಗ ನಮ್ಮ ಕೈಯಲ್ಲಾಗಿದೆ നമ്മുടെ ಇರುವುದು. കയ്യിലാണുള്ളത്. ನಮ್ಮ ಕೈಯಲ್ಲಾಗಿದೆ ಇರುವುದು ആത്മാവിന്റെ വാള്, ಆತ್ಮನ ಕತ್ತಿ. പ്രാർത്ഥന എന്ന ധൂപം, ಪ್ರಾರ್ಥನೆ ಎಂಬ ಧೂಪ, രക്ഷ എന്ന ശിരസ്ത്രം, ರಕ್ಷಣೆ ಎಂಬ ಶಿರಸ್ತ್ರ, നീതിയുടെ കവചം. ನೀತಿ ಎಂಬ ವಜ್ರ ಕವಚ. എഫെസ്യർ 6:10 മുതൽ കാണാൻ കഴിയും. ಎಫೆಸ ಪತ್ರಿಕೆ 6ನೇ 12ನೇ ವಾಕ್ಯದಿಂದ ನೀವು ಓದುವುದಾದರೆ പിശാചിന് ആയുധമില്ല, ಸೈತಾನನ ಕೈಯಲ್ಲಿ ಆಯುಧವಿಲ್ಲ, അവരുടെ കയ്യിൽ ആയുധമുണ്ട്. ನಮ್ಮ ಕೈಯಲ್ಲಿ ಆಯುಧ ಇದೆ. ആത്മാവിന്റെ വാള് ಆತ್ಮನ ಕತ್ತಿ ഇത് യേശുവിന്റെ കയ്യിലുണ്ടായിരുന്നു. ಇದು ಯೇಸುವಿನ ಕೈಯಲ್ಲಿತ್ತು. ആ വാളെടുത്താണ് പിശാചിനെ യേശു വെട്ടിയത്. ಆ ಕತ್ತಿಯನ್ನು ತಗೊಂಡಾಗಿದೆ ಸೈತಾನನ ಯೇಸು ಕತ್ತರಿಸಿದ್ದು. എവിടെ വെച്ച്? ಎಲ್ಲಿ? ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം. ಲೂಕನ 4:4ನೇ ಅಧ್ಯಾಯ. പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വന്നു. ಸೈತಾನನು ಯೇಸುವನ್ನು ಶೋಧಿಸುವುದಕ್ಕಾಗಿ ಬಂದನು. തന്റെ ആയുധം എടുത്തുകൊണ്ട് വന്നു. ತನ್ನ ಆಯುಧ ಹಿಡ್ಕೊಂಡು ಬಂದನು. യേശു തന്റെ വാളെടുത്തു. ಯೇಸು ತನ್ನ ಕತ್ತಿಯನ್ನು ತೆಗೆದು അവനെ ആ വാള് കൊണ്ട് വെട്ടി. ಆ ಕತ್ತಿಯಿಂದ ಆ ಸೈತಾನನ ತಂತ್ರಗಳನ್ನು ക്രിസ്തുവിന്റെ ಕತ್ತರಿಸಿದ. വചനം ഉപയോഗിച്ചു. ಅಂದ್ರೆ ವಾಕ್ಯವನ್ನು ತೆಗೆದು ಉಪಯೋಗಿಸಿದ. വചനം ഇരുവായിട്ടുള്ള വാളാണ്. ವಾಕ್ಯವು ಬಾಯಿ ಕತ್ತಿಯಾಗಿದೆ. അതെടുത്ത് യേശു ಅದನ್ನ ಯೇಸು ತೆಗೆದು ആ വാള് നമ്മളെ തന്നിരിക്കുക. ಆ ಕತ್ತಿಯನ್ನ ಇವಾಗ ಯೇಸು ನಮಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. ആത്മാവിന്റെ വാള്, ಆತ್ಮನ ಕತ್ತಿ. ആത്മാവിന്റെ വചനം എടുത്താൽ, ಪವಿತ್ರಾತ್ಮನ ವಾಕ್ಯಗಳನ್ನು ತೆಗೆದರೆ, ആത്മാവിന്റെ വചനം എടുത്താൽ, ಆತ್ಮನಿಂದ ಬರುವ ವಾಕ್ಯವನ್ನು ತೆಗೆದರೆ, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ಅದರಿಂದ ಪ್ರಾರ್ಥನೆ ಮಾಡಿ, അതുകൊണ്ട് ശ്വാസിച്ചാൽ, ಅದರಿಂದ ಗದರಿಸಿದ್ರೆ പിശാചിനെ കെട്ടി ಸೈತಾನನ ಕಟ್ಟು ಬಿಚ್ಚಲ್ಪಡುತ್ತೆ. അവന്റെ കയ്യിൽ ആയുധമില്ല. ಅವನ ಕೈಯಲ್ಲಿ ಆಯುಧ ಇಲ್ಲ. ആയുധത്തെ ക്രൂശിൽ യേശു അപ്പിച്ചു. ಆಯುಧವನ್ನ ಶಿಲುಬೆಯಲ್ಲಿ ಯೇಸು
ಇಲ್ಲದಂತೆ ಮಾಡಿದ್ರು. ഇപ്പൊ ആയുധമില്ലാത്ത പിശാച, ಈಗ ಆಯುಧ ಇಲ್ಲದೆ ಇರೋ ಸೈತಾನ എല്ലാം നഷ്ടപ്പെട്ട പിശാച, ಎಲ್ಲವೂ ನಷ್ಟವಾಗಿರೋ ಪಾಪರಾಗಿರೋ ಸೈತಾನ ಆಗಿದ್ದಾನೆ. നിത്യത നഷ്ടപ്പെട്ടു, ಅವನಿಗೆ ನಿತ್ಯತ್ವ ನಷ್ಟ, അവന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, ಅವನ ಸೌಂದರ್ಯ ನಷ್ಟ ಆಯ್ತು. അവനെന്ത് സൗന്ദര്യമായി നമ്മൾ കൊടുത്തില്ല. ಅವನಿಗೆ ಎಷ್ಟು ಸೌಂದರ್ಯವಾಗಿದೆ ದೇವರು ಕೊಟ್ಟಿದ್ದು. അവനിಗೆ ചില ആയുധങ്ങളുണ്ടായി, ಅವನ ಕೈಯಲ್ಲಿ ಕೆಲವು ಆಯುಧಗಳಿತ್ತು, അതും ക്രൂശിലൂടെ നീങ്ങി. ಅದು ಶಿಲುಬೆಯಲ್ಲಿ ನೀಗೋಯ್ತು. അവന്റെ തല യേശു തകർത്തു. ಅವನ ತಲೆಯನ್ನು ಯೇಸು ಜಜ್ಜಿದ್ರು. ഇപ്പൊ തല തകർന്ന വ്യക്തിയായിട്ടാണ് ಈಗ അവനുള്ളത്. ತಲೆ ಜಜ್ಜಲ್ಪಟ್ಟ ವ್ಯಕ್ತಿಯಾಗಿ ಅಲ್ಲ, ತಲೆ ಇಲ್ಲದ ವ್ಯಕ್ತಿಯಾಗಿ ಅವನಿರುವುದು. ഇപ്പൊ മറ്റു തലകൾ അവന് വേണം. ಈಗ ಬೇರೆ ತಲೆಗಳವನಿಗೆ ಬೇಕು. അതുകൊണ്ട് ചിന്ത അവന് വിട്ടുകൊടുക്കും. ಆದ ಕಾರಣ ನಮ್ಮ ಚಿಂತೆಗಳನ್ನು ಅವನು ಬಿಟ್ಕೊಡ್ಬಾರ್ದು. ಆಮೆನ್ ಆಮೆನ್. മനസ്സിലായവർക്ക് ദൈവത്തെ ಅರ್ಥ ಆದವರಿಗಾಗಿ ಸ್ತೋತ್ರ. ഹല്ലേലൂയ. അതെ. കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. അല്ല ദൈവമോ ದೇವರು മരണപാശങ്ങളെ അഴിച്ചു. ದೇವರು ಮರಣ ಪಾಶಗಳನ್ನು ಬಿಡಿಸಿದರು. ചിലതിനെ കർത്താവ് അഴിക്കാൻ പോയി, ಕೆಲವನ್ನ ದೇವರು ಬಿಡಿಸುವುದಕ್ಕೆ ಹೋಗುತ್ತಿದ್ದ, ചിലതിനെ കർത്താവ് അഴിക്കാൻ പോയി, ಕೆಲವನ್ನ ದೇವರು ಬಿಚ್ಚುವುದಕ್ಕೆ ಹೋಗುತ್ತಿದ್ದ, ചിലതിനെ കർത്താവ് അഴിക്കാൻ പോവുകയാണ്. ಕೆಲವನ್ನೆಲ್ಲ ದೇವರು ಬಿಚ್ಚುವುದಕ್ಕಾಗಿ യേശു ಹೋಗುತ್ತಿದ್ದ. ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം, ಯೇಸು ಕ್ರಿಸ್ತನ ಅಧಿಕಾರವುಳ್ಳ ನಾಮದಲ್ಲಿ ജീവിതത്തെ, ಜೀವಿತವನ್ನ, ലക്ഷ്യത്തെ, ಜೀವಿತದ ಗುರಿಯನ್ನ മുമ്പോട്ട് പോകാൻ വിടാതെ ಮುಂದಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕೆ ചില ಬಿಡದೆ, കുടുംബത്തെ, ಕೆಲವು ಕುಟುಂಬದಲ್ಲಿ കുടുംബത്തിന് വിരോധമായി എഴുതിയ ചില കെട്ടുകൾ ಕುಟುಂಬಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಬರೆದಂತ ಕೆಲವು ಕಟ್ಟುಗಳು ആത്മാവിനെ കാണുകയാണ്. ಜ್ಞಾನಾತ್ಮದಲ್ಲಿ ಕಾಣಿಸಿದೆ. പിശാചുകളുടെ കെട്ടുകൾ ಸೈತಾನನ ಕಟ್ಟಿದ ಕೆಲವು യേശു ಕಟ್ಟುಗಳು അഴിച്ചിരിക്കുകയാണ്. ಯೇಸು ಬಿಚ್ಚಿದ್ದಾರೆ. യേശು അഴിച്ചിരിക്കുകയാണ്. ಯೇಸು ಬಿಚ್ಚಿದ್ದಾರೆ. നിങ്ങൾ അറിയാതെ, ನೀವೇ ತಿಳಿಯದೆ, നിങ്ങളുടെ പിതാക്കന്മാർ, ನಿಮ್ಮ ಪಿತೃಗಳು, നിങ്ങളുടെ പിതാക്കന്മാർ ನಿಮ್ಮ ಪಿತೃಗಳು സത്യ ദൈവത്തെ അറിയാതെ, ಸತ್ಯ ದೇವರನ್ನ ತಿಳಿಯದೆ, അന്ന് അവരെ അറിഞ്ഞ ദൈവത്തെ, ಅವತ್ತು ಅವರು ತಿಳ್ಕೊಂಡಿದ್ದಂತ ದೇವರನ್ನ ആ ദൈവമായിരുന്നു അവർക്ക് അറിയത്തില്ല. ಅದು ದೇವರಾಗಿರ್ಲಿಲ್ಲ ಅಂತ ಅವ್ರಿಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. അതിന്റെ ഇഷ്ടപ്രകാരം ಅದರ ಇಷ್ಟ ಪ್ರಕಾರ അവർ ചെയ്ത ചില ശക്തികൾ ಮಾಡಿದ ಕೆಲವು ಶಕ್ತಿಗಳು തലമുറയ്ക്ക് വിരുദ്ധമായിട്ട് നീങ്ങുമ്പോൾ ತಲೆಮಾರಿಗೆ ವಿರುದ್ಧವಾಗಿ ಬಂದು ನಿಂತಿರುವ ആ കയ്യെഴുത്തിനെ ಆ ಕೈ ಬರಹ യേശു മായ്ച്ചിരിക്കുകയാണ്. ಯೇಸು ಅಳಿಸಿ ಬಿಟ್ಟಿದ್ದಾರೆ. പഴയതിനോർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ಇನ್ನು ಹಳೆದನ್ನ ನೆನ್ಸಿ ಭಯಪಡೋದು ಅಗತ್ಯ ಇಲ್ಲ. ಅವತ್ತು ಹಂಗ್ ಮಾಡಿದ್ವಿ ಹಂಗಾಯ್ತಾ, ಹಿಂಗ್ ಮಾಡಿದ್ವಿ ಹಿಂಗಾಯ್ತಾ ಅಂತ ಭಯಪಡ್ಬೇಕಾದ್ರೆ ಅಗತ್ಯ ಇಲ್ಲ. അതിന്റെ പേര് പോലും പറയരുത്. ಇವತ್ತು ಅದರ ಹೆಸರನ್ನು ಕೂಡ ಹೇಳ್ಬಾರ್ದು. ക്രൂശിൽ ജീവിക്കുക ഇന്നലെ കണ്ടത് പോലെ. ನೀನ್ ನೆನ್ನೆ ಕೇಳಿದ ಪ್ರಕಾರ ಶಿಲುಬೆ ಮರೆಯಲ್ಲೇ ಜೀವಿಸು. ക്രൂശിൽ നടന്ന കാര്യം ಶಿಲುಬೆಯಲ್ಲಿ ನಡೆದ ವಿಷಯ വർണ്ണിക്കാൻ കഴിയാത്ത അപ്പുറമാണ്. ವರ್ಣಿಸಲು ಆಗುವುದಕ್ಕಿಂತ ದೊಡ್ಡದಾಗಿದೆ. ക്രൂശിൽ നടന്ന വെളിപ്പാട് ಶಿಲುಬೆಯ ಪ್ರಕಟಣೆ പലർക്ക് മനസ്സിലാത്ത കാരണം ಅನೇಕರಿಗೆ ಅರ್ಥವಾಗದಿರೋಕೆ ಕಾರಣ അവിടെയാണ് യഥാർത്ഥ വിടുതല്. ಅಲ್ಲಾಗಿದೆ ನಿಜವಾದ ಬಿಡುಗಡೆ. അവിടെ നടക്കാത്ത വിടുതലില്ല. ಆ ಶಿಲುಬೆಯಲ್ಲಿ ನಡೆಯದೇ ಇರೋ ಯಾವ ಬಿಡುಗಡೆನೂ ಇಲ್ಲ. അവിടെ നടക്കാത്ത വിടുതലില്ല. ಅಲ್ಲಿ ನಡೆಯದೇ ಇರೋ ಬಿಡುಗಡೆ ಇಲ್ಲ. സകലത്തിന്റെ മേൽ ജയമുണ്ടായത് അവിടെയാണ്. ಎಲ್ಲದರ ಮೇಲೂ ಜಯ ಉಂಟಾಗೋದು ಅಲ್ಲಾಗಿದೆ. ദൈവത്തിന്റെ പ്ലാൻ പദ്ധതിയും ದೇವರ ಯೋಜನೆಗಳು ಮತ್ತು ಉದ್ದೇಶಗಳು മനുഷ്യനിലൂടെ നഷ്ടപ്പെട്ടത് ಮನುಷ್ಯರ ಮೂಲಕ ನಷ್ಟವಾಗಿದ್ದು വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടത് അവിടെയാണ്. ಪುನಃ ಸ್ಥಾಪಿಸಲ್ಪಟ್ಟಿದ್ದು ಅಲ್ಲಾಗಿದೆ. അകന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിച്ചു. ಅಗಲಿ ಹೋದ ಮನುಷ್ಯನನ್ನ ದೇವರಿಗೆ ಸಮೀಪಸ್ಥರಾಗಿ ಮಾಡಲಾಯಿತು. ദൈവത്തോട് അടുപ്പിച്ചു. ದೇವರಿಗೆ ಸಮೀಪಸ್ಥರಾಗಿ ಮಾಡಲಾಯಿತು. നിത്യ രാജ്യത്തിലേക്ക് ನಿತ್ಯ ರಾಜ್ಯಕ್ಕೆ യേശു ಸೇರಿಸಲಾಯಿತು. ക്രിസ്തുവിന്റെ വഴി ഒരുങ്ങി. ಯೇಸು ಕ್ರಿಸ್ತನ ಮೂಲಕವಾಗಿ ದಾರಿ ಸಿದ್ಧವಾಯಿತು. എവിടെയാണ് വഴി? ಎಲ್ಲಾಗಿದೆ ದಾರಿ? എവിടെയാണ് ഇനി വഴി? ಎಲ್ಲಾಗಿದೆ ಇನ್ನು ದಾರಿ? എവിടെയാണ് ഇനി രക്ഷ? ಇನ್ನೆಲ್ಲಾಗಿದೆ ನಮಗೆ അത് ರಕ್ಷಣೆ? ഏത് വഴിയാണ്? ಅದು ಯಾವ ದಾರಿ? യേശു പറയുകയാണ്, യേശು ಹೇಳ್ತಿದ್ದಾರೆ, ഞാൻ തന്നെ വഴിയും സത്യവും. ನಾನೇ ಮಾರ್ಗವು ಸತ್ಯವೂ ಆಗಿದೆ. അവൻ ഒരിക്കൽ മനുഷ്യനായിരുന്നു. ಒಮ್ಮೆ ನಾನು ಸತ್ತವನಾಗಿದ್ದೇನೆ. അവൻ എന്തെങ്കിലും ജീവിച്ചിരിക്കുന്നു. ಒಮ್ಮೆ ಸತ್ತವನಾಗಿದ್ದೇನೆ. ಇವತ್ತು ಅವನ ಎಂದೆಂದಿಗೂ അവൻ ಜೀವಿಸುವನಾಗಿದ್ದಾನೆ. മരണപാശങ്ങൾ അഴിച്ചു. ಅವನ ಮರಣ ವೇದನೆಗಳಿಂದ ಬಿಡಿಸಲಾಯಿತು. ഇന്ന് മുമ്പിൽ വന്ന് നിന്ന് പറയുന്നു, ಇವತ್ತು ನಮ್ಮ ಮುಂದೆ ಬಂದು ನಿಂತು ಅವನು ಹೇಳ್ತಿದ್ದಾನೆ, ഞാൻ തന്നെ വഴിയും ನಾನೇ സത്യവും. ಮಾರ್ಗವು ಸತ್ಯವೂ. ചില കുടുംബത്തിന്റെ അടുക്കലേക്ക്, ಕೆಲವು ಕುಟುಂಬದ ಬಳಿಗೆ, ചില വ്യക്തിയുടെ അടുക്കലേക്ക് ಕೆಲವು ವ್ಯಕ್ತಿಗಳ ಬಳಿಗೆ യേശു ഉറപ്പ് പറയുകയാണ്, ಯೇಸು ದೃಢವಾಗಿ ಹೇಳ್ತಿದ್ದಾನೆ, എന്റെ വഴി വേറെ കാര്യമല്ല, ನಿನ್ನ ಮಾರ್ಗ ಬೇರೆ ಯಾರು ಅಲ್ಲ, ഞാൻ തന്നെയാണ്. ನಾನೇ ಆಗಿದ್ದೇನೆ. ഞാൻ തന്നെയാണ്. ನಾನೇ ಆಗಿದ್ದೇನೆ. ഞാൻ നിന്റെ മേൽ വഴിയായാണ്. ನಾನು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ നീ ಮಾರ್ಗವಾದ കണ്ണീർ ഒഴുകേണ്ട ഗതികൾ വരത്തില്ല. ಸೋಲಿಸಬೇಕಾಗಿ ಬರುವುದಿಲ್ಲ. നീ പരാജയമാകേണ്ട ഗതികൾ ನೀನು വരത്തില്ല. ಸೋಲಬೇಕಾಗಿ ಬರುವುದಿಲ್ಲ. നീ ബന്ധിക്കപ്പെടേണ്ട ആവശ്യം വരത്തില്ല. ಬಂಧಿಸಲ್ಪಡಬೇಕಾದ ಅಗತ್ಯ ಬರುವುದಿಲ್ಲ. യേശു പറയുകയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾನೆ, നിങ്ങളുടെ വഴി യേശുവാകട്ടെ. ನಿಮ್ಮ ಮಾರ್ಗ ಯೇಸುವಾಗಿರಲಿ. നിങ്ങളുടെ വഴി യേശുവാകട്ടെ. ನಿಮ್ಮ ಮಾರ್ಗ ಯೇಸುವಾಗಿರಲಿ. എന്റെ വഴി യേശുവാകട്ടെ. ನನ್ನ ಮಾರ್ಗ ಯೇಸುವಾಗಿರಲಿ. യേശുവാണ് എന്റെ വഴിയെങ്കിൽ ಯೇಸುವೇ ನನ್ನ ഞാൻ ಮಾರ್ಗವಾಗಿರಲಿ. പോകുന്ന യാത്രയിൽ ನಾನು ಹೋಗೋ ಪ್ರಯಾಣದಲ್ಲಿ ഏത് തകർച്ചയുണ്ടെങ്കിലും ಯಾವ നാശನವಿದ್ದರೂ അവിടെ ഒക്കെ ഒരു വെടിതല ഉറപ്പായി. ಅಲ್ಲೆಲ್ಲ ಒಂದು ಬಿಡುಗಡೆ ನಿಶ್ಚಯವಾಗಿ ನಡೆಯುತ್ತದೆ. യേശുവിന്റെ വഴിയാണെങ്കിൽ ಯೇಸು ನನ್ನ ഞാൻ ಮಾರ್ಗವಾಗಿದೆ. ഒരിക്കലും നശിക്കുന്ന പരിപാടിയില്ല. ನಾನು ಎಂದಿಗೂ ನಾಶವಾಗಬೇಕಾಗಿ ಬರುವುದಿಲ್ಲ. യേശുവിന്റെ വഴിയാണെങ്കിൽ ಯೇಸು ನನ್ನ ഞാൻ ಮಾರ್ಗವಾಗಿದೆ. പരാജയപ്പെടുന്ന പ്രശ്നമില്ല. ನಾನು ಸೋಲಬೇಕಾದ ಪ್ರಶ್ನೆಯೇ ಇಲ್ಲ. യേശു നമ്മുടെ വഴിയാണെങ്കിൽ ಯೇಸು ನಮ್ಮ ದಾರಿಯಾಗಿದೆ. ഒരിക്കലും ആ വഴി അടയത്തില്ല. ಎಂದಿಗೂ ಆ ಮಾರ್ಗ ಮುಚ್ಚಲ್ಪಡೋದಿಲ್ಲ. യേശു നമ്മുടെ വഴിയാണെങ്കിൽ ಯೇಸು ನಮ್ಮ ಮಾರ್ಗವಾಗಿದ್ದು ആ വഴി ഇനിയും ഇനിയും ഓപ്പൺ ಆ ആയിക്കൊണ്ടിരിക്കും. ಮಾರ್ಗ ಇನ್ನು ನಮಗಾಗಿ ആ ತೆರೆಯುತ್ತದೆ. വഴി തീർന്നു പോകത്തില്ല. ಆ ಮಾರ್ಗ ಮುಗಿದೋಗುದಿಲ್ಲ. ആ വഴി തീർന്നു പോകത്തില്ല. ಆ ಮಾರ್ಗ ಮುಗಿದೋಗುದಿಲ್ಲ. നിങ്ങൾ നോക്കുമ്പോൾ ನೀವು ನೋಡುವಾಗ സമുദ്രത്തിന്റെ അറ്റം നോക്കിയാൽ ಸಮುದ್ರದ ತುದಿ ನೋಡಿದ್ರೆ ആകാശം താഴ്ന്നു നിൽക്കുന്ന കാണാൻ കഴിയും. ಆಕಾಶವು ಸಮುದ್ರಕ್ಕೆ ಈ ರೀತಿಯಲ್ಲಿ ಅಲ್ಲೆಲ್ಲ ಟಚ್ ಆಗಿರೋದನ್ನ ಕಾಣಬಹುದು. ഏകദേശം പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റും. ಬೇಗ ಯೋಚನೆ ಮಾಡಬಹುದು. ഓ ഇത്ര ദൂരമുള്ള അവിടെ വരെ ಓ പോകാൻ. ಇಷ್ಟೇ ದೂರ ಆ ಸಮುದ್ರದ ಆ ತುದಿ ತಲುಪಲಿಕ್ಕೆ. നിങ്ങൾ അവിടെ വരെ പോകുമ്പോൾ ನೀವು ಅಲ್ಲಿವರೆಗೆ ಹೋಗುವಾಗ വീണ്ടും അത് അതേപോലെ കാണും. ಪುನಃ ಅದೇ ರೀತಿಯಲ್ಲಿ ಕಾಣುತ್ತೆ. വീണ്ടും അതുപോലെ പോകുമ്പോൾ ಪುನಃ ಅದೇ ರೀತಿ ಮುಂದೆ അതേപോലെ ಹೋಗುವಾಗ കാണും. ಅದೇ ರೀತಿ ಕಾಣುತ್ತೆ. യാത്ര ചെയ്ത് തീർക്കാൻ കഴിയത്തില്ല. ಪ್ರಯಾಣ ಮಾಡಿ ಮುಗಿಸಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. അതേപോലെ ಇದೇ ರೀತಿ ദൈവത്തിന്റെ വഴി ದೇವರ ದಾರಿ ഈ ജീവിത യാത്രയിൽ ಈ ಜೀವಿತ ಪ್ರಯಾಣ
ഒരിക്കലും മടങ്ങത്തില്ല, ಎಂದಿಗೂ ಮುಚ್ಚಲ್ಪಡಲ್ಲ, ഒരിക്കലും തീർന്നു പോകത്തില്ല. ಎಂದಿಗೂ ಮುಗಿದೋಗುವುದಿಲ್ಲ. പരാജയമില്ലാത്ത വഴിയാണ്, ಸೋಲಿಲ್ಲದ ದಾರಿಯಾಗಿದೆ, വിടുതലിന്റെ വഴിയാണ്, ಬಿಡುಗಡೆಯ ದಾರಿಯಾಗಿದೆ, അനുഗ്രഹങ്ങൾ തുറക്കുന്ന വഴിയാണ്, ಆಶೀರ್ವಾದ ತೆರೆಯುವ ದಾರಿಯಾಗಿದೆ, എല്ലാത്തിനും നന്മ ഉണ്ടാകുന്ന വഴിയാണ്, ಇಲ್ಲದೆ ಇರುವ ಸ್ಥಳದಲ್ಲಿ ಅನುಗ್ರಹ ಉಂಟಾಗುವ ದಾರಿಯಾಗಿದೆ, സമാധാനം നൽകുന്ന വഴിയാണ്, ಸಮಾಧಾನ ಕೊಡುವ ದಾರಿಯಾಗಿದೆ, തല താഴ്ത്താൻ പറ്റുന്നതല്ല, ತಲೆ ತಗ್ಗಿಸಬೇಕಾಗಿ ಬರುವ അത് ದಾರಿ ഉയർത്തി ಅಲ್ಲ, നടക്കുന്ന വഴിയാണ്. ತಲೆ ಎತ್ತಿ ನಡೆಯುವ ಮಾರ್ಗವಾಗಿದೆ. യേശു പറയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾನೆ, ഇനി മുതൽ ಇನ್ನು ಮೇಲೆ വീണ്ടെടുക്കപ്പെട്ട ಹೊಸದಾಗಿ ಹುಟ್ಟಿದ ദൈവമക്കളുടെ ದೇವರ ಮಕ್ಕಳ വഴി ದಾರಿ വേറെ ആരും ഒരുക്കിയതല്ല. ಬೇರೆ ಯಾರು ಸಿದ್ಧ ಮಾಡಿದಲ್ಲ. യേശു പറയുകയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾನೆ, ഞാൻ തന്നെ വഴിയും ಅವರ സത്യവും ಮಾರ್ಗ ನಾನೇ ಮಾರ್ಗ, ಅವರ ಮಾರ್ಗ ನಾನೇ ಆಗಿದೆ. എന്റെ വഴി ನನ್ನ ಮಾರ್ಗ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുപോകും. ವಾಗ್ದಾನಗಳಿಗೆ ಕರೆದುಕೊಂಡು എന്റെ ಹೋಗ್ತದೆ. വഴി കൂടെ നടന്നാൽ ನನ್ನ ಮಾರ್ಗದ ನಡುವೆ ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങളിലൂടെ ನಾನು ಹೇಳಿದ ವಾಗ್ದಾನಗಳಿಗೆ നിങ്ങളെ കൊണ്ടുപോകും. ನಿಮ್ಮ ಕರ್ಕೊಂಡು ಹೋಗ್ತೇವೆ. പച്ചയായ പുൽപ്പുറങ്ങളിൽ ಹಸಿರು ಹುಲ್ಲುಗಾವಲುಗಳಲ್ಲಿ സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തിലേക്ക് ವಿಶ್ರಾಂತಿಕರವಾದ ನೀರುಗಳ ഈ ಬಳಿ നല്ല ഇടയൻ ಈ ಒಳ್ಳೆ ಕುರುಬನ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ನಮ್ಮನ್ನ ಕರೆದುಕೊಂಡು ಹೋಗುತ್ತೇವೆ. തീരത്തില്ല, ഈ വഴി അവസാനിക്കത്തില്ല. ಈ ದಾರಿ ಮುಗಿದೋಗುವುದಿಲ್ಲ. അടുത്ത പ്രൊമോഷനിലേക്ക് വഴി കൊണ്ടുപോകും. ಈ ದಾರಿಯು ಈ ಮಾರ್ಗವು ನಮ್ಮನ್ನ ಮುಂದಿನ ಪ್ರಮೋಷನ್ಗೆ അടുത്ത ಕರೆದುಕೊಂಡು പ്രൊമോഷനിലേക്ക് കൊണ്ടുപോകും. ಮುಂದಿನ ಪ್ರಮೋಷನ್ಗೆ ಕರೆದುಕೊಂಡು ഈ വഴി എവിടെ എത്തുമെന്നറിയാമോ? ಈ ಮಾರ್ಗ ಎಲ್ಲಿಗೆ ತಲುಪುತ್ತದೆ? വെളിപ്പാട് പുസ്തകം ಪ್ರಕಟಣೆ ಪುಸ್ತಕ 22-ാം അധ്യായം 22ನೇ അവിടെ ಅಧ್ಯಾಯ എഴുതിയിരിക്കുന്നു, ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, പിതാവിന്റെയും ತಂದೆಯ പുത്രന്റെയും ಮತ್ತು ಪುತ್ರನ മധ്യയുള്ള ಮಧ್ಯದಲ್ಲಿರುವ കണ്ണാടി കടൽ ಅಲ್ಲಿ ಸ್ಫಟಿಕದಂತಿರುವಂತ ನದಿ പരിശുദ്ധാത്മാവ് ಪವಿತ್ರಾತ್ಮನು അതിന്റെ ഇരുകരയും ಅದರ ಎರಡು ದಡಗಳು ജീവവൃക്ഷങ്ങൾ നിൽക്കുന്നു. ಜೀವ ವೃಕ್ಷಗಳು ನಿಂತಿವೆ. അവിടം വരെയും വഴി, ಅಲ್ಲಿಯ ತನಕ ತಲುಪುವ ಅಲ್ಲಿಯವರೆಗೆ ತಲುಪುವ ತನಕವೂ ಈ ಮಾರ್ಗ, സ്വർഗീയ കൂടാരം വരെ ഈ വഴി. ಪರಲೋಕದ ಗುಡಾರವನ್ನ ತಲುಪುವ ತನಕ ಈ ಮಾರ್ಗ. ഈ ശരീരം വിട്ടാൽ ಈ ಶರೀರ ಬಿಟ್ರೆ മറ്റൊരു ശരീരത്തിലുള്ള പ്രൊമോഷൻ. ಬೇರೊಂದು ಶರೀರವನ್ನ ಕೊಡುವಂತಹ ಪ್ರಮೋಷನ್ ಅನ್ನ ನೀಡುವ ಆ ಮಾರ್ಗ. ഈ ശരീരം വിട്ടാൽ ಈ ಶರೀರ ಬಿಟ್ರೆ സ്വർഗീയ പരദീസിക്കുള്ള വഴി. ಪರಲೋಕದ ಪರದೀಸಕ್ಕಿರುವಂತ ಮಾರ್ಗ. ആമേ പ്രൊമോഷന് ശേഷമുള്ള ಪ್ರಮೋಷನ್ ನಂತರವಿರುವ ഒരു ജീവിതത്തിലേക്കുള്ള വഴി. ಆ ಜೀವಿತಕ್ಕಿರುವಂತ ಒಂದು ಮಾರ್ಗ. യേശു പറയാണ്, യേശು ಹೇಳ್ತಿದ್ದಾನೆ, ഞാൻ തന്നെ വഴിയും സത്യവും ನಾನೇ ജീവനും. ಮಾರ್ಗವು ಸತ್ಯವೂ ಜೀವವಾಗಿದ್ದೇನೆ. യേശു പറയാണ്, യേശು ಹೇಳ್ತಿದ್ದಾನೆ, ഏദൻ തോട്ടത്തിൽ വെച്ച് ಏದೇನ್ ತೋಟದಲ್ಲಿ ഏദൻ തോട്ടത്തിൽ വെച്ച് ಏದೇನ್ ತೋಟದಲ್ಲಿ ഇനി ആ തോട്ടത്തിൽ കയറാതിരിക്കാൻ ಇನ್ನು ಆ ತೋಟದಲ್ಲಿ ಯಾರು ಪ್ರವೇಶ ಮಾಡದೇ ആ വഴി ಇರುವುದು, ദൈവം അടച്ചു. ಆ ಮಾರ್ಗವನ್ನ ದೇವರು ആ വഴി ಮುಚ್ಚಿದರು. ദൈവം അടച്ചു. ಆ ಮಾರ್ಗವನ್ನು ದೇವರು ಮುಚ್ಚಿದರು. രണ്ട് കെരൂബുകൾ ಎರಡು ಕೆರೂಬಿಯರನ್ನು അവ അടച്ചിട്ട് ಅಲ್ಲಿ ಆ ಏದೇನ್ ತೋಟದ ಬಾಗಿಲನ್ನು ಮುಚ್ಚಿ മിലിಟറി ആയിട്ട് നിൽക്കുകയാണ്. ಸಿಪಾಯಿಗಳಾಗಿ ದೇವದೂತರನ್ನು ಅಲ್ಲಿ ನಿಲ್ಲಿಸಿದ್ದಾರೆ. ആദത്തിന്റെ ഒരു സന്തതിയും ಆದಾಮನ ಯಾವ ಸಂತತಿ ಕೂಡ അങ്ങോട്ടേക്ക് കയറാൻ പറ്റത്തില്ല. ಅದರೊಳಗಡೆ ಪ್ರವೇಶ ಮಾಡಿ ಆಗುವುದಿಲ್ಲ. പാപം പാപം, ಯಾಕಂದ್ರೆ ಅದಕ್ಕೆ ಕಾರಣ ಪಾಪವೇ, ശാപം ശാപം, ಶಾಪವೇ, മരണം മരണം. ಮರಣವೇ. അവിടെ കയറാതിരിക്കുവാൻ, ಅಲ್ಲಿ ಹೋಗದೇ ಇರ್ಲಿಕ್ಕೆ, ആ ജീവവൃക്ഷം തൊടാതിരിക്കുവാൻ ಜೀವ ವೃಕ್ಷವನ್ನ ಮುಟ್ಟದೇ ಇರ್ಲಿಕ್ಕೆ രണ്ട് കെരൂബുകൾ നിൽക്കുന്നു. ಎರಡು ಕೆರೂಬಿಯರು ಸಿಪಾಯಿಗಳಾಗಿ ನಿಂತಿದ್ದಾರೆ. വഴി അടഞ്ഞു. ಆ ಏನೇ ತೋಟದ ಮಾರ್ಗ ಮುಚ್ಚಲಾಯಿತು. എന്നാൽ കാൽവരി ക്രൂശിലൂടെ ಕೆಲವಾರು ಶಿಲುಬೆ ಮೂಲಕ ദേവാലയത്തിന്റെ തിരിശില രണ്ടായി തുറന്നു. ದೇವಾಲಯದ ತೆರೆಯು ಎರಡು ಭಾಗವಾಯಿತು. യേശു ഈ തിരുവനന്തപുരം നിവർത്തിയിരിച്ചു. ಯೇಸು ಈ ಶಾಸ್ತ್ರವನ್ನ ನೆರವೇರಿಸಿದರು. ഞാൻ തന്നെ വഴിയും ನಾನೇ സത്യവും ಮಾರ್ಗವೂ ಸತ್ಯವೂ ಜೀವವೂ ಆಗಿದ್ದೇನೆ ಎಂಬ ಶಾಸ್ತ್ರವನ್ನು ನೆರವೇರಿಸಿದರು. ഇനിയുള്ള വഴി, ಇನ್ನಿರುವ ಮಾರ್ಗ, കെരൂബുകൾ നിൽക്കുന്ന, കാവൽ നിൽക്കുന്ന ಕೆರೂಬಿಯರು ಸಿಪಾಯಿಗಳಾಗಿ ನಿಂತಿರುವ അടഞ്ഞ വഴി, ಆ ಮುಚ್ಚಲ್ಪಟ್ಟ ಮಾರ್ಗ, ആദത്തിന് അടഞ്ഞ വഴി, ಆದಾಮನಿಗಾಗಿ ಮುಚ್ಚಲ್ಪಟ್ಟ ಮಾರ್ಗ, രണ്ടാമനായ ആദമായ ಎರಡನೇ ಆದಾಮನಾಗಿರುವ ക്രിസ്തുവിലൂടെ ಕ್ರಿಸ್ತನ ಮೂಲಕ ഒരു പുതുവഴി തുറന്നു. ಒಂದು ಹೊಸ ದಾರಿ ആ ತೆರೆಯಲಾಯಿತು. വഴിയാണ് ಆ ಮಾರ್ಗವೇ യോഹന്നാൻ 14:6. ಯೋಹಾನ ಬೆಳೆಸುವಂತ 14ನೇ ಅಧ್ಯಾಯ 6ನೇ ವಾಕ್ಯ. ഞാൻ തന്നെ വഴി. ನಾನೇ ಮಾರ್ಗವು ദേവാലയത്തിന്റെ ದೇವಾಲಯದ തിരിശിലയെ ತೆರೆಯನ್ನ രണ്ടായി കീറിക്കൊണ്ട് ಎರಡು ಭಾಗವಾಗಿ ಮಾಡಿ എന്നെയും ನನ್ನನ್ನು നിങ്ങളെയും ನಿಮ್ಮನ್ನು കൂട്ടിക്കൊണ്ട് ಜೊತೆಯಲ್ಲಿ ಕರ್ಕೊಂಡು യേശുക്രിസ്തുവിന്റെ വഴിയിലൂടെ ಯೇಸು ಕ್ರಿಸ್ತನ ಮಾರ್ಗದಲ್ಲಿ പിതാവിന്റെ അടുക്കലേക്ക് കയറി ತಂದೆಯ പോവുകയാണ്. ಬಳಿಗೆ ನಮ್ಮನ್ನು ಪ್ರವೇಶ ಮಾಡುವಂತೆ ಮಾಡುತ್ತಿದ್ದಾನೆ. യേശു ഒറ്റക്കല്ല. ಯೇಸು ಒಬ್ಬನೇ ಅಲ್ಲ. ഈ രണ്ട് അരിയത്താൽ വീണ്ടെടുക്കപ്പെട്ട ಅಲ್ಲಿ ಇಬ್ಬಾಗವಾದ ಆ ತೆರೆಯ ಮೂಲಕವಾಗಿ ಹಾದು ಹೋಗುತ್ತಾ ಇರುವಂತದ್ದು ಯೇಸು ಮಾತ್ರವಲ್ಲ, ಇದು ನನ್ನ ರಕ್ತದಿಂದ ಸ್ಥಾಪಿತವಾದಂತ ಸಭೆ. ആദാമിൽ നിന്നുകൊണ്ട് ಆದಾಮನಲ್ಲಿ ಇದ್ದುಕೊಂಡು പാപത്തിൽ മരിച്ച, ಪಾಪದಲ್ಲಿ ಸತ್ತ, ശാപം വീണ, ಶಾಪ ಬಿದ್ದ, രോഗമുള്ള, ರೋಗವುಳ್ಳ, മരണമുള്ള ಮರಣವುಳ್ಳ അതിനെ ക്രൂശിൽ വെച്ച് നീക്കിയിട്ട് ಅದನ್ನೆಲ್ಲ ಶಿಲುಬೆಯಲ್ಲಿ ನೀಗಿಸಿ വീണ്ടും ജനിച്ച, ಹೊಸದಾಗಿ ಹುಟ್ಟಿದ, എന്നോട് കൂടെയുള്ള, ನನ್ನೊಂದಿಗಿರುವ, ആത്മാവിൽ ജനിച്ച, ಆತ್ಮದಲ್ಲಿ ಹುಟ್ಟಿದ എന്റെ പ്രിയപ്പെട്ട, ನನ್ನ ಪ್ರಿಯರಾದ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ರಕ್ತದಿಂದ ವಿಮೋಚಿಸಲ್ಪಟ್ಟ മക്കൾ എന്റെ കൂടെ, ಮಕ್ಕಳು ನನ್ನ എന്റെ ಜೊತೆಯಲ್ಲಿ പുറകെ വരുന്നുണ്ട്. ನನ್ನ ಹಿಂದೆಯೇ മുമ്പ് ಬರುತ್ತಿದ್ದಾರೆ. യേശു കയറിപ്പോയി. ಮುಂದೆ ಯೇಸು ಹಾದು ಹೋದನು. രക്തവുമായി, സ്വന്തം രക്തമായി ತನ್ನ ಸ್ವಂತ ರಕ್ತದೊಡನೆ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ട് ತಂದೆಯ ಬಳಿಗೆ ಏರಿ ಹೋಗಿ വരുന്നുണ്ട്. ಬರುತ್ತಿದ್ದಾನೆ. എന്റെ പുറകെ വരുന്നുണ്ട്. ನನ್ನ ಹಿಂದೆ ಬರುತ್ತಿದ್ದಾನೆ. സഭ വരുന്നുണ്ട് പുറകെ. ಯೇಸು ತಂದೆಯಾದ ದೇವರ ಬಳಿಯಲ್ಲಿ ಹೇಳ್ತಿರುವಂತ ಒಂದು ವಿಷಯ, ನನ್ನ ಹಿಂದೆ ಬರುತ್ತಿದ್ದಾರೆ, ಸಭೆ ಬರುತ್ತಿದ್ದಾರೆ, ಸಭೆ ಬರ್ತಾ ಇದೆ. അവിടെ പോയി സ്ഥലമൊരുക്കിയിട്ട് ಅಲ್ಲಿ ಹೋಗಿ ಸ್ಥಳ ಸಿದ್ಧ ಮಾಡಿ മധ്യാകാശത്തിൽ വെച്ച് ಮಧ್ಯಾಕಾಶದಲ್ಲಿ ഞാൻ അവിടെ ഇറങ്ങിപ്പോയി ನಾನು ಅಲ್ಲಿ ಹಿಡಿದು ಹೋಗಿ അവരെ സ്വീകരിച്ച് ಅವರನ್ನು ಸ್ವೀಕರಿಸಿ ഇവിടേക്ക് കൊണ്ടുവരാൻ പോയി. ಇಲ್ಲಿಗೆ ಕರ್ಕೊಂಡು ಬರ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എന്റെ കർത്താവ് എന്തെല്ലാം വിടുതല പറഞ്ഞറിയിക്കാൻ കർത്താവ് ready ആയി. ನನ್ನ ಕರ್ತನು ಕೊಡುವಂತ ಬಿಡುಗಡೆ ಏನೆಲ್ಲ ಆಗಿದೆ ಹೇಳಿ ತಿಳಿಸಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ഞാൻ പറയുക, ನಾನು ಹೇಳಿದ್ದು
കഞ്ഞിയുടെയും മുളകിന്റെ കാര്യമല്ല. ನಾನು ಹೇಳಿದ್ದು ಗಂಜಿಗೆ ಮೆಣಸಿನಕಾಯಿ ಹಾಕೊಂಡು ತಿನ್ನುವಂತ ವಿಷಯ ಅಲ್ಲ. ഇപ്പോൾ ഞാൻ പറയുന്നു ಇವಾಗ ನಾನು ಹೇಳ್ತಿದ್ದೆ LKG കാര്യമല്ല ഞാൻ പറയുന്നത്. ನಾನು ಮಾತಾಡ್ತಿದ್ದೆ LKG ವಿಷಯ ಅಲ್ಲ. LKG കാര്യമಲ್ಲ. LKG ವಿಷಯ ಅಲ್ಲ. അടുത്തൊരു തലത്തിലേക്ക് ചേഞ്ച് ആകുന്ന കാര്യം ഞാൻ പറയുന്നു. ಮುಂದಿನ ಹಂತಕ್ಕೆ ನಾವು ಬದಲಾಗುವಂತ ವಿಷಯವಾಗಿ ಹೇಳ್ತಿರೋದು. ഉയർപ്പിന്റെ ധ്വനി. ಅದರ ಹೆಸರೇ ಪುನರುತ್ಥಾನದ ಧ್ವನಿ. ഉയർപ്പിന്റെ ധ്വനി ദൈവം പേരിട്ടിട്ടുണ്ടെങ്കിൽ ಪುನರುತ್ಥಾನದ ಧ್ವನಿ ಎಂಬುದಾಗಿ ಯೇಸು ಹೆಸರಿಟ್ಟಿದ್ದಾರೆ. ആ തലത്തിലെ ശുശ്രൂഷകരെ വരത്തുള്ളൂ. ಆ ಹಂತದಲ್ಲೇ ಈ ಸೇವೆ ಬರುವುದು. യേശു ഞാൻ തന്നെ വഴി. ಯೇಸು ಹೇಳಿದ್ರು ನಾನೇ ആരാ ಮಾರ್ಗ. വഴി അടച്ചത്? ಯಾರ ದಾರಿಯನ್ನು ആരാ ಮುಚ್ಚಿದ್ರು? വഴി അടച്ചത്? ಯಾರ ಮಾರ್ಗ ആരാ ಮುಚ್ಚಿದ್ರು? വഴി അടച്ചത്? ಯಾರ ಮಾರ್ಗ ഇനി ಮುಚ್ಚಿದ್ರು? ഒരു വഴിയില്ല. ಇನ್ನೊಂದು ಮಾರ್ಗ ಇಲ್ಲ. ഇനി ഒരു രക്ഷയില്ല. ಇನ್ನೊಂದು ರಕ್ಷಣೆ ಇಲ್ಲ. തീർന്നു പോയി. ಮುಗಿದೋಯ್ತು. ആരാ പറഞ്ഞത്? ಯಾರು ಹೇಳಿದ್ರು? ആരാ പറഞ്ഞത്? ಆ ರೀತಿ ಯಾರು ಹೇಳಿದ್ರು? അങ്ങനെ ഇല്ല. ಹಾಗಿಲ್ಲ. അതല്ല സത്യം. ಅದಲ್ಲ ಸತ್ಯ. യേശു പറയുക. ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ. ഇനി അങ്ങനെയൊക്കെ വഴി തുറക്കാൻ പോകുന്നത്. ಇನ್ನಾಗಿದೆ ನಿನಗೆ ದಾರಿ ತೆರೆಯಕ್ಕೆ ಹೋಗ್ತಿರೋದು. ಆಮೇಲೆ മുമ്പുള്ളത് പിശാചിന്റേതായിരുന്നു. ಮುಂಚೆ ಇದ್ದಿದ್ದು ಇಷ್ಟೊತ್ತಿಗೆ ಮುಚ್ಚೋಗಿ ಇಷ್ಟೊತ್ತು ಇದ್ದಿದ್ದು ಮುಚ್ಚೋಯ್ತಲ್ಲ ಅದೆಲ್ಲ ಸೈತಾನ್ದ അത് ശരിയായിരുന്നു. അത് ശരിയാ. ಅವನು ಹೇಳಿ അതടങ്ങിയത് ശരി തന്നെയാ. ಅದೆಲ್ಲ ಮುಚ್ಚೋಯ್ತು ഇനി ആ ಎಲ್ಲ വഴി ಮುಗಿದೋಯ್ತು ಹೇಳಿ ಸರಿನೇ. ഇനി ആ വഴി തുറക്കാൻ പോകുന്നത്. ಇನ್ನಾಗಿದೆ ದಾರಿ ತೆರೆಯಕ್ಕೆ ಹೋಗ್ತಿರೋದು. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. വാഗ്ദത്തമുള്ള ദൈവമക്കളെ, ವಾಗ್ದಾನ ಇರೋ ದೇವ್ರ ಮಕ್ಕಳೇ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ಹೊಸದಾಗಿ ಹುಟ್ಟಿದ ದೇವ್ರ ಮಕ್ಕಳೇ, നിങ്ങളെ നോക്കി പിശാച് വിറക്കുകയാണ്. ನಿಮ್ಮನ್ನ ನೋಡಿ ಸೈತಾನನು ನಡುಗುತ್ತಿದ್ದಾನೆ. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്കകത്ത് യേശു ಇವತ್ತಿನ ಈ ಸೇವೆ ಒಳಗಡೆ മരണപാശങ്ങളാഴ്ചപ്പോൾ ഞെട്ടി. ಮರಣ ಪಾಶಗಳು ಬಿಚ್ಚಿದವು ಎಂಬುದಾಗಿ ಹೇಳಿದ ಪದ ಕೇಳಿಸ್ಕೊಂಡಾಗಲೇ ಆ ವಾಕ್ಯ ಕೇಳಿಸ್ಕೊಂಡಾಗಲೇ ಸೈತಾನ್ ನಡುಗಿದ್ದಾನೆ. അവന്റെ ആയുധം കെട്ടി ಅವನ ಆಯುಧವನ್ನ ആമെ മേടിച്ചിട്ട് ಕಿತ್ತುಕೊಂಡು ക്രൂശിൽ ಶಿಲುಬೆಯಲ್ಲಿ വെപ്പിച്ചു. ಹಲ್ಲೆಲೂಯಾ ಅದನ್ನ ಇಲ್ಲದಂತಾಗ ಮಾಡಿದ್ದಾನೆ. ആയുധമെടുത്ത ഭയക്കാൻ നിനക്ക് യോഗ്യതയില്ല. ಆಯುಧ ತೆಗೆದುಕೊಂಡು ಭಯಪಡಿಸಲಿಕ್ಕೆ ಅವನಿಗೆ ಯೋಗ್ಯತೆ ಇಲ್ಲ. ഹല്ലേലൂയ. പിശാച് ഞെട്ടാതിരിക്കുമോ? ಸೈತಾನನು ಇದನ್ನು ಕೇಳುವಾಗ ഇത് ನಡುಗದೆ ಇರುತ್ತಾನೋ? ഈ വെളിപ്പാട് കിട്ടിയ പൗലോസ് പറഞ്ഞത്, ಈ ಪ್ರಕಟಣೆ ಲಭಿಸಿದ ಪೌಲನಾಗಿದ್ದಾನೆ. ഹേ മരണമേ, ಮರಣವೇ, നിന്റെ വിഷമുള്ളവനെ, ನಿನ್ನ ವಿಷದ ಕೊನೆಗೆ പോയി. ಎಲ್ಲೋಯ್ತು? പറയണ ഉത്തരം. ನೀನ್ ಹೇಳು ಉತ್ತರ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് മരണത്തെ പേടിയൊന്നുമില്ല. ನಮಗೆ ಮರಣದ ಭಯವೇನಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. അതാ പൗലോസ് എഴുതിയത്, ಅದಕ್ಕಾಗಿ ಪೌಲನ್ ഞാൻ മരിച്ചിട്ടില്ല, ನಾನು ಸತ್ತಿಲ್ಲ, ജീവനോടെ ഇരുന്നിട്ട് ಜೀವದಿಂದಿದ್ದು ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുക. ಫಿಲಿಪ್ಪಿಯರಿಗೆ ಪತ್ರಿಕೆ ಬರೆದಿದ್ದ. സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ കർത്താവിൽ സന്തോഷിപ്പിൻ. ಸಂತೋಷಿಸಿರಿ ಸಂತೋಷಿಸಿರಿ ಕರ್ತನಲ್ಲಿ ಯಾವಾಗಲೂ ಸಂತೋಷಿಸಿರಿ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, ನನ್ನ ಶಬ್ದ ಕೇಳಿದ್ರೆ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ಯೇಸು ಕ್ರಿಸ್ತನು ಎಂಬುದು ഈ ലോകത്തിലെ ജീവിതത്തിൽ ಈ ಲೋಕದ ಜೀವಿತದಲ್ಲಿ അല്ല, ಪರಿಮಿತಿಗೊಳ್ಳುವಂತದಲ್ಲ, ആ പരിമിതിക്കകത്തല്ല, ಆ ಪರಿಮಿತಿ ಒಳಗಡೆ ಅಲ್ಲ, അതിനപ്പുറമാണ് ദൈവപ്രവൃത്തിയുടെ ಅದರಿಂದ ಆಚೆಗಾಗಿದೆ ದೇವರ ಕಾರ್ಯ. ആഴങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ಆ ಆಳಗಳು ಅದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾದದಾಗಿದೆ. ഹല്ലേലൂയ. യേശുവിനെ സ്തോത്രം ചെയ്യുന്നു. ಯೇಸುವಿನ ಸ್ತೋತ್ರ ಮಾಡಿ. ഈ ഭൂമിയിൽ നമ്മൾ വരുന്നതിന് മുമ്പ് ಈ ಭೂಮಿಗೆ ನಾವು ಬರೋದಕ್ಕಿಂತ ಮುಂಚೆ, നിങ്ങളുടെ കാലാവധി പറയാൻ പറ്റുമോ? ಈ ಭೂಮಿ ಬರೋದಕ್ಕಿಂತ ಮುಂಚೆ ನಿಮ್ಮ ಕಾಲಾವಧಿ ಅಂತ ಹೇಳಿದ್ರೆ ഉണ്ടായിരുന്ന കാലാവധി പറയാൻ പറ്റത്തില്ലെന്ന്. ನೀವು ಎಲ್ಲಿಂದ ಇದ್ದೀರಾ, ಯಾವಾಗಲಿಂದ ಇದ್ದೀರಾ ಅನ್ನೋ ಕಾಲಾವಧಿ ನಿಮ್ಗೆ ಹೇಳಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. ಕಾರಣ ഉൽപ്പത്തിക്ക് മുമ്പ്, ಆದಿಕಾಂಡಕ್ಕಿಂತ ಮುಂಚೆ, ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ಈ ಲೋಕವನ್ನ ಸ್ಥಾಪನೆ ಮಾಡೋದಕ್ಕಿಂತ ಮುಂಚೆ ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടായിരുന്നു. ಕ್ರಿಸ್ತನಲ್ಲಿ ನಾವಿದ್ದೆವು. കാലങ്ങളിൽ കണക്കൂട്ടാൻ പറ്റത്തില്ല. ಸಮಯ ಲೆಕ್ಕ ಮಾಡಕ್ಕಾಗುತ್ತೆ? ഈ ബോഡിയിൽ വന്നതിന് ശേഷം പ്രശ്നം ഉണ്ടായത്. ಈ ಬಾಡಿಗೆ ಬಂದ ನಂತರವಾಗಿರೋ ಸಮಸ್ಯೆ ಆಗಿದ್ದು. എന്നാൽ ಆದ್ರೆ കാലങ്ങൾ എണ്ണാൻ പറ്റാത്ത നിലവാരത്തിൽ ಸಮಯವನ್ನ ಲೆಕ್ಕ ಮಾಡಕ್ಕಾಗದೇ ಇರೋ ರೀತಿ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ವಿಮೋಚಿಸಲ್ಪಟ್ಟ ದೇವರು വീണ്ടും ജീവിക്കാൻ പോവുക. ಪುನಃ ಮುಂದುವರೆದು ಜೀವಿಸಕ್ ಹೋಗ್ತಿದ್ದಾರೆ. കണക്ക് കൂട്ടാൻ പറ്റാത്ത ಲೆಕ್ಕ ಮಾಡ್ಲಿಕ್ಕೆ ಆಗದಿರುವ യേശുവിനോട് കൂടെ ಯೇಸುವಿನ ಸಂಗಡ നിത്യതയിൽ ನಿತ್ಯ ಜೀವನ അവർ സന്തോഷിക്കും. ಸಂತೋಷಿಸ್ತಾರೆ. നിത്യതയിൽ അവർ സന്തോഷിക്കും. ನಿತ್ಯ ಜೀವನದಲ್ಲಿ ಅವರು ಸಂತೋಷಿಸ್ತಾರೆ. കണ്ണീരില്ലാത്ത, ಕಣ್ಣೀರಿಲ್ಲದ, വേദനയില്ലാത്ത, ವೇದನೆಯಿಲ್ಲದ, കഷ്ടതയില്ലാത്ത, ನಷ್ಟವಿಲ್ಲದ, മരണം എന്ന് പറയാൻ സംഭവമില്ലാത്ത ಮರಣ ಎಂಬ ಸಂಗತಿ ಇಲ್ಲದ ആ സ്ഥലത്ത് അവരുണ്ടായിരിക്കും. ಆ ಸ್ಥಳದಲ್ಲಿ ಅವರು ಎಂದೆಂದಿಗೂ ಆಗಿರುತ್ತಾರೆ. അവരവിടെ ജീവന്റെ ഫലം ഭക്ഷിക്കും. ಅವರಲ್ಲಿ ಜೀವದ ವೃಕ್ಷದ ಫಲವನ್ನ ತಿನ್ನುತ್ತಾರೆ. ഏതും തോട്ടം നഷ്ടപ്പെട്ടത് ಏನೇನ್ ತೋಟದಲ್ಲಿ ನಷ್ಟವಾಗಿದ್ದು നാം ഒക്കെ ನಾವೆಲ್ಲ രൂപാന്തര ശരീരത്തോടി ರೂಪಾಂತರ ಶರೀರದೊಳಗೆ ദൂതന്മാരെ പോലെ ದೇವದೂತರ ಹಾಗೆ പറന്ന് ಹಾರಿ ಹೋಗಿ യേശുവിനോട് കൂടെ ಯೇಸುವಿನ ಸಂಗಡ ആ ജീവവൃക്ഷം ಆ ಜೀವದ ವೃಕ್ಷ യേശുവിന് ചോദിക്കും, ಯೇಸುವಿನ ಬಳಿಯ ನಾವು ഏത് ಕೇಳ್ತೇವೆ, തോട്ടത്തിൽ വെച്ച് ಆ ಏನೇನ್ ತೋಟದಲ್ಲಿ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ನಮಗೆ ನಷ್ಟವಾಯ್ತಲ್ಲ, പറിച്ചോട്ടെ എന്ന് ನಾವಿದನ್ನ ചോദിക്കുമ്പോൾ ತಿನ್ಬೋದಾ ಎಂಬುದಾಗಿ ಕೇಳ್ತೇವೆ. യേശു കൂടെ വരികയും ಯೇಸು ನಮ್ಮ ಸಂಗಡವೇ ಬರ್ತಾರೆ. നമ്മൾ പറിച്ചതില്ല. ನೀವು ಅದನ್ನ ತಗೊಂಡು ತಿನ್ನಿರಿ, ഇത് തിന്നാതിരിക്കാൻ പറ്റത്തില്ല. ಇದನ್ನೊಳಗೆ ತಿನ್ನದೇ ಇರ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. ആ ജീവൻ അതിനാണ് ಅದಕ್ಕೋಸ್ಕರ വെളിപ്പാട് പുസ്തകം ಪ್ರಕಟಣೆ ಪುಸ್ತಕ 22 22ನೇ ಅಧ್ಯಾಯ അവിടെ കൊടുത്തിരിക്കുന്ന താഴോട്ട് ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ ಕೆಳಗಡೆ ಅದಕ್ಕೆ ಇಕ್ಕರೆ ಅಕ್ಕರೆ ಜೀವವೃಕ್ಷം ಆ ನಿಲ್ക്കുന്നു. ಸ್ಫಟಿಕದಂತೆ ಹರಿತಾ ಇರುವಂತಹ ನದಿಯ ಆಚೆ ಆಚೆ ದಡದಲ್ಲೂ ಈಚೆ ದಡದಲ್ಲೂ ಅಲ್ಲಿ ಜೀವ ವೃಕ್ಷಗಳು ಬೆಳೆದು ഏതും തോട്ടത്തിൽ നഷ്ടപ്പെട്ട ജീവവൃക്ഷം ಏನೇ ತೋಟದಲ್ಲಿ ನಷ್ಟವಾದ ಜೀವ ഈ ವೃಕ್ಷ ശരീരത്തിൽ തിന്നാൻ കഴിയാത്തത് ಈ ಶರೀರದಲ್ಲಿ ತಿನ್ಲಿಕ್ಕೆ ഇനി ಆಗದಿರೋದು തിന്നാൻ പോകുന്ന രൂപാന്തര ശരീരത്തിലാണ്. ಇನ್ನು ನಾವು ಅದನ್ನು ತಿನ್ಲಿಕ್ಕೆ ಹೋಗ್ತಿರೋದು ರೂಪಾಂತರ ಶರೀರದೊಡನೆ. അത് വേണേ കഴിക്കാൻ വേണ്ടേ കഴിക്കണ്ട, ಅದನ್ನು ಬೇಕಾದ್ರೆ ತಿನ್ಬೋದು, ಬೇಡ ಅಂದ್ರೆ ಬೇಡ. ആ ആഴത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. ಆ ರೀತಿಯಲ್ಲ ನಾವಲ್ಲಿ ನಿಂತಿರೋದು. യേശു ಕ್ರಿಸ್ತುവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಾಗಿದೆ ನಾವಲ್ಲಿ ಜೀವಿಸೋದು. ഹല്ലേലൂയ. കരപൊട്ടിക്ക് കർത്താവിനെ സ്തുതിച്ചാൽ ಕರಗಳಲ್ಲಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. എത്ര നല്ല ജീവിതം അതല്ലേ? ಎಷ್ಟು ಒಳ್ಳೆ ಜೀವಿತ ಅಲ್ವಾ ಅದು അവിടെ സ്വർഗ്ഗത്തിൽ ಪರಲೋಕದಲ್ಲಿ. ഹല്ലേലൂയ
എന്ന് പറഞ്ഞാൽ നമുക്ക് ഹല്ലേലൂയ എങ്ങോട്ട് വേണമെങ്കിലും നീങ്ങാം. ಅಂದರೆ ಪರಲೋಕದಲ್ಲಿ ನಾವು ಯಾವ ಕಡೆ ಬೇಕಾದ್ರೂ കാരണം ಹೋಗ್ಬೋದು. ദൂതന്മാരെ പോലെയാണ്. ಯಾಕಂದ್ರೆ ನಾವು ದೇವದೂತರ ಅಂತ ಇರ್ತೇವೆ. ദൂതന്മാരുടെ സ്പീഡ് നിങ്ങൾക്ക് അറിയാമോ? ದೇವದೂತರ ವೇಗ ಏನಂತ ಗೊತ್ತಾ? സ്വർഗത്തിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. ಪರಲೋಕದಿಂದ ಸೆಕೆಂಡ್ಗಳಲ್ಲಿ ಭೂಮಿಗೆ നമ്മളെ പിടിപ്പിക്കാൻ വേണ്ടി ನಮ್ಮನ್ನು ಬಿಡುಗಡೆ ಮಾಡ್ಲಿಕ್ಕೆ ദൂതന്റെ വേഗത ದೇವದೂತನ ಸ್ಪೀಡು അതേ തലത്തിലായിരിക്കും. ಅದೇ ಹಂತದಲ್ಲಿ ಇರ್ತದೆ. നമ്മൾ അവിടെ ആയിരിക്കുന്നത്. ನಾವು ಅಲ್ಲಿರೋದು. പക്ഷേ യേശുവിന്റെ അടുക്കുന്ന എവിടെയും പോകാൻ തോന്നാതെ ಎಷ್ಟು ಸ್ಪೀಡ್ ನಮಗೆ ಪರಲೋಕದಲ್ಲಿ ಇದ್ರು ಯೇಸುವನ್ನು ಬಿಟ್ಟು ಹೋಗ್ಬೇಕಂತ ನಮಗೆ ಅನ್ಸೋದು. പക്ഷെ എവിടെ പോയാലും ಆದ್ರೆ ಎಲ್ಲೋದ್ರು ഒരു അപകടം ഉണ്ടാകത്തില്ല. ಯಾವ ಅಪಘಾತ ഒരു ಸಂಭವಿಸಲ್ಲ. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ಯಾವ ಸಮಸ್ಯೆಯಲ್ಲೂ ಉಂಟಾಗಿಲ್ಲ. അപകടം ഉണ്ടാക്കുന്നവൻ ಯಾಕಂದ್ರೆ ಅಪಘಾತ ಮಾಡುವವನೇ നരകത്തെ കടന്നുകൊണ്ട് ನರಕದಲ್ಲಿ ಬಿತ್ಕೊಂಡು കഷായം പിടിച്ചോണ്ടിരിക്കും. ಕಷಾಯ ಕುಡಿತಾರೆ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യുക. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾರೆ. കർത്താവിന് സ്തോത്രം ചെയ്യുക. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾರೆ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ಹಾಗಿರುವ ಒಂದು ಸ್ಥಳಕ್ಕೆ നമ്മളെ കർത്താവ് കൊണ്ടുപോകാൻ വരും. ನಮ್ಮನ್ನ ಕರ್ತನು ಕರೆದೊಯ್ಯುವುದಕ್ಕಾಗಿ യേശു ಬರ್ತಾನೆ. വരാൻ സമയമായി. ಯೇಸು ಬರುವ ಸಮಯವಾಯಿತು. കാഹളധ്വനി വരാൻ സമയമായി. ಅಂತ್ಯಕಾಲದ ತುತ್ತೂರಿಯ ಧ್ವನಿ ಮೊಳಗುವ ಸಮಯವಾಯಿತು. ആമേ ആ കാഹളത്തിൽ ಆ ತುತ್ತೂರಿ ಧ್ವನಿಯಲ್ಲಿ യേശು ഇറങ്ങി വരികയാണ്. ಯೇಸು ಇಳಿದು ಬರ್ತಾರೆ. മധ്യാകാശത്തിൽ ഇറങ്ങി വരുന്ന സൗന്ദര്യം, ಮಧ್ಯಾಕಾಶದಲ್ಲಿ ಆತನ ಇಳಿದು ಬರುವಾಗ ಆತನ ಸೌಂದರ್ಯ, ഹല്ലേലൂയ, ആ തേജസ്, ಆ ಮಹಿಮೆ, ആ സാന്നിധ്യം യേശുവിന്റെ ಆ ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯ ഈ സമയത്ത് ಆ ಸಮಯದಲ್ಲಿ വീണ്ടും ജനിച്ച ദൈവമക്കൾ ಹೊಸದಾಗಿ ಹುಟ್ಟಿದ ದೇವರ ಮಕ್ಕಳು രൂപാന്തര ശരീരത്തോടുകൂടി ರೂಪಾಂತರ ಶರೀರದೊಡನೆ ആമേ യേശുവിന്റെ അടുക്കൽ പോകുന്ന ഒരു ഭാവനങ്ങളുടെ ഭാവനയെ കണ്ടു നോക്കി. ಯೇಸುವಿನ ಬಳಿಗೆ ಹೋಗುವಂತ ದೃಶ್ಯವನ್ನ ನೀವು ಕಲ್ಪಿಸಿಕೊಂಡು ನೋಡಿರಿ. രണ്ടുപേരും ഒന്നിച്ച് കിടക്കും ഒരു കട്ടിലിൽ. ಒಂದು ಮಂಚದಲ್ಲಿ ಇಬ್ಬರು ಒಟ್ಟಿಗೆ ಮಲಗುತ್ತಾರೆ. ഒരുവൻ എടുക്കപ്പെടും, ಒಬ್ಬನ ಎತ್ತಲ್ಪಡುತ್ತಾರೆ, ഒരുവൻ ഉപേക്ഷിക്കപ്പെടും. ಒಬ್ಬನ ಬಿಡಲ್ಪಡುತ್ತಾರೆ. രണ്ടുപേരും ഒരുക്കമുള്ളതാണെങ്കിൽ ಆದರೆ ಇಬ್ಬರು ಸಿದ್ಧತೆ ಉಳ್ಳವರಾಗಿದ್ದರೆ രണ്ടുപേരും എടുക്കപ്പെടും. ಆ ಮಂಚದಲ್ಲಿರುವ ಇಬ್ಬರು ಎತ್ತಲ್ಪಡುತ್ತಾರೆ. ഭാര്യ ഒരുക്കമുള്ളതാണെങ്കിൽ, ಹೆಂಡತಿ ಸಿದ್ಧತೆ ಉಳ್ಳವಳಾಗಿದ್ದರೆ, ഭർത്താവ് ഒരുക്കമായില്ലെങ്കിൽ, ಗಂಡ ಸಿದ್ಧನಾಗಿಲ್ಲದೆ ಇದ್ರೆ ആമേ രണ്ടുപേരും ഒന്നിച്ച് ആഹാരം കഴിച്ചു, ಇಬ್ಬರು ಒಟ್ಟಿಗೆ ಆಹಾರ ತಿಂದಿರ್ತಾರೆ, ഒന്നിച്ച് കിടക്കുകയാണ്. ಒಟ್ಟಾಗಿ ಮಲಗಿರ್ತಾರೆ. രാവിലെ ಬೆಳಗ್ಗೆ ಹೇಳುವಾಗ ഭർത്താവ് എണീച്ച് നോക്കുക, ಗಂಡ ಎದ್ದು ನೋಡ್ತಾನೆ, എന്ന് എന്റെ ഭാര്യ ಯಾವತ್ತು ನನ್ನ ಹೆಂಡತಿ ആമേ കാലിറ്റി കൊണ്ടിരിക്കുക. ಬೆಳಗ್ಗೆ ಆಗುವಾಗ ಕಾಲಿಟಿ ತಂದು ಕೊಡ್ತಿದ್ರು. കാലിറ്റി കാണുന്നില്ല. ಇವತ್ತು ಕಾಲಿಟಿ ಕಾಣಿಸ್ತಾ ಇದೆ. പേര് വിളിക്കോ, ಕರಿತಾನೆ, ശബ്ദം കേൾക്കുന്നില്ല. ಅವಳ ಶಬ್ದ ಕೇಳ್ತಾ ಇಲ್ಲ. വീണ്ടും വിളിക്കും, കേൾക്കുന്നില്ല. ಪುನಃ ಕರಿತಾನೆ, ಅವಳ ಶಬ್ದ ಕೇಳ್ತಾ ಇಲ್ಲ. അടുക്കളയിലേക്ക് പോയി നോക്കാം, ಅಡಿಗೆ ಮನೆಗೆ ಹೋಗಿ അവിടെ ನೋಡ್ತಾನೆ, കാണാനില്ല. ಅವಳಲ್ಲಿಲ್ಲ. എല്ലായിടത്തും പോകും, ಎಲ್ಲಾ ಸ್ಥಳದಲ್ಲೂ അവിടെ കാണാനില്ല. ಅಲ್ಲೂ ಕಾಣ್ತಾ ಇಲ್ಲ, എവിടെയും കാണാനില്ല. ಎಲ್ಲೂ ಕಾಣ್ತಾ അവളുടെ ಇಲ್ಲ. ഡ്രസ് എല്ലാം അവിടെ ഉണ്ടാവും, ಅವಳ ವಸ್ತ್ರವೆಲ್ಲ ಅಲ್ಲೇ ಇರುತ್ತೆ, എല്ലാം അവിടെ കിടക്കും. ಎಲ್ಲವೂ ಅಲ್ಲೇ ആളെ ಇರುತ್ತೆ. കാണുന്നില്ല. ಆ ವ್ಯಕ್ತಿ ಕಾಣ್ತಾ പോലീസ് ಇಲ್ಲ. സ്റ്റേഷനിലേക്ക് പോകും, ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಗೆ ಹೋಗಿ കംപ്ലൈന്റ് ചെയ്യും. ಕಂಪ್ಲೇಂಟ್ തന്റെ ಕೊಡ್ತಾರೆ. ഭാര്യയെ കാണുന്നില്ല. ನನ್ನ ಹೆಂಡತಿ ಕಾಣ್ತಾ ಇಲ್ಲ. പോലീസുകാർ അന്വേഷണം തുടങ്ങും. ಪೊಲೀಸ್ ಅವರು ಹುಡುಕಾಟ ಆರಂಭಿಸ್ತಾರೆ. പിടികിട്ടത്തില്ല, ಅವ್ರಿಗೂ ಸಿಗೋದಿಲ್ಲ, പിടികിട്ടത്തില്ല. ಅವ್ರಿಗೆ ಅರ್ಥ ആമേ ಆಗೋದಿಲ್ಲ. പോയ ആളിന്റെ ಓ ಆ ಕಾಣೆಯಾದ ವ್ಯಕ್ತಿಯ ഡ്രസ് അവിടെയുണ്ട്, ವಸ್ತ್ರ ಅಲ್ಲಿದೆ, ചെരുപ്പ് അവിടെയുണ്ട്, ಚಪ್ಪಲಿಯಲ್ಲಿದೆ, അവരുടെ അവർ ഉപയോഗിക്കുന്ന എല്ലാ സാധനം അവിടെയുണ്ട്, ಅವರು ಉಪಯೋಗಿಸುವ ಎಲ್ಲಾ ವಸ್ತುಗಳು ಅಲ್ಲಿದೆ, മൊബൈലും ഉണ്ട്. ಮೊಬೈಲ್ ಇದೆ. മൊബൈലിലേക്ക് മൊബൈലെടുത്ത് വിളിക്കാനും പറ്റത്തില്ല, ಮೊಬೈಲ್ಗೆ ಫೋನ್ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ, കാരണം മൊബൈലിൽ കൊണ്ടുപോയിട്ടില്ല. ಯಾಕಂದ್ರೆ ಹೋಗಿ ಜಾಗಕ್ಕೆ ಮೊಬೈಲ್ ತಗೊಂಡು ಹೋಗಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ മൊബൈൽ ಸ್ತೋತ್ರ. വിളിക്കുമ്പോൾ ಮೊಬೈಲ್ ಕಾಲ್ ಮಾಡುವಾಗ മൊബൈൽ റിംഗ് അടിച്ചോണ്ടിരിക്കും. ಮೊಬೈಲ್ ರಿಂಗ್ ಆಗ್ತಾ ಇದೆ. ഓടിപ്പോ മൊബൈൽ മാത്രം അവിടെ ഉള്ളൂ. ಓಡೋಗಿ ನೋಡಿದ್ರೆ ಮೊಬೈಲ್ ಮಾತ್ರ ಅಲ್ಲಿ ಇರುತ್ತೆ. ഭർത്താവ് ഒരുങ്ങിയാൽ, ಗಂಡ ಸಿದ್ಧ ಆದ್ರೆ, ഭാര്യ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ಹೆಂಡತಿ ಸಿದ್ಧ ಆಗಿಲ್ಲ ಅಂದ್ರೆ ഇത് തന്നെ സംഭവിക്കും. ಇದೇ ಸಂಭವಿಸುತ್ತೆ. മക്കൾ ഒരുങ്ങിയാൽ, ಮಕ್ಕಳು ಸಿದ್ಧ അവർ ಆದ್ರೆ സ്കൂളിൽ പോയിട്ടുണ്ട്, ಅವ್ರು ಸ್ಕೂಲ್ಗೆ ಹೋಗಿರ್ತಾರೆ, അമ്മമാർ കാത്തിരിക്കും. ತಾಯಂದಿರು ಮನೆಗೆ ಬರ್ತಾರೆ, ಮಕ್ಕಳು ಎಂಬುದ ಕಾಯ್ತಿರ್ತಾರೆ. അമ്മമാർ ഒരുങ്ങിയില്ലെങ്കിൽ ತಾಯಂದಿರು ಏನಾದ್ರು ಸಿದ್ಧ ಆಗಿಲ್ಲ ಅಂದ್ರೆ അവർ കാത്തിരിക്കും. ಅವ್ರು ಕಾಯ್ತಾನೆ മക്കൾക്ക് ಇರ್ತಾರೆ. ഇഷ്ടമുള്ള ಮಕ್ಕಳಿಗೆ ಇಷ್ಟ ಇರುವ ഫുഡൊക്കെ ശരിയാക്കി വെച്ചിട്ട് ಆಹಾರ ಎಲ್ಲ ಮನೇಲಿ ರೆಡಿ ಮಾಡಿ ಇಟ್ಕೊಂಡು അവർക്ക് കൊടുക്കാൻ വേണ്ടി ಅವ್ರು ಕೊಡೋದಕ್ಕಾಗಿ കാത്തിരിക്കുകയാണ്. ಕಾಯ್ತಾ ಇರ್ತಾರೆ. മക്കളെ കാണുന്നില്ല, ಮಕ್ಕಳು ಕಾಣ್ತಾ ಇಲ್ಲ, ഇരുട്ടാൻ തുടങ്ങി, ಕತ್ತಲೆ ಆಯ್ತು, അവര് നിലവിളിക്കാൻ തുടങ്ങും. ಇವರೆಲ್ಲ ಕಿರ್ಚಾಡ್ತಾರೆ. നാട്ടുകാരായിട്ട് പോയിട്ട് അന്വേഷിക്കാൻ പോകും. ಊರಿನವ್ರನ್ನೆಲ್ಲ ಕರೆಸಿ ಅನ್ವೇಷಣೆ ಮಾಡ್ತಾರೆ. സ്കൂളിൽ നിന്ന് പോയി ಸ್ಕೂಲ್ಗೆ ಹೋಗಿದ್ದ, വരുന്ന വഴിക്കാണ് യേശുവിൽ എടുക്കപ്പെട്ടത്. ಸ್ಕೂಲ್ಗೆ ಹೋಗಿದ್ರು ಮಕ್ಕಳು, ಬರುವ ದಾರಿಯಲ್ಲಾಗಿದೆ ಯೇಸುವಿನ ಬರುವಿಕೆಯನ್ನು ಅವರು ಎತ್ತಲ್ಪಟ್ಟಿರುವುದು. കാണാനില്ല. ಅವ್ರು ಕಾಣ್ತಾ ಇಲ್ಲ. അവിടുത്തെ അധ്യാപകൻ ಅಲ್ಲಿಯ ಟೀಚರ್ ആമെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ്. ಅವರು ಇಂಗ್ಲಿಷ್ ಕಲಿಸಿದ್ದಾರೆ, കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ಗಣಿತ ಕಲಿಸ್ತಾ ಇದ್ದಾರೆ, ഹിന്ദി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ಹಿಂದಿ ಕಲಿಸಿದ್ದಾರೆ. ഒരു കൂട്ടം കുട്ടികളുടെ പഠിത്തം മാറ്റപ്പെടും. ಒಂದು ಗುಂಪು ಒಂದಿಷ್ಟು ಮಕ್ಕಳುಗಳು ತಕ್ಷಣ ಮಾಯವಾಗ್ತಾರೆ. ടീച്ചർ പോലെ അതിശയിക്കും. ಆ ಅಧ್ಯಾಪಕರುಗಳು ಕೂಡ ಆಶ್ಚರ್ಯ ಪಡ್ತಾರೆ. അവർ അതിശയിക്കും. ಅವರು ಆಶ್ಚರ್ಯ ಪಡ್ತಾರೆ. പെട്ടെന്ന് ഹെഡ്മാസ്റ്റർ വരുമായിരിക്കും. ತಕ್ಷಣ ಎಚ್ಎಂ ಹೋಗಿ ವಿಷಯವನ್ನು ತಿಳಿಸ್ತಾರೆ. അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചവരിക്കും. ಅವರು ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಫೋನ್ കുട്ടികളെ ಮಾಡಿದ್ದಾರೆ. കാണുന്നില്ല. ಮಕ್ಕಳು ಕಾಣಿಸ್ತಿಲ್ಲ. ഭയങ്കരമായ അന്വേഷണം. ಭಯಂಕರವಾದ ಒಂದು ಹುಡುಕಾಟ. രാജ്യത്തിൽ പ്രധാനമന്ത്രി ഓർഡർ ചെയ്യും. ದೇಶದಲ್ಲಿರುವ ಪ್ರಧಾನ ಮಂತ್ರಿ ಒಂದು ಆರ್ಡರ್ ಪಾಸ್ ಮಾಡ್ತಾರೆ. കണ്ടുപിടിക്കാൻ നോക്കും. ಕಂಡಿಡಿಯಕ್ಕೆ ನೋಡ್ತಾರೆ. അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടാവും. ಅದಕ್ಕಿಂತ ಮುಂಚೆ ಒಂದು ಸಂಗತಿ ನಡೀತದೆ. കൈമേലോ ಕೈಯ ಮೇಲೋ നെറ്റിമേലോ ಹಣೆಯ ಮೇಲೋ ആമെ നമ്പർ വരികയാണെങ്കിൽ, ನಂಬರ್ ಬರುವುದು, 6 വരികയാണെങ്കിൽ 666 ಸಂಖ್ಯೆ ಬರುವುದು. ആ സംഖ്യയിൽ അറിയാം ಆ ಸಂಖ್ಯೆಯಲ್ಲಿ എവിടെ ಗೊತ್ತಾಗುತ್ತೆ പോയിട്ടുണ്ടെന്ന്. ಎಲ್ಲೋಗಿದ್ದಾರೆ. പക്ഷേ ಆದ್ರೆ വീണ്ടെടുക്കപ്പെട്ട ജനം പോകുന്നത് ಹೊಸದಾಗಿ ಹುಟ್ಟಿದ ಜನಗಳು ഈ ಹೋಗಿರೋದು സംഖ്യയിൽ അറിയാൻ പറ്റത്തില്ല. ಅವರನ್ನ ಈ ಸಂಖ್ಯೆಯಿಂದ ಪರಿಚಯವಾಗುವುದಕ್ಕೆ ಅಥವಾ ಕಂಡಿಡಿಯಕ್ಕೆ ಆಗುವುದೂ ಇಲ್ಲ. മനസ്സിലാവാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಯಾಕಂದ್ರೆ ಅವರಿಗೆ ಅದು ಇರೋದಿಲ್ಲ. ಅರ್ಥ ಆದವರಿಗಾಗಿದೆ ಇವರಿಗೆ ಸ್ತೋತ್ರ. ഈ ചിപ്പ് വരുന്നതിന്റെ ഉദ്ദേശം, ಈ ಚಿಪ್ ಬರೋದ್ರ ಉದ್ದೇಶ ആമെ ഗവൺമെന്റ് നല്ലതിനാ ചെയ്യുന്നത്. ಗವರ್ಮೆಂಟ್ ಒಳ್ಳೇದಕ್ಕಾಗಿ ഇപ്പൊ ಮಾಡ್ತಾರೆ. മുക്കുവന്മാര് മീൻ പിടിക്കാൻ പോകുന്നു. ಫಾರ್ ಎಕ್ಸಾಂಪಲ್
ಬೆಸ್ತರುಗಳು ಮೀನು ಹಿಡಿಯಕ್ಕಾಗಿ ಹೋಗ್ತಾರೆ, കടലിലേക്ക് അവർ പോകുന്നു. ದೊಡ್ಡ ದೊಡ್ಡ ಸಮುದ್ರಕ್ಕೆ ಹೋಗ್ತಾರೆ, ദിവസങ്ങൾ ചിലപ്പോൾ കടന്നു കഴിയും, ಅನೇಕ ದಿನಗಳು ಸಮುದ್ರದಲ್ಲೇ ಇರಬೇಕಾಗುತ್ತೆ. കാണാനില്ല. ಅಂತವರು ಬೆಸ್ತರುಗಳು ಮೀನು ಹಿಡಿಯಕ್ಕೆ ಹೋಗಿ ನಂತರ ಅದನ್ನು ಕಾಣೋದಿಲ್ಲ. വീട്ടുകാർ കംപ്ലൈന്റ് ചെയ്യുന്നു, ಮನೆಯಲ್ಲಿ ಕಂಪ್ಲೇಂಟ್ ಮಾಡ್ತಾರೆ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ಗೆ അന്വേഷിക്കുന്നത്. ಅವರನ್ನ ಹುಡುಕೋದು ಹೇಗಂದ್ರೆ, ഈ ചിപ്പ് വരുമ്പോൾ ಈ ನೆಕ್ಸ್ಟ್ ಇಂಪ್ರೂವ್ ಆಗಿ ಬರುವಾಗ ಅವ್ರನ್ನ ಯಾವ ತರ ಕಂಡುಹಿಡಿತಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಈ ಚಿಪ್ ಬರುವಾಗ ചിപ്പിൽ അറിയാൻ പറ്റും. ಈ ಚಿಪ್ ನ ಸ್ಕ್ಯಾನ್ ಮಾಡೋದ್ರ ಮೂಲಕ ಅಥವಾ ಟ್ರೇಸ್ ಮಾಡೋದ್ರ ಮೂಲಕವಾಗಿ ಅವರು ಎಲ್ಲಿದ್ದಾರೆ ಅಂತ ಕಂಡುಹಿಡಿಬಹುದು. കടലിലാണെങ്കിൽ കടലിൽ അറിയാൻ പറ്റും. ಸಮುದ್ರದಲ್ಲಿದ್ರೆ ಸಮುದ್ರದಲ್ಲಿದ್ದಾರೆ ಅಂತ ಕಂಡುಹಿಡಿಬಹುದು. എവിടെ ഒളിച്ചിരുന്നാലും കാണാൻ പറ്റും, ಎಲ್ಲಿ ಅಡಗಿಸಿಕೊಂಡಿದ್ರು ಕಾಣಬಹುದು, എവിടെ വഴിതെറ്റി പോയാലും കാണാൻ പറ്റും. ಎಲ್ಲಿ ದಾರಿ ತಪ್ಪು ಹೋಗಿದ್ರು ಅವ್ರನ್ನ ಕಂಡುಹಿಡಿಬಹುದು, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ತಕ್ಷಣ ಕಂಡುಹಿಡಿಯಕ್ಕೆ പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റാത്തത്, ಆದ್ರೆ ಕಂಡುಹಿಡಿಯಕ್ಕೆ ಆಗದೇ ಇರೋದು വീണ്ടെടുക്കപ്പെട്ട ജനം ಹೊಸದಾಗಿ ಹುಟ್ಟಿದ ಜನ യേശു ക്രിസ്തുവിൽ ಯೇಸುವಿನ ಬರುವಿಕೆ അവർ നിത്യതയിലേക്ക് പോകുമ്പോൾ ನಿತ್ಯ ಜೀವಕ್ಕೆ ಹೋಗುವಾಗ നല്ലൊരു ശതമാനം ಅಲ್ಲಿ ಒಂದು ದೊಡ್ಡ ಗುಂಪು വിശുദ്ധന്മാരെ കാണാത്തത് കൊണ്ട് ಭಕ್ತರುಗಳೆಲ್ಲರೂ ಕಾಣದೇ ഈ ಇರೋದು ചിപ്പിലൂടെ ಈ ಚಿಪ್ನ അവരെ മാത്രം കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ಅಂತವರ ಆ ಭಕ್ತರುಗಳನ್ನ ಮಾತ್ರ ಕಂಡುಹಿಡಿಯಕ್ಕಾಗುವುದಿಲ್ಲ. കാരണം ഈ ചിപ്പ് ಯಾಕಂದ್ರೆ ಈ ಚಿಪ್ 666 പിശാചിന്റെ കോഡ് നമ്പർ, ಸೈತಾನನ ಕೋಡ್ ನಂಬರ್ ಅದು. അതിൽ ദൈവമക്കളെ തെളിയത്തില്ല. ಅವರ ಆ ವಿಷಯದಲ್ಲಿ ಅದನ್ನ ಸ್ಕ್ಯಾನ್ ಮಾಡುವಾಗ ದೇವರ ಮಕ್ಕಳು ಅದರಲ್ಲಿ ಪ್ರಕಟವಾಗುವುದಿಲ್ಲ. ആ ചിപ്പ് കൈകൾ നമ്മൾ പ്രകടമാകും. ಆ ಚಿಪ್ ಯಾರ ಕೈಯಲ್ಲಿ ಇರುತ್ತದೋ ಅವನನ್ನ ಸ್ಕ್ಯಾನ್ ಮಾಡಿ ಕಂಡುಹಿಡಿತಾರೆ. അതുകൊണ്ടാണ് പറഞ്ഞത്, ಅದಕ್ಕೆ ಹೇಳಿದ್ದು അത് കൈമേലോ നെറ്റിമേലോ എടുക്കരുത്. ಅದು ಕೈಯ ಮೇಲಾಗಲಿ ಹಣೆ ಮೇಲಾಗಲಿ ತೆಗೆದುಕೊಳ್ಳಬಾರದು. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. ചെറിയ പരീക്ഷ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ಚಿಕ್ಕ ಇವತ್ತಿನ ಶೋಧನೆಗಳನ್ನ ನಮಗೆ ആ ಜಯಿಸಕ್ಕಾಗಲ್ಲ. ചിപ്പിന്റെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു? ಈ ಚಿಪ್ ಬರುವಾಗ ಅದರ ಮುಂದೆ ಯಾವ ഞാൻ വിശ്വസിക്കുന്നു. ഒന്നെങ്കിലും ഉപേക്ഷ വരും. ಒಂದು ಅದಕ್ಕಿಂತ ಮುಂಚೆ ಯೇಸು അത് ಬರುತ್ತಾರೆ. അവിടെ പിടിച്ചു കള പോകാൻ വഴി കർത്താവ് ഒരുക്കി. ಇಲ್ಲದೆ ಇದೆ ಆ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಹಿಡಿದು ನಿಲ್ಲಕ್ಕಿರುವಂತ ಕೃಪೆಯನ್ನು ದೇವರು ನಮಗೆ ಕೊಡ್ತಾರೆ. ಯಾಕಂದ್ರೆ ಅಲ್ಲಿ ಬರೆದಿದೆ, ഞാൻ തന്നെ വഴിയിൽ ನಾನೇ ಮಾರ್ಗವು ಸತ್ಯವು ഇതിന്റെ ಜೀವವು. മധ്യയിൽ ഞാൻ തന്നെ വഴിയിൽ സത്യം ಅಂದ್ರೆ ಈ ಪರಿಸ್ಥಿತಿಗಳ ಮಧ್ಯದಲ್ಲೂ ನಾನೇ ಮಾರ್ಗವು ಸತ್ಯವು ಜೀವವು. വഴിയുണ്ടാക്കും. ಅಲ್ಲಿ ನಮಗಾಗಿ ದೇವರು ಒಂದು ದಾರಿ ಸಿದ್ಧ ಮಾಡ್ತಾರೆ. അവർ മരുഭൂമിയുടെ യാത്ര ചെയ്യുമ്പോൾ ಮರುಭೂಮಿಯಲ್ಲಿ ಅವರು ಪ್ರಯಾಣ ಮಾಡುವಾಗ അവർക്ക് വിശന്നു, ಅವರಿಗೆ ಹಸಿವೆ ಆಯ್ತು. അവര് മുൻവിധി എഴുതി, ಅವರು ಈ ರೀತಿಯಲ್ಲಿ ಅಲ್ಲಿ ಮುಂಚೆ ವಿಧಿ ಬರ್ಕೊಂಡ್ರು, സംസാരിക്കാൻ തുടങ്ങി. ಮಾತಾಡ್ಕೊಳಕ್ಕೆ ಆರಂಭಿಸಿದ್ರು. എവിടുന്ന് വെള്ളം പിടിക്കും, ಎಲ್ಲಿಂದ ನೀರು ಕುಡಿಯೋದು, എവിടുന്ന് ആഹാരം കഴിക്കും, ಆಹಾರ ಎಲ್ಲಿ ಸಿಗುತ್ತೆ, മക്കൾക്ക് എന്ത് കൊടുക്കും, ಮಕ್ಕಳಿಗೆ ಏನ್ ಕೊಡೋದು, ഒന്നും കാണാനില്ല. ಯಾಕಂದ್ರೆ ಏನು ಕಾಣ್ತಿಲ್ಲ. പക്ഷെ അവിടെ ಆದ್ರೆ ಅಲ್ಲಿ തക്ക സമയത്ത് ಸಮಯದಲ್ಲಿ കൊടുത്തു, ನೀರನ್ನು ಕೊಡಲಾಯಿತು. മന്ന ദൈവം കൊടുത്തു. ಮನ್ನವನ್ನ ದೇವರು ಕೊಟ್ಟರು. അങ്ങനെയാണെങ്കിൽ ಹಾಗಿರುವುದ ഞാൻ വിശ്വസിക്കുന്നു, ನಾನು ನಂಬುತ್ತೇನೆ, വിശുദ്ധന്മാരെ ചേർക്കുന്നതിന് മുമ്പ് ಭಕ್ತರುಗಳನ್ನ ದೇವರು ಇಲ್ಲಿಂದ ಎತ್ತುವುದಕ್ಕಿಂತ ಮುಂಚೆ ഈ ചിപ്പ് ഇറങ്ങിയാൽ ಈ ಚಿಪ್ ಏನಾದ್ರೂ ಈ ಲೋಕಕ್ಕೆ ಬಂದ್ರೆ അത് അരിക്കാത്തവർക്ക് ಅದನ್ನ ಹಾಕಿಕೊಳ್ಳದೆ ಇರೋರಿಗೆ വിൽക്കാനോ വാങ്ങാനോ കഴിയത്തില്ല. ಮಾರಾಟ ಮಾಡಕ್ಕೋ ಕೊಂಡುಕೊಳ್ಳಿಕ್ಕೋ ಆಗೋದಿಲ್ಲ. ഭാരതത്തിൽ ഒരുപക്ഷെ സ്വസ്ഥതയോടെ നിൽക്കാൻ പോലും ಒಂದು പറ്റത്തില്ല. ಪಕ್ಷ ಭಾರತ ದೇಶದಲ್ಲಿ ಸಮಾಧಾನದಿಂದ ವಾಸ ಮಾಡ್ಲಿಕ್ಕೂ ದೇವರ ಮಕ್ಕಳಿಗೆ ಆಗಲ್ಲ. എല്ലാരും തിരിയും നിങ്ങൾക്ക്. ಎಲ್ಲರೂ ದೇವರ ಮಕ್ಕಳಿಗೆ ವಿರುದ್ಧವಾಗಿ ഈ ತಿರುಕೊಳ್ತಾರೆ. സമയത്ത് എന്ത് ചെയ്യും? ಆ ಸಮಯದಲ್ಲಿ ನೀವೇನ್ മന്ന ಮಾಡ್ತೀರಾ? മരുഭൂമിയെ തുറന്നതുപോലെ ಮರುಭೂಮಿಯಲ್ಲಿ ದೇವರು ಇಸ್ರಾಯೇಲ್ ಜನಗಳಿಗೋಸ್ಕರವಾಗಿ ಮನ್ನವನ್ನ ಕೊಟ್ಟ ಹಾಗೆ, അവിടെ വഴി ഒരുക്കിയതുപോലെ ಅಲ್ಲಿ ಮಾರ್ಗವನ್ನ ಸಿದ್ಧ ಮಾಡಿದ ಹಾಗೆ യേശു അവിടെ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ಯೇಸು ನಮಗಾಗಿ ಅಂತಹ ಪರಿಸ್ಥಿತಿಗಳಲ್ಲಿ ಅದ್ಭುತವನ್ನ ಮಾಡುತ್ತಾರೆ. ഞാൻ തന്നെ വഴിയിൽ സത്യം ಯಾಕಂದ್ರೆ ನಾನೇ ಮಾರ್ಗವು ಸತ್ಯವೂ ಜೀವವೂ ಆಗಿದ್ದೇನೆ. കാരണം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ಯಾಕಂದ್ರೆ ಹೊಸದಾಗಿ ಹುಟ್ಟಿದ ದೇವರ ಮಕ್ಕಳು എവിടെയും തോൽക്കത്തില്ല. ಎಲ್ಲಿ ಸೋಲಲ್ಲ, തോറ്റ ചരിത്രമില്ല. ಸೋತ ಚರಿತ್ರೆಯೇ ಇಲ್ಲ. അതിനെ വീണ്ടും ജനിക്കണം എപ്പോഴും ഇവിടെ പറയുന്നത്. ಆದ ಕಾರಣವೇ ಇಲ್ಲಿ ಯಾವಾಗ್ಲೂ ಹೇಳೋದು ಹೊಸದಾಗಿ ಹುಟ್ಟಿರಿ, ಹೊಸದಾಗಿ ಹುಟ್ಟಿರಿ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെസ്സേജ് കേട്ടവരാ, ನೀವೆಲ್ಲ ಬೇಕಾದಷ್ಟು നിങ്ങൾ ಪ್ರಸಂಗಗಳು ശരിയായിട്ട് വീണ്ടും തന്നെ കേട്ടിട്ടുണ്ടോ? ನೀವು ಸರಿಯಾಗಿ ಹೊಸದಾಗಿ ಹುಟ್ಟುವಿಕೆಯ ಬಗ್ಗೆ ಕೇಳಿದ್ದೀರಾ? ഹല്ലേലൂയ. ശരിയായിട്ട് വചനത്തിന്റെ വെളിപ്പാടിലേക്ക് കയറിയിട്ടുണ്ട്. ಸರಿಯಾದ ವಾಕ್ಯದ ಪ್ರಕಟಣೆಗಳಿಗೆ ನೀವು ಬಂದಿದ್ದೀರಾ? വെളിപ്പാടെന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ಪ್ರಕಟಣೆಯ ಮಾತಿನ ಅರ್ಥ ಏನು? മറഞ്ഞിരിക്കുന്നതിനെ മറന്നേക്ക് കാണിക്കുന്നു. ಮರೆಯಾಗಿರುವುದನ್ನ ಮರೆ ನೀಗಿಸಿ ತೋರಿಸುವುದು. മറഞ്ഞിരിക്കുന്നത് Hallelujah. ആർക്കും മനസ്സിലാകത്തില്ല. ಮರೆಯಾಗಿದ್ದರೆ ಯಾರಿಗೂ ಏನು ಅರ್ಥ ಆಗಲ್ಲ. പരിശുദ്ധാത്മാവാണ് തുറന്നിരുന്നത്. പವಿತ್ರಾತ್ಮನೆ ಮರೆಯನ್ನು ನೀಗಿಸಿ അതിനാണ് ತೆರೆದುಕೊಳ್ಳುವುದು. ശുശ്രൂഷ പരിശുദ്ധാത്മാവട്ടെ എന്ന് പറയുന്നത്. ಅದಕ್ಕಾಗಿದೆ ಈ ಸೇವೆಯನ್ನು ಪವಿತ್ರಾತ್ಮನು ನಿಯಂತ್ರಿಸಿದೆ ಎಂಬುದಾಗಿ ಹೇಳುವುದು. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ. കർത്താവിനെ സ്തോത്രം കർത്തನಿಗೆ ചെയ്യുന്നു. ಸ್ತೋತ್ರ. ഇപ്പോൾ ഞാൻ പറയുന്നു, ಈಗ ನಾನು ಹೇಳ್ತೇನೆ, ദൈവമക്കളുടെ എല്ലാ കാര്യവും ದೇವರ ಮಕ್ಕಳ ಎಲ್ಲ ಕಾರ್ಯ പരിശുദ്ധാത്മാവിന്റെ നിറവിലാകട്ടെ. ಪವಿತ್ರಾತ್ಮನ ತುಂಬುವಿಕೆಯಲ್ಲೇ ಆಗಿರಲಿ. നിങ്ങളുടെ ചിന്ത പരിശുദ്ധാത്മാവിന്റെ കൂടെയാകട്ടെ. ನಿಮ್ಮ ಚಿಂತೆ ಪವಿತ್ರಾತ್ಮನೊಂದಿಗೆ ಆಗಿರಲಿ. നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവോടെ ನಿಮ್ಮ ലയിക്കട്ടെ. ಪ್ರಾರ್ಥನೆ ಪವಿತ್ರಾತ್ಮನೊಂದಿಗೆ ಸೇರಲಿ. ആരാധന പരിശുദ്ധാത്മാവിനെ വിട്ട് ഒരു കാര്യം ചെയ്തു. ಪವಿತ್ರಾತ್ಮನನ್ನ ಬಿಟ್ಟು ಯಾವ ಕಾರ್ಯವನ್ನು ಮಾಡಬಾರದು. പരിശുദ്ധാത്മാവിനെ ಯಾಕಂದ್ರೆ നമ്മുടെ ಪವಿತ್ರಾತ್ಮ സഹായത്തിനായി ನಮ್ಮ ಸಹಾಯಕ യേശു അയച്ചെന്നിരിക്കും. ಯೇಸು ಕಳಿಸ್ಕೊಟ್ಟಿದ್ದಾರೆ. പരിശുദ്ധാത്മാവാണ് ಪವಿತ್ರಾತ್ಮನೆ സത്യത്തിൽ നമ്മൾ നടത്തുന്നത്. ಸತ್ಯದಲ್ಲಿ ನಮ್ಮ ದಾರಿ ನಡೆಸೋದು. അതുകൊണ്ട് ಅದಕ್ಕಾಗಿ പരിശുദ്ധാത്മാവിനെ വിട്ട് ಪವಿತ್ರಾತ್ಮನನ್ನ ಬಿಟ್ಟು ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു. ಯಾವ ಕಾರ್ಯವನ್ನು ನೀವು ಮಾಡಬಾರದು. അതിനാലല്ലോ ಆದ ಕಾರಣವೇ നിങ്ങളെ വീണ്ടെടുപ്പിനായി മുദ്ര വെച്ചിരിക്കുന്നത് ನಿಮ್ಮನ್ನ പരിശുദ്ധാത്മാവിനാണ്. ಪವಿತ್ರಾತ್ಮನಿಂದ ನಿಮ್ಮನ್ನ ವಿಮೋಚನೆಯ ದಿನಕ್ಕಾಗಿ ಮುದ್ರೆ ಹೊಂದಿದ್ದೀರಾ. എഫെസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായത്തിൽ ಎಫೆಸ ಪತ್ರಿಕೆ 4ನೇ 4:30 വായിച്ചോട്ടെ. 4ನೇ 30ನೇ ವಾಕ್ಯವನ್ನು ಓದ್ರಿ. ചൂടാമാന റൗഡവര ಎಫೆಸ ಪತ್ರಿಕೆ 4ನೇ 30ನೇ ವಾಕ್ಯ. ഹല്ലേലൂയ. ದೇವರ ಪವಿತ್ರಾತ್ಮನನ್ನು ಆ. ದುಃಖಿಸಬೇಡಿರಿ. ಆ. ಆತನಲ್ಲಿಯೇ ವಿಮೋಚನೆಯ ದಿನಕ್ಕಾಗಿ ಆ. ಮುದ್ರೆ ಹೊಂದಿದ್ದೀರಲ್ಲ. എന്ത് ചെയ്തിരിക്കുക? ಏನ್ ಮಾಡಿದ್ದಾರೆ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ
ದೇವರ ಪವಿತ್ರಾತ್ಮನ ദുഃഖിപ്പിക്കരുത്. ದುಃಖಪಡಿಸಬಾರದು. നിങ്ങൾ ആരെങ്കിലും ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ನೀವ್ ಯಾರಾದ್ರೂ ದುಃಖಪಡಿಸಿದ್ರೆ ദൈവം ക്ഷമിക്കും. ದೇವ್ರಿಗೆ ಕ್ಷಮಿಸ್ತಾರೆ. ഏറ്റു പറഞ്ഞാൽ മതി. ಯಾರನ್ನಾದ್ರೂ ದುಃಖಪಡಿಸಿದ್ರೆ ಕ್ಷಮಿಸ್ತಾರೆ. ನೀವು ಆರೈಕೆ ಮಾಡಿದ್ರೆ ಸಾಕು. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. ಆದ್ರೆ ಪವಿತ್ರಾತ್ಮನ ಎಂದಿಗೂ ದುಃಖಪಡಿಸಬಾರದು. പരിശുദ്ധാത്മാവ് അത്രയും വിശുദ്ധിയും നിഷ്കളങ്കമെന്ന് പറയാൻ പറ്റില്ല, അതിനപ്പുറമുള്ള ആഴമാണ്. ಪವಿತ್ರಾತ್ಮನು ಅಷ್ಟು ಪರಿಶುದ್ಧನು ನಿಷ್ಕಪಟಿ ಎಂಬುದಾಗಿ ಹೇಳಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ಅದಕ್ಕಿಂತಲೂ ಆಳವಾದವನಾಗಿದ್ದಾನೆ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ಪವಿತ್ರಾತ್ಮನ ದುಃಖಪಡಿಸಬಾರದು. പരിശുദ്ധ മുമ്പിൽ വ്യാജം കാണിക്കരുത്. ಪವಿತ್ರಾತ್ಮನ ಮುಂದೆ ನಾವು ವ್ಯಾಜ್ಯವನ್ನ ತೋರಿಸಬಾರದು. അതിനാലല്ലോ ಆದ ಕಾರಣ വീണ്ടെടുപ്പിന്റെ ദിവസത്തിന് വേണ്ടി, ವಿಮೋಚನೆ ದಿನಕ್ಕಾಗಿ, വീണ്ടെടുപ്പ് ദിവസത്തിന് വേണ്ടി ವಿಮೋಚನೆ ದಿನ വീണ്ടെടുക്കപ്പെടേണ്ടത് ആരുണ്ടോ, ವಿಮೋಚಿಸಲ್ಪಡಬೇಕಾದವರು ಯಾರಿದ್ದಾರೆ, അവരെ ಮೇಲೆ ഒരു മുദ്ര വെച്ചിട്ടുണ്ട്. ಯಾರೆಲ್ಲ ವಿಮೋಚನೆಯನ್ನ ಹೊಂದುವುದಕ್ಕಿದ್ದೀರೋ ಅವರ ಮೇಲೆ ಒಂದು ಮುದ್ರೆ ಇದೆ. ആ മുദ്ര നഷ്ടപ്പെടുത്തരുത്. ಆ ಸೀಲು ನೀವು ನಷ್ಟಪಡಿಸ್ಕೋಬಾರದು. നഷ്ടപ്പെടുത്തരുത്. ಆ ಪವಿತ್ರಾತ್ಮ ನಿಂತಿರುವ ಸೀಲನ್ನ നേരത്തെ കേട്ടതുപോലെ ಮೊದಲೇ ಕೇಳಿದ പാപം ചെയ്താൽ നഷ്ടപ്പെടും. ಪಾಪ ಮಾಡಿದ್ರೆ ಅದು ನಷ್ಟವಾಗುತ್ತೆ. പരിശുദ്ധാത്മാവില്ലാതെയുള്ള ജീവിതം ಪವಿತ್ರಾತ್ಮನ ಇಲ್ಲದೆ ಇರೋ ಜೀವನ വെറും വേസ്റ്റ് ആണ്. ಕೇವಲ ವ್ಯರ್ಥ, ഒരു പ്രയോജനമില്ല. ಯಾವ ಪ್ರಯೋಜನವೂ ಇಲ್ಲ. പരിശുദ്ധാത്മാവില്ലാത്ത ശുശ്രൂഷ, ಪವಿತ್ರಾತ್ಮನ ಇಲ್ಲದೆ ಇರೋ ಸೇವೆ, പരിശുദ്ധാത്മാവില്ലാത്ത പ്രാർത്ഥന, ಪವಿತ್ರಾತ್ಮನ ಇಲ್ಲದ ಪ್ರಾರ್ಥನೆ, പരിശുദ്ധാത്മാവില്ലാത്ത ആരാധന ಪವಿತ್ರಾತ್ಮನ ಇಲ್ಲದ ಆರಾಧನೆ ദൈവത്തിന്റെ പ്രസാദമല്ല. ಅದು ದೇವರಿಗೆ ಮೆಚ್ಚುಗೆ ಅಲ್ಲ. ദൈവ സാന്നിധ്യം ഇറങ്ങത്തില്ല. ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಹಿಡಿಯುವುದಿಲ್ಲ. അതുകൊണ്ട് പരിശുദ്ധാത്മനെ ദുഃഖിപ്പിക്കരുത്. ಆದ ಕಾರಣ ಪವಿತ್ರಾತ್ಮನ ದುಃಖಪಡಿಸಿ. അതിനല്ലോ വീണ്ടെടുപ്പ് നാളെ മുദ്രയിട്ടിരിക്കുന്നത്. ಆದ್ದರಿಂದಲೇ ವಿಮೋಚನೆ ದಿನಕ್ಕಾಗಿ ಪವಿತ್ರಾತ್ಮನ ನೀವು ಮುದ್ರೆ ಹೊಂದಿದ್ದೀರಿ. മുദ്ര വെച്ചിരിക്കുക എന്ന് പറയാൻ എന്താണ്? ಮುದ್ರೆ ಹೊಂದಿದ್ದೀರಿ ಅಥವಾ ಮುದ್ರೆ ಇಡಲಾಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಮಾತಿನ ಅರ್ಥ ഒരു സീൽ വെക്കുന്ന പോലെ, ಒಂದು ಸೀಲ್ ಹಾಕುವ ಹಾಗೆ. അത് ആർക്കുള്ളതാ? ಅದು ಯಾರಿಗಿರೋದು? അതിന്റെ അവകാശി ഗവൺമെന്റ് ആണ്. ಆದ್ರೆ ಸರ್ಕಾರ ಒಂದು ಸೀಲನ್ನು ಹಾಕಿದರೆ ಅದಕ್ಕೆ ಬಾಧ್ಯಸ್ಥರು ಗವರ್ಮೆಂಟ್ ಅವರು. ഗവൺമെന്റിന്റെ സീല്, ಗವರ್ಮೆಂಟ್ ನ ಸೀಲು നമ്പർ വേണ്ടിട്ടുണ്ടെങ്കിൽ ಒಂದು ನಂಬರ್ ഒരു ಗವರ್ಮೆಂಟ್ കെട്ടിടത്തിൽ ಒಂದು ಕಟ್ಟಡದಲ್ಲಿ അത് ആമേ ആ ഭരണത്തിനകത്തുള്ളതാണ്. ಅದು ಅವರ ಆಳ್ವಿಕೆಗೆ ಸೇರಿದಾಗಿದೆ. ഹല്ലേലൂയ. ആമേ ശ്രദ്ധിക്കുക, ഒരു മരത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ಒಂದು ಮರಕ್ಕೆ ಗವರ್ಮೆಂಟ್ ಸೀಲ್ ಹೊಡೆದಿದ್ರೆ ആ മരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെയാണ്. ಆ ಮರ ಫಾರೆಸ್ಟ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಗೆ ಸೇರಿದಾಗಿರುತ್ತೆ. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗ്ഗ മുദ്ര വെച്ചിരിക്കുന്നത് ആത്മാവിലാണ്. ಹಾಗಾದ್ರೆ ಪರಲೋಕ ನಮ್ಮನ್ನ ಸೀಲ್ ಮಾಡಿರೋದು ಆತ್ಮನಿಂದ. എവിടെയാണ് ആ മുദ്ര കിടക്കുന്നത്? ಎಲ್ಲಿದೆ ಆ ಮುದ್ರೆ? എവിടെയാണ് ആ മുദ്ര ഇട്ടിരിക്കുന്നത്? ಎಲ್ಲಿದೆ ಆ ಸೀಲು? മരത്തിന് നമുക്ക് മുദ്ര കാണാൻ കഴിയും. ಮರಕ್ಕೆ ಗವರ್ಮೆಂಟ್ ಹಾಕಿರೋ ಸೀಲನ್ನ ನಾವು ನೋಡಬಹುದು. പക്ഷെ വീണ്ടെടുപ്പ് നാളിന് വേണ്ടി ಆದ್ರೆ ವಿಮೋಚನೆ ದಿನಕ್ಕೆ പരിശുദ്ധാത്മ മുദ്ര വെച്ചിരിക്കുന്നു. ಪವಿತ್ರಾತ್ಮನು ನಮ್ಮಲ್ಲಿ ಮುದ್ರೆ ಹಾಕಿರ್ತಾರೆ. അകത്തെ മനുഷ്യൻ നമ്മുടെ മുദ്ര കിടക്കുകയാണ്. ಆ ಮುದ್ರೆಯು ಆ ಸೀಲು ನಮ್ಮ ಒಳಗಿನ ಮನುಷ್ಯನಲ್ಲಿದೆ. ആത്ത മനുഷ്യൻ പറയാണ്, ಒಳಗಿನ ಮನುಷ್ಯ ಹೇಳ್ತಾನೆ, ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ನಾನು ಕ್ರಿಸ್ತನ ಮದರಾಗಿದ್ದೇನೆ. എന്റെ മേൽ മുദ്ര വെച്ചിരിക്കുന്നു. ಯಾಕಂದ್ರೆ ನನ್ನಲ್ಲಿ ಮುದ್ರೆ ಬಂದಿದೆ. ഹല്ലേലൂയ. മുദ്ര വെച്ചിരിക്കുകയാണ്. ಮುದ್ರೆ ಇಡಲಾಗಿದೆ. എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. ಅದರ ಅರ್ಥ ನಿಶ್ಚಿತಾರ್ಥವಾಗಿದೆ. എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. ನಿಶ್ಚಿತಾರ್ಥವಾಗಿದೆ. അതിനെ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. ಆದ ಕಾರಣ ಪೌಲ ನೆನಪಿಸಿದ್ದಾನೆ. 2 കൊരിന്ത്യർ 11:2 രേഖപ്പെടുത്തി. 2 ಕೊರಿಂಥ 11:2 ವಾಕ್ಯದಲ್ಲಿ ಉಲ್ಲೇಖ ಮಾಡ್ತಾರೆ. ക്രിസ്തു എന്ന ಕ್ರಿಸ್ತನೆಂಬ ഏക പുരുഷന് ಒಬ್ಬನೇ ಮೊದಲಿಗನಿಗೆ നിങ്ങൾ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. ನಿಮ್ಮನ್ನ ವಿವಾಹ ನಿಶ್ಚಯ ಮಾಡಿರಲಾಗಿ. എടുത്ത് വായിച്ചാട്ടെ. ಓದ್ರಿ ಬೇಗ. 2 ಕೊರಿಂಥ 11:2 ವಾಕ್ಯ. ಯಾಕೆಂದರೆ ಹಾ. ದೇವರಲ್ಲಿರುವಂತ ಹಾ. ಚಿಂತೆಯಿಂದಲೇ ಹಾ. ನಾನು ನಿಮ್ಮನ್ನು ಹಾ. ನಿಮ್ಮ ವಿಷಯದಲ್ಲಿ ಚಿಂತಿಸುತ್ತೇನೆ. ಹಾ. ನಿಮ್ಮನ್ನು ಕ್ರಿಸ್ತನೆಂಬ ಒಬ್ಬನೇ ಪುರುಷನಿಗೆ, ക്രിസ്തു എന്ന ഒരേ പുരുഷൻ എന്ന് പറയുന്നത് ಕ್ರಿಸ್ತನೆಂಬ ಒಬ್ಬನೇ ಪುರುಷನಿಗೆ ಅಂತ ಹೇಳ್ತಿರೋದು ക്രിസ്തു പുരുഷനായതുകൊണ്ടല്ല, ಕ್ರಿಸ್ತನು ಪುರುಷನಾಗಿದ್ರಲ್ಲ, സഭയുടെ ബന്ധത്തിൽ അങ്ങനെ കാണിക്കുകയാണ്. ಸಭೆ ಮತ್ತು ಕ್ರಿಸ್ತನೊಂದಿಗಿನ ಸಂಬಂಧದಲ್ಲಾಗಿದೆ. ಆ ರೀತಿ മണവാളന്റെ ഇതിലാണ് അങ്ങനെ ಅದು കൊടുത്തിരിക്കുന്നത്. ಒಬ್ಬ ಮೊದಲಿಂಗನು ಅನ್ನೋದನ್ನ ಸೂಚಿಸುವುದಕ್ಕಾಗಿದೆ ಪುರುಷನು ಅಂತ ಹೇಳ್ತೀವಿ. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. ಆ ಪುರುಷನೊಂದಿಗೆ ಅಥವಾ ಆ ಮೊದಲಿಂಗನೊಂದಿಗೆ ನಮಗೆ ವಿವಾಹ ನಿಶ್ಚಯ ആ ಆಗಿರಲಾಗಿದೆ. നിശ്ചയമാണ് ಆ ನಿಶ್ಚಯವಾಗಿ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ಪವಿತ್ರಾತ್ಮನ ಮುದ್ರೆ ಆಮೇಲೆ വെച്ചിരിക്കെ ನಮ್ಮ ಮೇಲೆ ಇಟ್ಟಿರುವಾಗ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ನಿಮಗೆ ವಿವಾಹ ನಿಶ್ಚಯ ಮಾಡಲಾಗಿದೆ. നിശ്ചയം കഴിഞ്ഞിരിക്കാം നമ്മുടെ. ನಮ್ಮ ವಿವಾಹ ನಿಶ್ಚಯ ಆಗಿದೆ. എന്നിട്ട് എന്തിനാ സഭ പേടിക്കുന്നത്? ಆದ್ರೂ ಸಭೆ ಯಾಕೆ ಭಯಪಡೋದು? എന്തായി തീരും? ಅಯ್ಯೋ ಏನಾಗ್ಬಿಡುತ್ತೆ? എന്താകും? ಏನಾಗುತ್ತೆ? നാളെ എന്ത് ചെയ്യും? ನಾಳೆ ಏನ್ ಮಾಡೋದು? മറ്റന്നാൾ എന്ത് ചെയ്യും? ನಾಡ್ದೇನ್ ಮಾಡೋದು? അയ്യോ ഇങ്ങനെ പോയാൽ എന്താവും? ಅಯ್ಯೋ ಹೀಗೋದ್ರೆ ಏನು? ಹೇಗಾಗುತ್ತೆ? ഇതാണ് ഫസ്റ്റ് പറഞ്ഞത്. ಇದೇ ನಾನು ಪ್ರಾರಂಭದಲ್ಲಿ ಹೇಳಿದ್ದು. മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലായിട്ടില്ല. ಅರ್ಥವಾಗಬೇಕಾದದ್ದು ನಮಗಿನ್ನೂ ಅರ್ಥ ಆಗಿಲ್ಲ. കേട്ടത് മുഴുവൻ ആത്മാവെന്നല്ല, അതാ പറ്റിയത്. ನಾವ್ ಇದುವರೆಗೂ ಕೇಳಿದ ಯಾವ್ದು ಆತ್ಮದಿಂದ ಅಲ್ಲ, ಅದಾಗಿದೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸಂಭವಿಸಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. എൻഗേജ്മെന്റ് കഴിയുന്നവരെന്തിനാ പേടിക്കുന്നത്? ನಿಶ್ಚಿತಾರ್ಥವಾದವ್ರು ಯಾಕೆ ಭಯಪಡಬೇಕು? മണവാളൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം. ಮೊದಲಿಂಗನು ಜೀವಂತವಾಗಿರುವಷ್ಟು ಕಾಲ. മണവാളൻ ഇഷ്ടപ്പെട്ടിട്ടാ എൻഗേജ്മെന്റ് ചെയ്തത്. ಮೊದಲಿಂಗನು ನಮ್ಮನ್ನು ಇಷ್ಟಪಟ್ಟು ಹುಟ್ಟಾಗಿದೆ ನಿಶ್ಚಿತಾರ್ಥ. സാക്ഷിയുണ്ട്, ಅದಕ್ಕೆ ಸಾಕ್ಷಿ ಇದೆ, അതിന്റെ രേഖയുണ്ട്. ಅದರ ಎಲ್ಲಾ ಉಲ್ಲೇಖಗಳಿದೆ. സ്വർഗം ಸಾക്ഷി, ಪರಲೋಕವೇ ಅದಕ್ಕೆ ಸಾಕ್ಷಿ. യേശു ഒരിക്കലും മറത്തില്ല. ಯೇಸು ಎಂದಿಗೂ ಬದಲಾಗಲ್ಲ. ഈ മണവാളൻ ഒരിക്കലും നിന്നെ വിട്ടു മറത്തില്ല. ಈ ಮೊದಲಿಂಗನಿಗೆ എന്തെങ്കിലും ನಾನು ಬಿಟ್ಟು ಹೋಗಲ್ಲ. ഹല്ലേലൂയ. എന്തെല്ലാം കാര്യം ഇവിടെ ചെയ്തിരിക്കുന്നത്? ಏನೆಲ್ಲ ಕಾರ್ಯಗಳಾಗಿದೆ ನಮಗಾಗಿ ಮಾಡಿರೋದು. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ವಿವಾಹ ನಿಶ್ಚಯ ಮಾಡಲಾಗಿದೆ. ഹല്ലേലൂയ. സഭയെ ക്രിസ്തുവിന്റെ ഏക പുരുഷനെ ಕ್ರಿಸ್ತನೆಂಬ ಒಬ್ಬನೇ ಪುರುಷನಿಗೆ വിവാഹ നിശ്ചയിച്ചിരിക്കുന്നു. ವಿವಾಹ ನಿಶ್ಚಯ അപ്പോൾ ಮಾಡಲಾಗಿದೆ. സഭ എങ്ങനെ ഇരിക്കണം? ಹಾಗಾದ್ರೆ ಆ ಸಭೆ ಹೇಗಿರ್ಬೇಕು? ആത്മാവിന്റെ തീക്കകത്ത് കത്തണം. ಪವಿತ್ರಾತ್ಮನ ಬೆಂಕಿಯಲ್ಲಿ ಉರಿಯಬೇಕದು. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ಪವಿತ್ರಾತ್ಮನ ಕಾರ್ಯದಲ್ಲಿ ಸಭೆ ಸಿದ್ಧವಾಗುತ್ತದೆ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ മാത്രമായിരിക്കണം സഭ നിൽക്കണം. ಪವಿತ್ರಾತ್ಮನ ನಿಯಂತ್ರಣದಲ್ಲಿ ಮಾತ್ರವೇ ಸಭೆ ಇರಬೇಕು. കാരണം ആത്മാവിനെ അനുസരിപ്പിൻ. ಯಾಕಂದ್ರೆ ಪವಿತ್ರಾತ್ಮನ ಅನುಸರಿಸಿ
ആ സഭയെ പോകത്തുള്ളൂ. ಆ ಸಭೆ ಮಾತ್ರವೇ ಹೋಗುವುದು. ഈ ആത്മാവിൽ ഒരുക്കുന്ന ആത്മാവ് തന്നെ സഭയെ കൊണ്ടുപോകുന്നു. ಈ ಆತ್ಮದಲ್ಲಿ ಸಿದ್ಧಪಡಿಸುವ ಅದೇ ಪವಿತ್ರಾತ್ಮನೇ ನಮ್ಮನ್ನು ಕರ್ಕೊಂಡು ಹೋಗುವುದು. മുദ്രയുള്ളവരൊക്കെ പോകും. ಮುದ್ರೆ ಇರುವವರೆಲ್ಲರೂ ಹೋಗ್ತಾರೆ. ಎಂಗೇಜ್ಮೆಂಟ್ കഴിഞ്ഞവರ കല്യാണം പന്തിയിൽ കയറി ഇരിക്കണം. ಎಂಗೇಜ್ಮೆಂಟ್ ಆದವರಾಗಿದ್ದಾರೆ. ಮದುವೆಯ ದಿನದಲ್ಲಿ ಅಲ್ಲಿ ವೇದಿಕೆಯಲ್ಲಿ ಮದಲಿಂಗನ ಬಳಿಯಲ್ಲಿ ವೇದಿಕೆಯಲ್ಲಿ ಕುತ್ಕೋಬೇಕಾಗಿಲ್ಲ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ಪವಿತ್ರಾತ್ಮನನ್ನು ಹೊಂದಿಕೊಳ್ಳದೆ ಇರುವವರು ಹೊಂದಿಕೊಳ್ಳ್ರಿ. പരിശുദ്ധാത്മാവായിട്ട് ബന്ധം പുലർത്തുക. ಪವಿತ್ರಾತ್ಮನೊಂದಿಗೆ ಸಂಬಂಧವನ್ನು ಬೆಳೆಸಿ. പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുക. ಪವಿತ್ರಾತ್ಮನ ಆಲೋಚನೆ ಇಲ್ಲದೆ ಯಾವ ಕಾರ್ಯವನ್ನು ಮಾಡಬೇಡಿ. രക്ഷപ്പെട്ടു ദൈവമേ. ಆಗಿರುವುದಾದ್ರೆ ನೀವು ರಕ್ಷಿಸಲ್ಪಟ್ಟಿದ್ದೀರಿ. പരിശുദ്ധാത്മാ ദൈവമാണ്. ಯಾಕಂದ್ರೆ ಪವಿತ್ರಾತ್ಮನು ദൈവം ದೇವರಾಗಿದ್ದಾನೆ. നമ്മളെ സത്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ದೇವರು ನಮ್ಮನ್ನ ಸತ್ಯದಲ್ಲಿ ನಡೆಸಿದ್ದಾರೆ. യേശു പറഞ്ഞ വഴിയിൽ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ಯೇಸು ಹೇಳಿದ ಆ ದಾರಿಯಲ್ಲಿ ನಮ್ಮ ನಡೆಸೋದು ಪವಿತ್ರಾತ್ಮನಾಗಿದ್ದಾನೆ. ഞാൻ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞാൽ ನಾನೇ ಮಾರ್ಗವು ಸತ್ಯವೂ ಜೀವವು. ആ വഴി കൂടിയാണ് പരിശുദ്ധാത്മാവ് നടത്തുന്നത്. ಆ ಮಾರ್ಗದಲ್ಲೇ ಆಗಿದೆ ಪವಿತ್ರಾತ್ಮ ನಮ್ಮನ್ನು ನಡೆಸೋದು. ആ വഴി പിന്നെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ಆ ಮಾರ್ಗವನ್ನು ಬೇರೆ ಯಾರಿಗೂ ಮುಚ್ಚಕ್ಕಾಗುವುದಿಲ್ಲ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ಯೇಸು ಕ್ರಿಸ್ತ ನಾಮದಲ್ಲಿ ഇന്ന് രാത്രി നമുക്ക് ദൈവകരങ്ങളെ വിട്ടുകൊടുക്കാം. ಇವತ್ತು ರಾತ್ರಿ ನಾವು ದೇವರ ಕರಗಳಲ್ಲಿ ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് ಒಂದು നിൽക്കാം. ನಿಮಿಷ ನಾವೆಲ್ಲರೂ ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. യേശു മരണ പാശങ്ങളെ അഴിച്ചു. ಯೇಸು ಮರಣ ಪಾಶಗಳನ್ನು ಬಿಡಿಸಿದನು. ക്രൂശിൽ ആമേ തന്റെ മരണത്താൽ ಶಿಲುಬೆಯ ತನ್ನ ಮರಣದಿಂದ മരണത്തെ നീക്കി. ಆಮೇಲೆ ಮರಣವನ್ನು ನೀಗಿಸಿ പഴയ നിയമ വിശുദ്ധന്മാരെ ಹಳೆ ಒಡಂಬಡಿಕೆಯ ಭಕ್ತರು കല്ലറകൾ പലരും തുറന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ಸಮಾಧಿಗಳನ್ನು ತೆರೆದು ಪುನರುತ್ಥಾನಗೊಳಿಸಿ പുതിയ നിയമത്തിൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಹೊಸದಾಗಿ ಹುಟ್ಟಿದ್ದ ಜನರನ್ನು അവർ മരിച്ചു. ಅವರು ಸತ್ತರು. അവർ ಸತ್ತರು. ഇനി അവരുടെ മേലെ മരണമില്ല. ಇನ್ನು ಅವರ ಮೇಲೆ ಒಂದು ಮರಣ ಇಲ್ಲ. എന്നിൽ വിശ്വസിക്കുന്നവർ ഒരു നാൾ മരിക്കത്തില്ല. യേശു പറയുക. ನನ್ನ ನಂಬುವವರು ಎಂದಿಗೂ ಸಾಯುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಯೇಸು ಹೇಳಿದರು. ക്രൂശിൽ വെച്ച് ಯಾಕಂದ್ರೆ ಶಿಲುಬೆಯಲ್ಲಿ മരണത്തെ നീക്കി. ಮರಣವನ್ನು ನೀಗಿಸಲಾಯಿತು. ഇനിയൊരു പ്രമോഷൻ, ಇನ್ನೊಂದು ಪ್ರಮೋಷನ್, വീണ്ടെടുപ്പ്, ಹೊಸ ವಿಮೋಚನೆ. മധ്യാകാശത്തിൽ ಮಧ್ಯಾಕಾಶ യേശു വരുമ്പോൾ ಯೇಸು ಬರುವಾಗ നാം പോകേണ്ടവരാണ്. ನಾವು ಹೋಗಬೇಕಾದವರು. സന്തോഷിപ്പി ಅದರಲ್ಲಿ ಸಂತೋಷಿಸಿರಿ. സന്തോഷിപ്പി. ಕರ್ತನಲ್ಲಿ ಸಂತೋಷ. ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളെ നമുക്കത് വിട്ടുകൊടുക്കാം. ಇವತ್ತು ರಾತ್ರಿ ಕರ್ತನ ಕರಗಳನ್ನು ನಮ್ಮನ್ನು ಬಿಟ್ಕೊಡೋಣ. ഒന്നിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ಯಾವುದಕ್ಕೂ ಭಯಪಡಬೇಕಾಗಿಲ್ಲ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം മാത്രം പേടിച്ചാൽ മതി. ದೇವರಿಗೆ ಇಷ್ಟವಲ್ಲದ ವಿಷಯಗಳಿಗಾಗಿ ಮಾತ್ರ ಭಯಪಡ್ರಿ. ദൈവത്തെ ഭയപ്പെടുക. ದೇವರಿಗೆ ಭಯಪಡ್ರಿ. സ്നേഹത്തിന്റെ ಆ ಸ್ನೇಹത്തെ ಭಯ, ಶಿಲುಬೆಯ ಪ್ರೀತಿಯ യേശുവിനോട് ಮೂಲಕವಾಗಿರುವಂತ ಯೇಸುವಿನ ಮೇಲಿರುವ ಭಯ. ഭയപ്പെടേണ്ട കാര്യമില്ല. ಬೇರೆ ಯಾವುದಕ್ಕೂ ಭಯಪಡಬೇಕು. ആരും മരണത്തെ ഭയപ്പെടണ്ട. ಯಾರು ಮರಣಕ್ಕೆ ಭಯಪಡಬೇಡಿ. രോഗത്തെ ഭയപ്പെടണ്ട. ರೋಗವನ್ನು ಭಯಪಡಬೇಡಿ. ശാപത്തെ ഭയപ്പെടണ്ട. ಶಾಪವನ್ನು ഒരു ಭಯಪಡಬೇಡಿ. മന്ത്രവാദ ശക്തി ഭയപ്പെടണ്ട. ಯಾವ ಮಾಟಮಂತ್ರ ಶಕ್ತಿಗೂ ಭಯಪಡಬೇಡಿ. ആയുധങ്ങളെ യേശു ക്രൂശിൽ വെച്ചു. ಅದರೆಲ್ಲ ಆಯುಧಗಳನ್ನು ಯೇಸು ನಿರಾಯುಧವಾಗಿ വിരോധമായിട്ട് എഴുതിയത്, ನಮಗೆ ವಿರುದ್ಧವಾಗಿ ಬರೆಯപ്പെട്ടു. ഭാവിക്ക് വിരുദ്ധമായി എഴുതിയത്, ಭವಿಷ್ಯಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಬರೆದಿದ್ದು, കുടുംബത്തിന് വിരുദ്ധമായി എഴുതിയത്, ಕುಟುಂಬಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಬರೆದಿದ್ದು, തലമുറയ്ക്ക് വിരുദ്ധമായി എഴുതിയത്, ಸಂತತಿಗಳಿಗೆ ವಿರುದ್ಧವಾಗಿ ഇന്ന് ಬರೆದಿದ್ದು, രാത്രി അഴിയുകയാണ്. ಇವತ್ತು ರಾತ್ರಿ ಬಿಚ್ಚನೆ. അതിനാണ് ചില മക്കൾക്കൂടെ വഴി തുറക്കണം. ಆಗಿರುವುದಾದ್ರೆ ಇಲ್ಲಿರುವ ಮಕ್ಕಳುಗಳಿಗೆ ದಾರಿ ആ വചനത്തിൽ വിശ്വസിക്കട്ടെ. ಆ ವಾಕ್ಯವನ್ನ ಮಕ್ಕಳೇ ನೀವು ನಂಬಿರಿ. പാരമ്പര്യമായി ತಲೆಮಾರುಗಳಿಗೆ വഴി തുറന്ന നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയാതെ ದಾರಿ ತೆರೆದು ಒಂದು ಒಳ್ಳೆ ಜೀವಿತಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕಾಗದೆ അതിന് വിരുദ്ധമായി എഴുതി വെച്ചത്, ಅದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಬರೆದಿಟ್ಟು ക്രൂശിലൂടെ അഴിഞ്ഞത് ಶಿಲುಬೆ ಮೂಲಕವಾಗಿ ഞാൻ ഇന്ന് രാത്രി അറിയുന്നു. ನಾನು ಈ ರಾತ್ರಿ ತಿಳಿಯುತ್ತೇನೆ. അതിനാൽ എനിക്ക് നല്ലൊരു ഭാവിയുണ്ട്. ಆಗಿರುವುದಾದ್ರೆ ನನಗೊಂದು ಒಳ್ಳೆ ಭವಿಷ್ಯ എനിക്ക് ಇದೆ. നല്ലൊരു രക്ഷയുണ്ട്. ನನಗೊಂದು ಒಳ್ಳೆ ರಕ್ಷಣೆ ಇದೆ. നല്ല മുമ്പോട്ടൊരു സ്ഥാനമുണ്ട്. ನನಗೆ ಒಳ್ಳೆಯ ಸ್ಥಾನ ಇದೆ. ഇന്ന് രാത്രി വിശ്വസിക്കട്ടെ. ಈ ರಾತ್ರಿ ನಂಬಿರಿ. യേശുവിന്റെ നാമത്തെ വിശ്വസിക്കട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಂಬಿರಿ. രാജാക്കൾക്കാൻ പോലെ ಸೆರೆಮನೆಯ ಹಾಗೆ പുറത്തു വരാൻ കഴിയാതെ, ಹೊರಗಡೆ ಬರ್ಲಿಕ್ಕಾಗದೆ, പുറത്തു വരാൻ കഴിയാതെ ಹೊರಗಡೆ ಬರ್ಲಿಕ್ಕೆ കാരാഗ്രഹത്തിൽ അകപ്പെട്ടതുപോലെയുള്ള ಕಾರಾಗೃಹದಲ್ಲಿ ಸಿಕ್ಕಿಕೊಂಡಂತಿರುವ ചില ജീവിതങ്ങൾ തേങ്ങുന്നത് ഞാൻ കാണുന്നു. ಕೆಲವು ಜೀವಿತಗಳು ಒದ್ದಾಡುತ್ತಾ ಇರುವುದನ್ನು ಕಾಣ್ತೀವಿ. കാരാഗ്രഹം പോലെ ಸೆರೆಮನೆಯ ಹಾಗೆ വീടിന്റെ കാര്യങ്ങൾ ചിന്തിച്ച് ಮನೆಯ ವಿಷಯಗಳನ್ನ ಯೋಚನೆ മുന്നോട്ട് ಮಾಡಿ പോകാൻ കഴിയാതെ ಯೋಚನೆ ಮಾಡಿ ಮುಂದೆ കണ്ണീർ ഒഴുക്കുന്ന ಕಣ್ಣೀರು ಸುರಿಸುವ വീടിന്റെ അന്തരീക്ഷത്തിലെ ಮನೆಯ ചില ವಾತಾವರಣದಲ್ಲಿ കാരാഗ്രഹങ്ങളുടെ മേൽ ಕೆಲವು ಸೆರೆಮನೆಯ ಹಾಗೆ ദൈവശക്തി ಆ ഇറങ്ങുകയാണ്. ವಿಷಯಗಳ ಮೇಲೆ ದೇವರ ಶಕ್ತಿ യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇന്ന് പകരം സമാധാനമില്ലാതെ, ಇವತ್ತು ರಾತ್ರಿ ಸಮಾಧಾನವಿಲ್ಲ. അതിനകത്ത് സമാധാനമില്ലാതെ ಅದರಲ್ಲಿ ಸಮಾಧಾನವಿಲ್ಲ. പലപ്പോഴായിട്ട് ಅನೇಕ ಬಾರಿ ജീവിതം ഒരു കാരാഗ്രഹം പോലെ ಜೀವಿತ ಒಂದು ಸೆರೆಮನೆಯ ಹಾಗೆ വഴി തുറക്കപ്പെടുന്നില്ല. ದಾರಿ ತೆರೆಯಲ್ಪಡ್ತಿಲ್ಲ. നാം എവിടെ രക്ഷയില്ല. ಯಾವ ರಕ್ಷಣೆಯೂ ಇಲ್ಲ. ഇന്ന് രാത്രി ಆದ್ರೆ ಇವತ್ತು ರಾತ್ರಿ അതിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി ಅದರ വെളിപ്പെടാൻ ಮೇಲೊಂದು ದೇವರ ಕಾರ್ಯ ಪ್ರಕಟಗೊಳ್ಳಿಕ್ಕೆ ಹೋಗುತ್ತದೆ. ചിലതൊക്കെ നിന്ന് പുറത്തു വരാൻ പോകുന്നു. ಕೆಲವು ವಿಷಯಗಳಿಂದ ನೀನು ಹೊರಬರಲಿಕ್ಕೆ ಹೋಗುತ್ತಾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಇವತ್ತು ರಾತ್ರಿ മനസ്സിനെ കാരാഗ്രഹം പോലെയാക്കി, ಮನಸ್ಸನ್ನ ಒಂದು ಸೆರೆಮನೆಯಲ್ಲಿ ಸಿಕ್ಕಿಸುವ കാരാഗ്രഹത്തിൽ ഒരു വ്യക്തി ഇടുന്നത് പോലെ ಸೆರೆಮನೆಯಲ್ಲಿ ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಹಾಕುವ ಹಾಗೆ മനസ്സിനെ കാരകത്തിലാക്കി ಮನಸ್ಸನ್ನ ಸೆರೆಮನೆ ಒಳಗೆ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ಎಲ್ಲ ನಿರೀಕ್ಷೆಯನ್ನು വഴി ನಷ್ಟಪಡಿಸಿ അടകിടക്കുന്ന വിഷയത്തെ ದಾರಿ ಮುಚ್ಚಲ್ಪಟ್ಟಿರುವ ഇത് ವಿಷಯ യേശുവിന്റെ നാമത്തെ തുറക്കാൻ പോകുകയും, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಇವತ್ತು ತೆರೆಯಲಿಕ್ಕೆ കാരണം ಹೋಗುತ್ತಾರೆ. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ യേശുവിന്റെ കയ്യിലുണ്ട്. ಯಾಕಂದ್ರೆ ಮರಣದ ಪಾತಾಳದ ಬೀಗದ ಕೈ ಯೇಸುವಿನ ಕೈಯಲ್ಲಿದೆ. രാത്രി യേശുവിന്റെ നാമത്തിൽ, ಇವತ್ತು ರಾತ್ರಿ ಯೇಸುವಿನ യേശുവിന്റെ നാമത്തിൽ, യേശുവിನ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശുവിನ നാമത്തിൽ മക്കൾ വിടുവിക്കപ്പെടട്ടെ. ಮಕ್ಕಳು ಬಿಡುಗಡೆಯಾಗಲಿ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ಸಂತತಿಗಳು ಬಿಡುಗಡೆಯಾಗಲಿ. അത്ഭുത വഴികൾ അവർക്ക് തുറക്കട്ടെ. ಅದ್ಭುತ ದಾರಿಗಳು ಅವರಿಗಾಗಿ ತೆರೆಯಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ചില ನಾಮದಲ್ಲಿ ബന്ധനത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ ಕೆಲವು ಬಂಧನದಲ್ಲಿರುವ ಕುಟುಂಬಗಳು ഭാഷകൾ അഴിച്ചതുപോലെ ಮರಣ ಭಾಷೆಗಳು ബന്ധനങ്ങൾ ಬಿಡಿಸಿದ್ದಾರೆ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ಬಂಧನಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ യേശുവിന്റെ ಬಿಡಿಸಲಿ. നാമത്തിൽ യേಸುವಿನ ചില ನಾಮದಲ್ಲಿ കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിയുവാൻ
ಬಿಚ್ಚುತ್ತೇವೆ. ಕುಟುಂಬಗಳ ಬಂಧನಗಳು ಬಿಚ್ಚುತ್ತವೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಅழிക്കുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಾವು ಬಿಚ್ಚುತ್ತೇವೆ. ഇന്ന് രാത്രി തലമുറയ്ക്ക് വിരുദ്ധമായി എഴുതിയത് ಇವತ್ತು ರಾತ್ರಿ ತಲೆಮಾರಿಗೆ ವಿರುದ್ಧವಾಗಿ ക്രൂശിൽ മായ്ച്ചത് ಶಿಲುಬೆಯಲ್ಲಿ ಅಳಿಸಿದ್ದು അവരുടെ വിശ്വാസത്തെ ಅವರ ನಂಬಿಕೆ ഇന്ന് രാത്രി മായമാകട്ടെ. ಇವತ್ತು ರಾತ್ರಿ ಅಳಿಸಲ್ಪಡಲಿ. അതിന്റെ മക്കൾ സ്വതന്ത്രമാകട്ടെ. ಮಕ್ಕಳು ಸ್ವತಂತ್ರರಾಗಲಿ. എല്ലാവരും സ്വതന്ത്രമാകട്ടെ. ಎಲ್ಲರೂ ഇന്ന് ಸ್ವತಂತ್ರರಾಗಲಿ. രാത്രി അവരുടെ മക്കൾ ഓരോരുത്തരും സ്വതന്ത്രമാകട്ടെ. ಈ ರಾತ್ರಿ ನಿನ್ನ ಮಕ್ಕಳಾದಂಥ ಎಲ್ಲರೂ ಸ್ವತಂತ್ರರಾಗಲಿ. സന്തോഷിക്കട്ടെ. ಸಂತೋಷಿಸಲಿ. ഇവർ ആനന്ദിക്കട്ടെ. ഇവർ ആനಂದಿಸಲಿ. യേശു ക്രിസ്തുവിൽ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ഞങ്ങൾക്കൊരു പുതു വഴി തുറന്നു. ನಮಗೊಂದು ಹೊಸ ದಾರಿ ತೆರೆಯಿತು. ആ വഴിയാണ് എന്റെ വഴി. ಆ ದಾರಿಯೇ ನನ್ನ ದಾರಿ. ആ വഴിയാണ് എനിക്ക് ഇനി. ಆ ಮಾರ್ಗವಾಗಿದೆ ನನಗೆ. അത് രക്ഷയുടെ വഴിയാണ്. ರಕ್ಷಣೆಯ ಮಾರ್ಗವಾಗಿದೆ. ഞാൻ സന്തോഷിക്കേണ്ട വഴിയാണ്. ನಾನು ಸಂತೋಷ ಪಡಬೇಕಾದ എന്റെ ದಾರಿ. നല്ല വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി. ನನ್ನ ವಾಗ್ದಾನಕ್ಕೆ ಕರೆದೊಯ್ಯುವ ದಾರಿ. ഇന്ന് കുടുംബങ്ങൾ അങ്ങനെയാകട്ടെ കർത്താവേ. ಇಲ್ಲಿರುವ ಕುಟುಂಬಗಳು ಹಾಗೆ ಆಗಲಿ. വ്യക്തികൾ അങ്ങനെയാകട്ടെ. ವ್ಯಕ್ತಿಗಳೆಲ್ಲರೂ ಹಾಗೆ ಆಗಲಿ. വ്യക്തികൾ അങ്ങനെയാകട്ടെ. ವ್ಯಕ್ತಿಗಳು ಹಾಗಾಗಲಿ. ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് ಇವತ್ತು ರಾತ್ರಿ ಕರ್ತನ ಕರಗಳಲ್ಲಿ ಬಿಟ್ಕೊಡೋಣ. ഓ യേശുവിന്റെ മഹത്വം. ಯೇಸುವಿಗೆ ಮಹಿಮೆ ಆಗಲಿ. യേശുവിന്റെ മഹത്വം. ಯೇಸುವಿಗೆ ಮಹಿಮೆ. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏലിയാവ് എന്ന എലീശയുടെ മേലെ പുതപ്പ് വീണതുപോലെ ചിലരുടെ മേലൊക്കെ വീണിട്ടുണ്ട്. ಎಲಿಯನ ಮೇಲೆ ಇದ್ದಂತ ಕಂಬಳಿ ಎಲೀಶನ ಮೇಲೆ ಬಿದ್ದ ಹಾಗೆ ಕೆಲವರ ಮೇಲೆ ಬಿದ್ದಿದೆ. പക്ഷേ ഏലിയാവിന്റെ കൂടെ എലീശ വരുന്നത് പോലെ പലർക്കും വരാൻ കഴിയാത്ത നിലവാരത്തിൽ ಆದರೆ ಎಲಿಯನ ಸಂಗಡ ಎಲೀಶನು ಬಂದ ಹಾಗೆ ಅನೇಕರಿಗೆ ಬರಲಿಕ್ಕಾಗದೇ ಇರೋ ರೀತಿ പല പ്രശ്നങ്ങൾ ഇടുകയാണ്. ಅನೇಕ ಸಮಸ್ಯೆಗಳನ್ನ ತರುತ್ತಿದ್ದ. ഇന്ന് രാത്രി വിട്ടുകൊടുക്കുകയാണെങ്കിൽ ಇವತ್ತು ರಾತ್ರಿ ಬಿಟ್ಕೊಡೋದು. തുടർന്നൊരു യാത്ര വെളിപ്പെടാൻ പോവുകയാണ്. ಮುಂದುವರೆದ ಒಂದು ಪ್ರಯಾಣ ಪ್ರಕಟವಾಗಲಿಕ್ಕೆ തുടർന്നൊരു യാത്ര വെളിപ്പെടാൻ പോവുകയാണ്. ಮುಂದುವರೆದ ಒಂದು ಪ್ರಯಾಣ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രവൃത്തി ചില ഉറപ്പോടെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. 2 ದಿನಗಳ ಕೂಟದಲ್ಲಿ ಪಾಲುಗಾರಿಕೆಯನ್ನು ಕೊಡಲಿಕ್ಕೆ ದೇವರು ಕೊಟ್ಟಂತ ಕೃಪೆಗೋಸ್ಕರ ನಾನು ಸ್ತೋತ್ರಗಳನ್ನು ಸಲ್ಲಿಸ್ತೇನೆ. ಸುಮಾರು ಒಂದು 6 ತಿಂಗಳಿಂದ ಜನವರಿ ಅದಕ್ಕೂ ಮುಂಚೆಯಿಂದನೇ ನಾನು 1 ವರ್ಷನೇ ಅಂತ ಹೇಳ್ಬೋದು. 1 ವರ್ಷದಿಂದ ನನಗೆ ಸರಿಯಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ ಆಗ್ತಿರಲಿಲ್ಲ. ಮತ್ತು ಮುಂಜಾನೆಯಲ್ಲಿ 4 ಗಂಟೆಗೆ ಏಳುವವಳು ನನಗೆ ಎದ್ದೇಳಲಿಕ್ಕೆ ಆಗ್ತಿರಲಿಲ್ಲ. ಮತ್ತು ನನಗೆ ಮತ್ತು ಬೆನ್ನು ನೋವು ಮತ್ತು ಕೈಕಾಲು ಈ ಸಂದೆಲ್ಲ ತುಂಬ ನೋವಾಗೋದು. ನನಗೆ ತುಂಬ ನೋವಾಗೋದು. ನನಗೆ ಹೇಳಬೇಕು ಅಂತ ನನಗೆ ಆತ್ಮದಲ್ಲಿ ಆಸೆ ಇದೆ, ಬಯಕೆ ಇದೆ. ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು, ನಾನು ಹೀಗೆ ನಿದ್ದೆ ಮಾಡುವವಳಲ್ಲ, ಈಗ ಸುಮ್ಮನೆ ಕೂತ್ಕೊಳ್ಳೋವಳಲ್ಲ ಅಂತ ನನಗೆ ಗೊತ್ತಾಗ್ತಿದ್ರೂ ಕೂಡ ನನಗೆ ಆಗ್ತಾನೆ ಇರಲಿಲ್ಲ. ಆದರೆ ನಿನ್ನೆ ದೇವರ ಆ ವಿಷಯದಲ್ಲಿ ನಾನು ದೇವ್ರ ಹತ್ರ ಕೇಳ್ತಾ ಇದ್ದೆ, ಯಾಕೆ ಈ ಥರ ನನಗೆ ಮೈಕೈಯೆಲ್ಲ ತುಂಬ ನೋವು ಆಗ್ತದೆ. ಯಾರೋ ಹೊಡೆದು ಹಾಕಿರೋಷ್ಟು ನೋವು ನನಗೆ. ಯಾರೋ ಹೊಡೆದು ನನ್ನನ್ನು ಜಜ್ಜಿದ ಥರ ಒಂಥರ ನೋವಾಗೋದು, ತುಂಬ ನೋವಾಗೋದು. ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ ಮನಸ್ಸಿದ್ರೂ ಕೂಡ ನಾನು ಕಷ್ಟದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿದ್ದೆ. ದೇವರ ಆ ವಿಷಯದಲ್ಲಿ ನಿನ್ನೆ ಒಂದು ಬಿಡುಗಡೆಯನ್ನು ಕೊಟ್ಟರು. ದೇವರ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರವಾಗಲಿ. ಅದೇ ರೀತಿಯಾಗಿ ಮನೆ ವಿಷಯದಲ್ಲಿ ತುಂಬ ಭಾರ ಪಡ್ತಾ ಇದ್ದೆ ನಾನು. ಮನೆ ವಿಷಯದಲ್ಲಿ ಮನೆಯ ಒಂದು ಸ್ಥಳದ ಕುರಿತಾಗಿ ಅದೊಂದು 7-8 ವರ್ಷಗಳಿಂದ ನನಗೆ ತುಂಬ ನೋವನ್ನು ತರಿಸುವಂಥ ಒಂದು ವಿಷಯವಾಗಿತ್ತು. ಆ ವಿಷಯದಲ್ಲೂ ಕೂಡ ದೇವರು ಬಿಡುಗಡೆಯನ್ನು ಕೊಟ್ಟರು ನಿನ್ನೆ. ಅದಕ್ಕೆ ನಾನು ಕರ್ತನ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರಗಳನ್ನು ಸಲ್ಲಿಸ್ತೇನೆ. ದೇವರು ನನಗೆ ಅದ್ಭುತವಾದ ಕಾರ್ಯಗಳನ್ನು ಈ ಒಂದು 3 ದಿನಗಳ ಕೂಟಗಳಲ್ಲಿ ದೇವರು ಮಾಡಿದ್ದಾರೆ, ಇನ್ನು ಮುಂದೆಯೂ ಮಾಡುವವರಾಗಿದ್ದಾರೆ. ಕರ್ತನ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ.